സ്ക്രീന് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. ഷെയർ ആയിട്ടുണ്ടോ? അതെ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഇതില് ബുക്ക് മാർക്കായിട്ട് അങ്ങ് സെറ്റ് ചെയ്തിടുക കോച്ചാർട്ട്. ഓക്കെ, കോച്ചാർട്ട് എടുത്ത് ബുക്ക് മാർക്ക് സെറ്റ് ചെയ്യുക. അന്നേരം ഡയറക്റ്റ് അതിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ് കോച്ചാർട്ടിലേക്കാണ് ചെല്ലുന്നത്. ഇനിയിപ്പോ ഞാന് ഇത് എടുക്കുമ്പോൾ ആദ്യം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് ആയിരിക്കും യൂഷ്വലി വരുന്നത്. ഓക്കെ, നിഫ്റ്റി ഇൻഡെക്സ് നോട്ട് ട്രേഡർ എന്ന് പറഞ്ഞു. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിഫ്റ്റി സ്പോട്ടിന്റെ ചാർട്ടിലേക്കാണ് യൂഷ്വലി ആദ്യം പോകുന്നത്, അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഏതിന്റെ സ്പോട്ടിന്റെ ചാർട്ടിലേക്കാണ്. സ്പോട്ട് ഒരു ട്രേഡബിൾ ഇൻസ്ട്രുമെന്റ് അല്ലാത്തതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത്. ഫ്യൂച്ചർ മാത്രമേ നമുക്ക് ട്രേഡബിൾ ഇൻസ്ട്രുമെന്റ് ഉള്ളൂ. അപ്പൊ ഇതിൽ വോളിയം ഇല്ല, ഇതിൽ ട്രേഡ് നടക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ കാണിക്കുന്നത്. ഇത് ഡിസ്മിസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഡോൺ ഷോ എന്ന് കാണിച്ച് കൊടുത്താലും മതി. എന്നിട്ട് നമ്മൾ ഇവിടെ ഈ സൈഡിലാണ് നമ്മുടെ ഇത് വരുന്നത്, എന്താണ് വാച്ച് ലിസ്റ്റ്. ഈ രണ്ട് കട്ട കണ്ടോ, ഇതാണ് വാച്ച് ലിസ്റ്റ്. ഈ ടൂൾസിൽ ഈ വാച്ച് ലിസ്റ്റ് പോയി കഴിഞ്ഞാൽ ഞാൻ അത്യാവശ്യം വേണമെന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇൻഡെക്സ് ചെയ്യുന്ന നിങ്ങൾ രണ്ടുപേരുമാണ്. ഇപ്പൊ ഇതില് ഇൻഡെക്സിൽ നിങ്ങൾക്ക് വേണ്ട നിഫ്റ്റിയുടെ സ്പോട്ട്, നിഫ്റ്റിയുടെ ഫ്യൂച്ചർ. നിഫ്റ്റി എന്ന് പറയുന്നത് ഇത് സ്പോട്ടാണ്. ഈ നിഫ്റ്റി 1 എന്ന് പറയുന്നത് ഫസ്റ്റ് മന്ത് ഫ്യൂച്ചർ ആണ്. ഇത് ഈ മാസം അവസാനിക്കുമ്പോൾ ഇതങ്ങ് പോകും. പിന്നെ നമ്മൾ വീണ്ടും നിഫ്റ്റി 1 എന്ന് പറഞ്ഞ് അടുത്ത ആഡ് ചെയ്യണം ജനുവരിയിലേക്ക്. ഇത് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഗോ ചാർട്ട് ആപ്പ് ഓപ്പൺ ആയിട്ടില്ല. അതെങ്ങനെ നമ്മൾ സെർച്ച് ചെയ്താൽ പോരെ? ഇതിനകത്ത് നമ്മൾ ഗൂഗിളിനകത്ത് gocharting.com എന്ന് പോകും. gocharting.com. gocharting.com അല്ലേ? റിച്ച് ലൈവ് ട്രേഡ് സോഫ്റ്റ്വെയർ ആണോ? അതിനകത്ത് സൈൻ ഇൻ ചെയ്തോ? ഞാൻ തന്ന യൂസർ നെയിം പാസ്വേഡ് ഇട്ട് സൈൻ ഇൻ ചെയ്യും. ഓപ്പൺ ആണല്ലേ? ഓപ്പൺ ആവുന്നില്ലേ? ഈ പേജ് അല്ലേ? കാണാൻ പറ്റില്ല. gocharting.com. ഓക്കെ, അത് ഇട്ട് നോക്ക്. ഫസ്റ്റ് വന്നിരിക്കുന്ന റിച്ച് ലൈവ് ട്രേഡ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാ അതിന്റെ അഡ്രസ് എന്ത്? gocharting എന്ന് പറഞ്ഞാണോ? റിച്ച് ലൈവ് ട്രേഡ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അല്ല, gocharting എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യ്. ഫസ്റ്റ് വരുമല്ലോ gocharting.com എന്ന് പറഞ്ഞിട്ട്. ഈ ഫസ്റ്റ് കണ്ടില്ലേ? കിട്ടിയാ? കിട്ടിയിട്ടില്ല. gocharting എന്ന് പറഞ്ഞ് കൊടുത്ത് സെർച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ലോഗോയും gocharting.com എന്ന് പറഞ്ഞിട്ടൊരു ഇതും വരും. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യാം, ചാറ്റിൽ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കയറ്.
ലിങ്ക് വന്നിട്ടില്ലല്ലോ. ലിങ്ക് ഗൂഗിൾ മീറ്റിലാണ് വന്നേക്കുന്നത്. അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റൂടെ അതിനകത്ത് കണക്ട് ചെയ്യേണ്ടി വരും, ഡെസ്ക്ടോപ്പിനകത്ത്. അതിനകത്ത് സുഖം. സെർച്ച് ചെയ്താൽ സിമ്പിൾ ആയിട്ട് കിട്ടുമല്ലോ അത്, ഗോ ചാർട്ടിങ് ഗൂഗിളില്. ഗോ ചാർട്ടിങ് എന്ന് പറഞ്ഞ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ നോക്ക്. ഗോ ചാർട്ടിങ് ഈ ഫസ്റ്റ് കിട്ടുന്ന തന്നെ. നെറ്റ് കട്ടായിരിക്കാന്ന് തോന്നുന്നില്ല. സാരമില്ല, ഞാൻ റെക്കോർഡിംഗ് ഇട്ടിട്ടുണ്ട്, അപ്പൊ ഞാൻ അയച്ചുതരാം. പിന്നെ നോക്കിയാൽ മതി. ഓക്കെ, ശരി, വേറെ ടൈം കളയണ്ട. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ലേ ഔട്ട് എന്ന് പറഞ്ഞ. യൂഷ്വലി ഇതിനകത്ത് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന 2 ബാർ കണ്ടില്ലേ, ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് വാച്ച് ലിസ്റ്റ് കിട്ടുന്നത്. ഓക്കെ, ഞാനത് എല്ലാം ഒന്നും കാണിക്കുന്നില്ല. ഇതിനകത്ത് നമുക്ക് അത്യാവശ്യമുള്ള, ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊരു സാഗരമാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോക്കേഴ്സ് ആണ്. നമുക്ക് ബ്രോക്കേഴ്സിനെ ലൈവ് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൽ നിന്ന് തന്നെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ട്രേഡ് എടുക്കാം. ഇപ്പൊ കറന്റ് നമ്മൾ 3 പേര് യൂസ് ചെയ്യുന്നതുകൊണ്ട് കണക്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇത്രയും ബ്രോക്കേഴ്സിനെ കണക്ട് ചെയ്യാം. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ട്രേഡ് എത്ര ലോട്ടാ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബൈ സെല്ല് ഇതിൽ നിന്ന് തന്നെ ഫ്യൂച്ചേഴ്സ് ഒക്കെ എടുക്കാൻ പറ്റും. അല്ല ഓപ്ഷൻ ചെയ്യണമെങ്കിൽ ഓപ്ഷൻ ചെയിനിൽ പോയിട്ട് സ്ട്രൈക്ക് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് അതും എടുക്കാം. അപ്പൊ ഇതാണ് ബ്രോക്കേഴ്സിന്റെ ഒരു ലിങ്ക്. പിന്നെ കലണ്ടർ. ഓക്കെ, കലണ്ടർ എന്ന് പറഞ്ഞാൽ ഇവന്റ്സ്, ഇന്റർനാഷണൽ ഇവന്റ്സും നമ്മുടെ മാർക്കറ്റിലെ ഇവന്റ്സും കാണിക്കുന്നതാണ് ഈ കലണ്ടറിനകത്ത്. ഇതാണ് ഓപ്ഷൻ ചെയിൻ. ഓപ്ഷൻ ചെയിനകത്ത് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന സ്ക്രിപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റി ആണെങ്കിൽ നിഫ്റ്റിയുടെ, അല്ല ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ ആ ഓപ്ഷൻ ചെയിനാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ നമുക്ക് പ്രൈസ് അറിയാൻ പറ്റും. ഇത് ന്യൂസ് ആണ്. ഡെപ്ത് ഓഫ് മാർക്കറ്റ് ലൈവ് ടൈമിലാണെങ്കിൽ ഡെപ്ത് ഓഫ് മാർക്കറ്റ് കാണാൻ പറ്റും. ഡെപ്ത് ഓഫ് മാർക്കറ്റ് യൂഷ്വലി നമ്മുടെ മൊബൈലിൽ എടുക്കാൻ നമുക്ക് ഇച്ചിരി ക്ലിയർ ആയിട്ട് ഡെപ്ത് ഓഫ് മാർക്കറ്റ് ഇടാൻ പറ്റും. മൊബൈലിലൊരു ടാബ് തന്നെ ഡെപ്ത് ഓഫ് മാർക്കറ്റ് ആണ് കൊടുത്തേക്കുന്നത്. ഡെപ്ത് ഓഫ് മാർക്കറ്റ് ഇതിനകത്ത് നമുക്ക് ബൈ ലോട്ടും സെൽ ലോട്ടും എല്ലാം നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും ആക്ച്വലി. മാർക്ക് നടക്കുന്ന ടൈമിൽ ഇത്ര ലോട്ട് വന്നിട്ടുണ്ട്, ബൈ എത്ര ലോട്ട്, സെല്ല്, ബിഡ് ആൻഡ് ആസ്ക് നമുക്ക് കൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇത് പിന്നെ ഓർഡർ ബുക്കും അത് ഇതൊക്കെയാണ്. ഓക്കെ, ഇത് നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സിന്റെ സെറ്റിംഗ്സ് ആണ് ഇവിടെ വരുന്നത്, ഈ ലേയേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ പിന്നെ ഇത് ഫുൾ ചാർട്ടിന്റെ സെറ്റിംഗ്സ് ആണ്. ഈ ഫുൾ ലേഔട്ടിന്റെ സെറ്റിംഗ്സ് ആണ്. ചാർട്ട് ഏത് ടൈപ്പാണ് വേണ്ടത്, അതിന്റെ കളർ എന്താണ് വേണ്ടത്, നോയ്സ് എന്താണ്, വാട്ടർമാർക്ക് വേണോ, ഏത് സ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ വാട്ടർമാർക്ക് വേണോ, വാട്ടർമാർക്ക് ഏത് കളറിൽ വേണം, ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ഇനി നമുക്ക് മാറ്റണമെങ്കിൽ ഇതിനകത്ത് ഇങ്ങനെ മാറ്റാം, ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇത് ചാർട്ടിന്റെ സെറ്റിംഗ് ആണ്. ഇത് ആക്സിസിന്റെ സെറ്റിംഗ് ആണ്. ടൈം സോൺ, ലോക്കൽ, അത് ഇതൊക്കെയാണ്. ഇത് എന്റെ കോർഡിനേറ്റ്സ് ആണ്. ബിഡ് ആൻഡ് ആസ്കിന്റെ അത് വേണോ വേണ്ടെന്നുള്ള നമ്മുടെ ബിഡ് പ്രൈസ്, ആസ്ക് പ്രൈസ് ഒക്കെ. ബാർ കൗണ്ട് ഡൗൺ വേണമെങ്കിൽ ബാർ കൗണ്ട് ഡൗണും തരും, വൈ ആക്സിന്റെ എക്സ് ആക്സിന്റെ. ഓക്കെ, ഇത് അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ സെക്ഷന്റെ ഓവറോൾ സെക്ഷന്റെ. ഓക്കെ, ഇനി ഗോ ചാർട്ടിനകത്ത് നമുക്ക് വേണമെങ്കിൽ പേപ്പർ ട്രേഡിംഗ് ചെയ്യാം. അതാണ് ഈ ഗോ ചാർട്ടിംഗ് എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്ന പേപ്പർ ട്രേഡിംഗ് എന്നുള്ള ഓപ്ഷനാണ്. നമുക്ക് ട്രേഡ് ചുമ്മാ ആണെങ്കിൽ പേപ്പർ ട്രേഡ് ചെയ്ത് പഠിക്കാനും ഇതിനകത്ത് ഓർഡർ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇനി ഇത് കഴിഞ്ഞു. ഇപ്പൊ ഈ ബാറിന്റെ ഒരു ആവശ്യം ഇത്രേ ഉള്ളൂ. പിന്നെ ഈ സൈഡിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുന്നേ ഉള്ളൂ. ഇവിടെ ഓക്കെ, ഇവിടെ വീണ്ടും ഈ വിഡ്ജറ്റ്സ് ആണ്. വിഡ്ജറ്റ്സ് മറ്റേ ഇവിടെ കൊടുക്കുന്നതനുസരിച്ച് ഈ സൈഡിൽ, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലെ ഈ സാധനങ്ങൾ താഴത്തെ മേലത്തെ എല്ലാം വരുന്നത് ഈ വിഡ്ജറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ചാണ്. ഓക്കെ, ഇനി ലെയേഴ്സ്. ഓക്കെ, ലെയേഴ്സ് ഇതിന്റെ ഓക്കെ, അത് വലിയ കാര്യമില്ല.
ഇനി ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ഡ്രോയിങ് ടൂൾസ്. നമ്മുടെ എന്താണ് ട്രേഡിംഗ് വ്യൂവിലുള്ള മാതിരിയുള്ള ഡ്രോയിങ് ടൂൾസ് ആണ്. ഇത് കർസർ പോയിന്ററിന്റെ ആണ്. ഇത് ഡ്രോ ചെയ്യാൻ ലൈൻസ്, ഷേപ്സ് എല്ലാം നിങ്ങൾക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റും. ഇതിനകത്ത് ഈ ലവ് സിമ്പിൾ അടിച്ചു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ഇവിടെ വന്ന് കിടക്കും. ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് പൊയ്ക്കോളും. എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ഉപയോഗിക്കുന്നതാണെങ്കിൽ നമുക്ക് ഇത് അടിച്ചിട്ട് ഫേവറേറ്റ്സ് അടിച്ചിട്ടാ ഇത് അടിച്ചു കഴിഞ്ഞാൽ ഇത് ഇവിടുന്ന് പൊയ്ക്കോളും, നമ്മൾ വേണ്ടാത്തൊക്കെ ആണെങ്കിൽ. ഓക്കെ, ഇത് ലോങ് പൊസിഷൻ ഷോർട്ട് പൊസിഷനും വെക്കുന്ന അറിയില്ല ട്രേഡിംഗ് വ്യൂല്. നമ്മുടെ സ്റ്റോപ്പ് ലോസും പ്രോഫിറ്റും മെഷർ ചെയ്ത് വെക്കത്തില്ലേ, അതാണ് ഈ ലോങ് പൊസിഷനും. ലോങ് പൊസിഷൻ നിങ്ങൾ സി ട്രേഡ് എടുക്കുകയാണെങ്കിൽ ലോങ് പൊസിഷൻ വെക്കും. ഇവിടുന്ന് ട്രേഡ് എടുക്കുകയാണെങ്കിൽ ലോങ് പൊസിഷൻ വെച്ച് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് താഴെ ട്രേഡ് മേളിലായിട്ട് കാണിക്കും. അത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ് അതിന്റെ റിസ്ക് റിവാർഡ്. നമ്മൾ ഇനി എന്ത് ചെയ്യണ്ടേ? സൈൻ ഇൻ പേജ് ചെയ്യണം. ഓപ്പൺ ആയി. സൈൻ ഇൻ ചെയ്ത് അകത്ത് വന്നോ? ഹലോ, ആ സൈൻ ഇൻ ചെയ്ത് അകത്ത് വന്നോ? ചാർട്ടിൽ വന്നോ? വിട്ടു പോകുന്നുണ്ട്, ക്ലിയർ ആവുന്നില്ല. സൈൻ ഇൻ ചെയ്ത് ചാർട്ടിൽ വന്നോ? എനിക്ക് നിങ്ങളുടെ നെറ്റ് എന്തോ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. അകത്ത് വന്നെങ്കിൽ ഇത് നിഫ്റ്റി എടുത്താൽ മതി. നിഫ്റ്റി എന്ന് പറഞ്ഞിട്ട് എടുത്ത് ഇവിടെ താഴെ ചെന്നിട്ട് സേവ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കണ്ടോ താഴെ? എന്റെ കർസർ പോയിരിക്കുന്നത് അപ്ഗ്രേഡ് ചാർട്ട് പ്രോഡക്ട്സ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ടത് ഫ്യൂച്ചറാ. അതിനകത്ത് നിങ്ങൾ ലോഗിൻ ചെയ്യുക. സൈനിങ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. സൈൻ ഇൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. സൈൻ ഇൻ ചെയ്ത് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാല് ചാർട്ട് വന്നു. ഇവിടെ താഴെ സേവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ? കിട്ടിയോ? അഡ്വാൻസ് ടെക്നിക്കൽ ഓപ്ഷൻ ട്രേഡിംഗ് അതാണോ? അതൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ചാർട്ടിനകത്ത് വന്നോ? നിഫ്റ്റി എന്ന് പറഞ്ഞുള്ള ചാർട്ടിനകത്ത് വന്നോ? ഇല്ല, ഇപ്പൊ ഫസ്റ്റ് പേജ് ഇരിക്കും. അപ്പൊ ചാർട്ട്സ് എന്ന് പറഞ്ഞുണ്ട്. അതിനകത്ത് നമ്മുടെ 300 പേര് കാണിക്കുന്നുണ്ട്. ചാർട്ട്സിലേക്ക് പോ, പ്രൊഡക്റ്റ് ചാർട്ട്സിലേക്ക് പോ. പ്രൊഫൈലിങ്ങോ? ആ ചാർട്ട്സിലേക്ക് പോകുമ്പോ ചാർട്ട്സിൽ നിന്ന് നിങ്ങൾക്ക് ഈ ചാർട്ടിൽ വരുമല്ലോ. റിൻഷാദ് ഇൻഡെക്സ്, സോണി ഇൻഡെക്സ്, ജോബി സ്റ്റോക്ക് അങ്ങനെ കൊടുത്തിരിക്കുന്നു. അത് വന്നോ? അതിനകത്ത് റിൻഷാദ് ഇൻഡെക്സ് ഓപ്പൺ ചെയ്തു. റിൻഷാദ് ഇൻഡെക്സ് ക്ലിക്ക് ചെയ്യും. ഇപ്പൊ ഞാൻ ഓരോരുത്തർക്കും ഒരു ലേ ഔട്ട് സെറ്റ് ചെയ്തിട്ടേക്കും. അപ്പൊ ആരും മറ്റൊരാളുടെ ലേ ഔട്ടിൽ കയറി മോഡിഫൈ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ഇട്ടതാ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഈ സൈഡില് ഇത് നിങ്ങൾക്ക് രാവിലെ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ പേരിലുള്ളത് ഓപ്പൺ ചെയ്യുക ആ ചാർട്ട്. ഓക്കെ, ആ ചാർട്ട് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ആ ലേ ഔട്ട്. നമ്മൾ 3 പേര് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇത് മിക്സ് ആവാതിരിക്കാൻ ഓരോരുത്തർക്ക് ഓരോ ലേ ഔട്ട് ഇട്ട് വെച്ചേക്കുന്നത്. ഓക്കെ, ഇനി ലേ ഔട്ടിനകത്ത് ഇൻഡിക്കേറ്റർ അത് ഇടുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ ലേ ഔട്ടിനകത്ത് എന്ത് വേണമെങ്കിലും മോഡിഫൈ ചെയ്യുക, അല്ലെങ്കിൽ വേറെ ന്യൂ ലേ ഔട്ട് ചെയ്തിട്ട് ചെയ്യുക. ഓക്കെ, മറ്റുള്ളവരുടെ ലേ ഔട്ടിൽ കയറി ഇത് ചെയ്യാതിരുന്നാൽ മതി, മോഡിഫൈ ചെയ്യാതിരുന്നാൽ മതി. കിട്ടില്ലേ? അപ്പൊ ഇവിടെ വന്നിട്ട് ലെഫ്റ്റ് സൈഡില് റൈറ്റ് സൈഡിൽ 2 ക്ലിക്ക് ഡോട്ട് ഉള്ള ലിസ്റ്റ്. എവിടെ? റൈറ്റ് സൈഡില് ടൂൾ ബാർസ് ഇല്ലേ? ടൂൾസ് എന്ന് പറഞ്ഞുള്ളതല്ലേ, അതിനകത്ത് 2 ബാർ കണ്ടില്ലേ? ഇവിടെ വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞ കാണിക്കുന്നത്. ലേസിന്റെ അപ്പുറത്താണോ? അതിന്റെ ആക്സസിന്റെ തൊട്ടപ്പുറത്ത് ഓപ്ഷൻ ചെയിൻ കണ്ടോ? ചെയിൻ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം കണ്ടോ? എന്റെ ഈ പേജ് എന്റെ ഓപ്പൺ ആയിരിക്കും. താഴെ പോയത് മാറ്റ്, റിൻഷാദ് എന്നുള്ള മാറ്റ്, സേവില് പോയിട്ട്.
ഇവിടെ താഴെ ക്ലിക്ക് ഈ ചെയ്തിട്ട് ചാർട്ടിൽ തന്നെ താഴെ കാണാം വീണറിന്റെ. താഴെ സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ലേ? സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇത് കണ്ടോ താഴെ? സേവ് ലോയി പ്രൊഫൈൽ ഓട്ടോ ഇതൊക്കെയല്ലേ ഉള്ളൂ. ലെഫ്റ്റ് സൈഡ് താഴെ ലെഫ്റ്റ് സൈഡില് സേവ് നിങ്ങളിപ്പോ ഓക്കെ, റിൻഷാദ് സേവ് ഇൻഡെക്സ് ഉണ്ട്. ആ അതെ അതില് റിൻഷാദ് ഇൻഡെക്സ് ക്ലിക്ക് ചെയ്യും. ഓക്കെ. ആ അപ്പൊ ചാർട്ട് മാറിയില്ലേ? ഇല്ല, ചാർട്ട് കിട്ടിയില്ലേ? മാറില്ല, അതന്നെ ഇരിക്കുന്നത്. ഇല്ല, മാറിയിട്ടില്ല, അങ്ങനെ തന്നെ ഇരിക്കുന്നത്. അങ്ങനെയാണ് ഇരിക്കുന്നത്. ഉം. ഓ നിങ്ങളുടെ ചാർട്ട് ഇങ്ങനെ ആയിപ്പോയില്ലേ? ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. നിങ്ങളുടെ ചാർട്ട് സെറ്റ് ചെയ്യാം, നോ പ്രോബ്ലം. ഇതിൽ എന്റെ ചാർട്ടുകൾ ഒന്ന് നോക്കണേ. രാവിലെ കാണിച്ച ഒരു വ്യൂ അല്ല പിന്നെ ബാങ്ക് നിഫ്റ്റിക്ക് രാവിലെ ഞാൻ ഓപ്പൺ ആക്കി കഴിഞ്ഞപ്പോൾ ഉള്ള വ്യൂ അല്ല പിന്നെ കാണിച്ചത്. ഇതാണോ? എന്റെ പ്രൊഫൈലാണ് എടുത്തേക്കുന്നത്. ആ. അതില് ഇപ്പൊ ഇതൊക്കെ ഒന്ന് എടുത്ത് നോക്കിയേ, മിഡ് ക്യാപ് നിഫ്റ്റിയൊക്കെ അതില് രാവിലെ കാണിച്ച വ്യൂവിലെ അല്ല മിഡ് ക്യാപ് നിഫ്റ്റി. സെറ്റ് ചെയ്ത് തരാം, നോ പ്രോബ്ലം. അത് സെറ്റ് ചെയ്യാം. ഓക്കെ. സ്ക്രീനിൽ കാണിച്ചിരുന്ന എങ്ങനെ ഞാൻ കാണിച്ചു തരാം ഇപ്പോഴേ. ഒരു മിനിറ്റ്. ഇല്ല, ഞാനെല്ലാം സെറ്റ് ചെയ്യാം, നോ പ്രോബ്ലം. ഓക്കെ ഓക്കെ. അപ്പൊ ഇതാണ് ഒരു ബ്ലാങ്ക് ചാർട്ടാണ്. ഇപ്പൊ ഇതിനകത്ത് ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം ഇപ്പൊ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്യാൻഡിൽസും വോളിയും മാത്രമേ രണ്ടെണ്ണേ കാണത്തുള്ളൂ ഇവിടെ. ഓക്കെ, ക്ലിയർ അല്ലേ ബ്രോ? ഓക്കെ, അപ്പൊ ഇതിപ്പോ ഞാൻ വീണ്ടും ഒന്നുകൂടെ ഇത് ചെയ്യണോ? ആ നിങ്ങളുടെ പ്രൊഫൈൽ എടുത്തോ, ഓൺ ചെയ്, അത് ലോഡ് ചെയ്യും. എന്നിട്ട് അതിനകത്തെല്ലാം ഡിലീറ്റ് ചെയ്തോളാം. ഡിലീറ്റ് ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഈ ആരെ ക്ലിക്ക് ചെയ്താല് താഴോട്ട് വരും. ഇവിടെ ഡിലീറ്റിന്റെ ബട്ടൺ ഉണ്ട്, ആ ബട്ടൺ കൊടുത്ത് ഡിലീറ്റ് ചെയ്താൽ മതി. പിവറ്റ് പോയിന്റ് ഒക്കെ ഡിലീറ്റ് ചെയ്യാനാണോ? ആ എല്ലാം ഡിലീറ്റ് ചെയ്ത് തരാം. ഇപ്പൊ ക്യാൻഡിലും വോളിയും മാത്രമേ ഉള്ളൂ. ഓക്കെ, നല്ല വോളി അല്ലുള്ളൂ. ഇതാണ് എന്റെ ഡിഫോൾട്ട് ലേഔട്ട്. ഓക്കെ, വോളി താഴെ കാണുന്നതാണ് ട്രേഡിംഗ് വ്യൂവിൽ കാണിക്കുന്ന കാര്യം. ഇത് വേണമെങ്കിൽ നമുക്ക് ഹൈഡ് ചെയ്യാം. ഇവിടെ ഇങ്ങനെ ഈ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ് ആവും. നമ്മൾ മെയിൻ ആയിട്ട് ക്യാൻഡിൽ സ്റ്റിക്സ് വെച്ചിട്ടാണ് ചാർട്ട് എടുക്കുന്നത്. പിന്നെ അഡ്വാൻസ് ലെവലിലേക്ക് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതാണ് ഒരു ബേസിക് ലേഔട്ട്. ഇനി ഇതിനകത്ത് റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതിന്റെ സ്പോട്ടും ഫ്യൂച്ചറും കൊടുത്തിട്ടുണ്ട്. സ്പോട്ട് ഞാൻ നേരത്തെ പറഞ്ഞാൽ വർക്ക് ചെയ്യത്തില്ല. സ്പോട്ട് എടുത്തിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ വോളിയം കിട്ടത്തില്ല. ഓർഡർ ഫ്ലോ ഒക്കെ നോക്കുന്ന വോളിയം കിട്ടത്തില്ല. ജസ്റ്റ് പ്രൈസ് ആക്ഷൻ മാത്രമേ കാണാവുന്നേ ഉള്ളൂ. ഫ്യൂച്ചർ ആണ് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഫ്യൂച്ചറിന്റെ ലെവൽസ് ഈ 1 എന്ന് പറയുന്ന ഫസ്റ്റ് മന്ത് ഫ്യൂച്ചർ. ഇപ്പൊ 2 എന്ന് പറയുമ്പോൾ അത് എടുക്കുന്ന നിഫ്റ്റി നിങ്ങളിപ്പോ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന വെച്ചോ. ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് നിഫ്റ്റിയില് നിഫ്റ്റി 50 എന്ന് പറയുന്നത് സ്പോട്ട്. അത് ജസ്റ്റ് റൈറ്റ് സൈഡിലെ രണ്ട് ടൂൾസ് ഒന്നും അത് രണ്ട് ബാർ കണ്ട. ടൂൾസിനകത്ത് 2 ബാർ. ഓക്കെ, വാച്ച് ലിസ്റ്റ്. ഓക്കെ, അപ്പൊ നിഫ്റ്റിയിൽ വന്നു കഴിഞ്ഞാൽ നിഫ്റ്റി സ്പോട്ടിന്റെ പ്രൈസ് ആദ്യം കാണിക്കുന്നത്, പിന്നെ നിഫ്റ്റി ഫ്യൂച്ചർ, നിഫ്റ്റി ഓപ്ഷൻസ്. നിങ്ങൾ നിഫ്റ്റി ഫ്യൂച്ചർ ആണ് വാച്ച് ചെയ്യണമെങ്കിൽ നിഫ്റ്റി ഫ്യൂച്ചർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് മന്ത് കോൺട്രാക്ട്, സെക്കൻഡ് മന്ത് കോൺട്രാക്ട്, തേർഡ് മന്ത് കോൺട്രാക്ട്, 3 മന്ത് കോൺട്രാക്ടിന്റെ ചാർട്ട് നിങ്ങൾക്ക് ലോഡ് ചെയ്യാൻ പറ്റും. അല്ല നിങ്ങൾ ഓപ്ഷൻ ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നിഫ്റ്റിന്ന് കൊടുക്കുക. ഓപ്ഷന്റെ ചാർട്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നിഫ്റ്റി ഓപ്ഷൻസ് കൊടുക്കുക. അപ്പോൾ ഓപ്ഷൻസിലേക്ക്, ഓപ്ഷൻ ചെയിനിലേക്കാണ് പോകുന്നത്. നിങ്ങൾക്ക് ഡയറക്റ്റ് സിയുടെ ചാർട്ടോ പിയുടെ ചാർട്ടോ നിങ്ങൾക്ക് ഡയറക്റ്റ് എടുത്ത് മോണിറ്റർ ചെയ്യാം. എനിക്കത് അത് ബ്രോക്കർ സൈറ്റിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ട്രേഡിംഗ് വ്യൂവിൽ ഓപ്ഷൻ ഇല്ലെന്ന് തോന്നുന്നു. ഓപ്ഷൻ സിയും പിയും ഇല്ല. ഇവിടെ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ സ്ട്രൈക്കിലുള്ള വോളിയം, നമുക്ക് സ്ട്രൈക്കിലുള്ള മൂവ്മെന്റുകളും അതിന്റെ പ്രൊഫൈലുകളും നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പൊ ഓപ്ഷൻ ചെയിനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റി ഇവിടെ ഞാൻ വീണ്ടും പുറോട്ട് പോവാം. ഇപ്പൊ നിഫ്റ്റി അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഏത് ടൈപ്പ് ചെയ്താലും നിങ്ങൾ ബാങ്ക് നിഫ്റ്റി കൊടുക്കണം. ബാങ്ക് നിഫ്റ്റിന്ന് ഇത്രയും ടൈപ്പ് ചെയ്യുമ്പോഴേ വരും. അപ്പൊ ഓപ്ഷൻ ചാർട്ട് എടുക്കുന്നെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻസിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഓപ്ഷൻ ചെയിൻ ലോഡ് ആവും. ഇതാണ് ഓപ്ഷൻ ചെയിന്. ഇതിനകത്ത് ഇത് സി, ഇത് പി, അതൊക്കെ അറിയാമല്ലോ. എനിക്കൊന്ന് സോണിക്ക് പരിചയം ഉണ്ടെന്ന് പറഞ്ഞ സിയും പിയും ഉണ്ട്. അപ്പൊ ഈ മുകളിലുള്ളത് ഇൻ ദ മണി, ഈ കളേർഡ് ആയിട്ടുള്ളത് ഇൻ ദ മണി കോൾ ഓപ്ഷന്. ഇത്
ഈ കളറായിട്ട് യെല്ലോ കളറായിട്ടുള്ളത് പുട്ട് ഓപ്ഷന്റെ ഇൻ ദ മണി. അപ്പൊ ഇത് ഔട്ട് ഓഫ് ദ മണിയാണ്, ഇത് അറ്റ് ദ മണിയാണ്. ഓക്കെ, അപ്പോ ഇപ്പൊ നമുക്ക് സി ചാർട്ടാണ് എടുക്കുന്നതെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ട്രൈക്കിന്റെ സി ചാർട്ട് നമുക്ക് ലോഡ് ചെയ്ത് കിട്ടും. നമുക്ക് കൃത്യമായിട്ട് ആ പ്രീമിയം പ്രൈസിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ട്രേഡ് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രോക്കർ ചാർട്ടിൽ പോയാൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഇതിനകത്ത് വോളിയം എല്ലാം നമുക്ക് അറിയാൻ പറ്റും. അപ്പം ഇത് ഒരു ഓപ്ഷൻ. ഇനി നിങ്ങൾക്ക് ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഫ്യൂച്ചറോട് മോണിറ്റർ ചെയ്യണമെങ്കിൽ ഇവിടെ സ്പ്ലിറ്റ് സ്ക്രീൻ ഉണ്ട്. ഇവിടെ താഴെ ലെഫ്റ്റ് സൈഡിൽ താഴത്തെ കോർണറിൽ സ്പ്ലിറ്റ് സ്ക്രീൻ ഉണ്ട്. സ്പ്ലിറ്റ് സ്ക്രീനിൽ നിങ്ങൾക്ക് ഹൊറിസോണ്ടലായിട്ട് വെർട്ടിക്കലായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. എന്നിട്ട് ആ സ്ക്രീൻ സ്പ്ലിറ്റായ സ്ക്രീനിൽ ചെന്നിട്ട് ബാങ്ക് നിഫ്റ്റി തന്നെ നിങ്ങൾ ഫ്യൂച്ചറോടെ പാരലായിട്ട് മോണിറ്റർ ചെയ്യണമെങ്കിൽ ഫ്യൂച്ചർ എടുക്കുക. അപ്പോൾ ഫ്യൂച്ചറിലെ മൂവ്മെന്റ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഒരെണ്ണത്തില് ഒരെണ്ണം സ്ട്രൈക്ക് പോയി, എന്റെ ഫ്യൂച്ചറായി സിങ്ക്രണൈസ് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, സിങ്ക്രണൈസേഷൻ എടുത്തു കളയട്ടെ. സിങ്ക്രണൈസ് ടൈംസ് ഓഫ് സിംബൽസ് ഇന്റർവൽസ് ചാർട്ട് ടൈപ്പ്. ഓക്കെ, ഇനി വരത്തില്ല. ഓക്കെ, അപ്പൊ ഇവിടെ ബാങ്ക് നിഫ്റ്റി ഒന്ന് നമുക്ക് ഓപ്ഷൻ ആണ് വേണ്ടത്. നിഫ്റ്റിയുടെ ഇത് ഓപ്ഷൻ ചാർട്ട് വന്നു, ഈ സൈഡിൽ നിങ്ങൾക്ക് ഫ്യൂച്ചർ ചാർട്ട് വന്നു. ഇപ്പൊ നിങ്ങൾക്ക് രണ്ടും ഒരുമിച്ച് മോണിറ്റർ ചെയ്യാം. വോളിയം ഈ താഴത്തെ വോളിയം നമുക്ക് അത്ര യൂസ്ഫുൾ ഉള്ള വോളിയം അല്ല ഇതിനകത്ത്, ഗോചാർട്ടിനകത്ത്, അതുകൊണ്ട് അത് കട്ട് ചെയ്ത് തരാം. അപ്പൊ ഇങ്ങനെയാണ് ചാർട്ട് എടുക്കുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല ഇല്ല. ലെഫ്റ്റ് സൈഡ് താഴെ ബ്രോക്കറിന്റെ താഴെയോ? അല്ല, ലെഫ്റ്റ് സൈഡ് കോർണർ. ഈ ലെഫ്റ്റ് സൈഡ് കോർണർ ഞാൻ ഇവിടെ മൗസ് വെച്ചേക്കുന്ന കണ്ടില്ലേ? നിങ്ങൾക്ക് സ്ക്രീൻ കാണാമല്ലോ. എന്റെ മൗസ് കണ്ടില്ലേ? സ്വിറ്റ് ചെയ്യുന്ന കണ്ടില്ലേ? ഏത് ഷേപ്പ് സ്വിറ്റ് ചെയ്യാം, 3ആയിട്ടോ 4ആയിട്ടോ. ഇതിനകത്ത് സിങ്ക്രണൈസേഷൻ എടുത്ത് കളഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ചാർട്ട് കിട്ടുന്ന തന്നെ മറ്റേ ചാർട്ടിലേക്ക് കോപ്പി ആവും. അതുകൊണ്ടാണ് ഞാൻ സിങ്ക്രണൈസേഷൻ എടുത്തത്. സിങ്ക്രണൈസേഷൻ ഞാൻ ടൈമും കർസറും മാത്രമാണ് എടുത്തു വെച്ചേക്കുന്നത്. ടൈമും വേണം നിങ്ങൾ മാറ്റിക്കും. ഇവിടെ 5 മിനിറ്റ് ഇടുക, നിങ്ങൾക്ക് ഇവിടെ 1 മിനിറ്റ് ഇട്ട് നോക്കാം. അല്ലെങ്കിൽ തന്നെ രണ്ടിന്റെ 1 മിനിറ്റ് 5 മിനിറ്റ് അങ്ങോട്ട് നോക്കാം. കർസർ മാത്രം ഞാൻ സിങ്ക്രണൈസേഷൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്തെങ്കിലും മെഷർമെന്റ് ഒക്കെ ആവശ്യമുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾക്ക് 4 ചാർട്ട് വരെ ഇതിനകത്ത് ഒറ്റയടി കാണാൻ പറ്റും. ഓക്കെ, ഇത് ഒരു വിൻഡോയിൽ നിങ്ങൾക്ക് ഇതുപോലെ 3 വിൻഡോ ഓപ്പൺ ചെയ്യാം ഗോ ചാർട്ടിങ്ങിന്റെ. ഓക്കെ, അത് ക്ലിയർ ആയല്ലോ? ഇപ്പൊ ചാർട്ട് എടുക്കുന്നത് ക്ലിയർ ആയല്ലോ അല്ലേ? ക്ലിയർ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് ജനറലായിട്ട് ടൈം ഇന്റർവൽ ഇവിടെ ആണ്. 1 മിനിറ്റ്, 3 മിനിറ്റ്, 5 മിനിറ്റ്, 15 മിനിറ്റ് ഡെയിലി. ഇനി നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ഇന്റർവൽ വേണമെങ്കിൽ സേവ് ചെയ്യാൻ പറ്റത്തില്ല, അന്നേരം വ്യൂ ചെയ്യാൻ പറ്റും. 9 മിനിറ്റ് വേണമെങ്കിൽ 9 മിനിറ്റിന്റെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 9 മിനിറ്റിന്റെ കസ്റ്റം ചെയ്യാൻ പറ്റും. അല്ലെ 12 മിനിറ്റിന്റെ ഇൻഡെക്സ് ഒക്കെ ചെയ്യുന്നവർ 9 മിനിറ്റ്, 12 മിനിറ്റ്, 21 മിനിറ്റ് ഒക്കെ നോക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടുന്ന് കസ്റ്റം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടും. അപ്പോൾ ഇവിടെ ഡിഫോൾട്ട് ആയിട്ട് 1 മിനിറ്റ്, 3 മിനിറ്റ്, 5 മിനിറ്റ്, 15 മിനിറ്റ് ഓൺ ഡേ ഡിഫോൾട്ട് ആയിട്ട് ഇവിടെ കിട്ടും. ഓക്കെ, ഇത്രയാണ് ഇവിടെ. ഈ ലെഫ്റ്റ് സൈഡിലെ കോർണറിൽ കാണുന്നതാണ് ഡ്രോയിങ് ടൂൾസ്. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും വരയ്ക്കാനുണ്ടെങ്കിൽ ഡ്രോയിങ് ടൂൾസിൽ പോയി ലൈൻസ് മെഷർമെന്റ് എടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നീ ഫേവറേറ്റ് കൊടുത്തിടാം, അപ്പൊ ഇവിടെ ഷോർട്ട് കട്ട് വരും. ഇല്ലെങ്കിൽ ഡയറക്റ്റ് എടുക്കുക. ട്രേഡിംഗ് വ്യൂവിൽ ഉള്ള മാതിരി തന്നെ പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യുന്ന ഇവിടെ അത്യാവശ്യം ഡിഫോൾട്ട് പാറ്റേൺസ് ഉണ്ട്. ABCD, സൈഫറും ഒക്കെ. ഇതൊക്കെ അഡ്വാൻസ്ഡ് ട്രേഡിംഗ് ചെയ്യുന്നവരാ. ഞാനൊന്നും യൂസ് ചെയ്യാറില്ല. ഇതിനകത്ത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രേഡിംഗിനകത്തുള്ള എല്ലാ സാധനങ്ങളും ഡിഫോൾട്ട് പാറ്റേൺസ് എല്ലാം ഉണ്ട്. പിന്നെ ആരോസ് അത് ഇത് കൊടുക്കാൻ ഡ്രോയിങ് ടൂൾസ് എല്ലാം ഇവിടെ ഉണ്ട്. റെക്ടാങ്കിൾ, ഡയഗണൽ, റിഗ്രഷൻ ചാനൽ. നിങ്ങൾ ഇതെല്ലാം ലൈക്സ് കൊടുത്തു കഴിഞ്ഞാൽ, ഫേവറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വന്നിരിക്കും. അത് വന്നിട്ട് ഫേവറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ലിസ്റ്റ് ചെയ്യും. ഓക്കെ, ഇമോജീസ്, സ്റ്റിക്കേഴ്സ്, ഐക്കോൺസ്, ഇതൊക്കെയാണ് ഈ സൈഡിലുള്ള ഡ്രോയിങ് ടൂളിനകത്ത് വരുന്നത്. ഇതിനകത്ത് ഫിബൊനാച്ചി റിട്രേസ്മെന്റിന്റെ
ഡയറക്റ്റ് നിങ്ങൾക്ക് ഫിബൊനാച്ചി എടുത്ത് വരയ്ക്കണമെങ്കിൽ എടുത്ത് വരയ്ക്കാം. ഇത് ഡ്രോയിങ് മോഡ് ഓണും ഓഫും ചെയ്ത് വെക്കാം. ലോക്ക് ചെയ്താൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് ചാർട്ട് ലേഔട്ട് ലോക്ക് ചെയ്യാനാ. ഇത് ചാർട്ടിൽ എന്തെങ്കിലും ഡ്രോയിങ്സോ ലേഔട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈഡ് ചെയ്തിട്ട് നോക്കാനുള്ള. ഇതൊക്കെ ട്രേഡിംഗ് വ്യൂവിനകത്തുള്ള, എനിക്ക് പക്ഷെ അത് ഉപയോഗിക്കുന്നതായിട്ട് അറിയായിരിക്കുമല്ലോ ഇതൊക്കെ. ഇത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, ഡ്രോയിങ്സ് ആയാലും ഇൻഡിക്കേറ്റേഴ്സ് ആയാലും ഒന്ന് ഡിലീറ്റ് ചെയ്യാനുള്ള. ഇത് സ്കെയിലാണ്. ഇതും നമ്മുടെ ഇതിനകത്തുള്ളതാണ്. ചാർട്ടിന്റെ ഒക്കെ പോയിന്റ്സ്, എത്ര പോയിന്റ്സ് മൂവ് ചെയ്യുന്ന മെഷറാണ്, സ്കെയിലാണ്. ഇത് എന്റെ ഡ്രോയിങ്സ് മാനേജ് ചെയ്യുന്നത് എനിക്കറിയില്ല, ഞാൻ അത് യൂസ് ചെയ്യാറില്ല. ഇനി ഇവിടെ സ്റ്റഡി എന്ന് പറഞ്ഞതിനകത്താണ് ഇതിനകത്തുള്ള ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം ലോഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഡയറക്റ്റ് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ബ്രൗസ് ചെയ്യുന്ന മാതിരി ചെയ്യാൻ പറ്റില്ല. ഇതിനകത്ത് സ്റ്റഡിയിൽ വന്ന് ക്ലിക്ക് ചെയ്യുക. അത് നമുക്ക് വേണേൽ ഫേവറേറ്റ് ഇട്ട് വെക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എടുക്കാം. ഈ ചാർട്ട് ടൈപ്പിൽ നോക്കുകയാണെങ്കിൽ ഏരിയ ചാർട്ട് ഉണ്ട്, ലൈൻ ചാർട്ട് ഉണ്ട്, ക്യാൻഡിൽ സ്റ്റിക് ചാർട്ട് ഉണ്ട്, ഹോളോ ക്യാൻഡിൽ ഉണ്ട്. ഇതെല്ലാം മറ്റേനകത്തുള്ളതാ. OHLC ഉണ്ട്, OHLC അതിനകത്തുള്ളതാ. ഹൈക്കനാഷി ഉണ്ട്, ലൈൻ ബ്രേക്ക് ചാർട്ട് ഉണ്ട്. ഇതും ട്രേഡിംഗിനകത്തുള്ള റെങ്കോ ചാർട്ട് ഉണ്ട്. ട്രേഡിംഗ് റെങ്കോ പ്രീമിയത്തിൽ മാത്രമേ ഉള്ളൂ, അതിൽ പ്രോയിലും എസെൻഷ്യലും ഒന്നുമില്ല. ഉണ്ട് 1 ഡേയിലേ കിട്ടത്തുള്ളൂ. ഇത് റെങ്കോ നമുക്ക് ഏത് മിനിറ്റിൽ വേണമെങ്കിലും നോക്കാം. കാർഗി ഉണ്ട്. ഇതൊക്കെ ഓരോ ടൈപ്സ് ഓഫ് ചാർട്ടാണ്. ഇതൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ടൈപ്പ് ചാർട്ടുകളൊക്കെയാണ്. എൽഡർ ഇമ്പൾസ്. ഇതിനകത്ത് പിന്നെ അഡീഷണൽ ആയിട്ട് ഇതിന്റെ ഒരു ഹൈലൈറ്റ് ചാർട്ടുകൾ എന്ന് പറയുന്നത് ഇംബാലൻസ് ചാർട്ടും ക്ലസ്റ്റർ ചാർട്ടുമാണ്. ഇംബാലൻസ് ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ പോയി കൊടുക്കുക ചാർട്ട്. ലെവലോടെ പോയി കിടക്കാന്ന്. ഓക്കെ, ഇനി ഇംബാലൻസ് ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തെ ബിഡ് ആൻഡ് ഓസ്ക് വോളിയൂംസ് ആണ് നമുക്ക് ഇംബാലൻസ് ചാർട്ടിൽ കാണുന്നത്. എനിക്കൊന്ന് ട്രേഡിംഗ് ടൈമിൽ മാത്രമേ ഇത് വർക്ക്ഔട്ട് ആവത്തുള്ളൂ തോന്നുന്നു. ഇപ്പോൾ ഉള്ള വേറെ എന്തുണ്ട്? ഒന്നുമില്ല, ഇതിനകത്ത് കമ്മോഡിറ്റി ഇല്ല. ഓക്കെ, അത് ട്രേഡിങ് ടൈം അല്ലാത്തതുകൊണ്ടാന്ന് തോന്നുന്നു കിട്ടാത്തത്. ഇത് വരണ്ടാണ്. നോക്കാം, നമുക്ക് ഇപ്പൊ ക്യാൻഡിൽ സ്റ്റിക്സ് തന്നെ നമ്മൾ ഇപ്പൊ ഇടുവാണ്. ഓക്കെ, 50 ഡേ ചാർട്ട് കിടന്ന്. ഓക്കെ, ഇതിനകത്ത് 2 ചാർട്ട് അഡീഷണൽ ആയിട്ട് ഉള്ള ട്രേഡിംഗ് വ്യൂവിനെ അപേക്ഷിച്ച് നമുക്ക്
യൂസ് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് ഇംബാലൻസ് ചാർട്ട്. ഇംബാലൻസ് ചാർട്ടിനകത്ത് നമുക്ക് സെല്ലേഴ്സിന്റെ വോളിയം ബയേഴ്സിന്റെ വോളിയം അറിയാൻ പറ്റും. ഇപ്പൊ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏത് ലോട്ടിലാണ് എത്രയൊക്കെ ഓർഡേഴ്സ് വന്നിട്ടുണ്ട്. ഇപ്പൊ സെൽ വോളിയം, ഇത് സെൽ ഓർഡേഴ്സ് ആണ്, ഇത് ബൈ ഓർഡേഴ്സ് ആണ്. നമ്മളിപ്പോ നമ്മുടെ ആപ്ലിക്കേഷൻ തോന്നുന്നു ബിഡ് ആസ്ക് എന്ന് പറഞ്ഞ് കാണിക്കത്തില്ലേ, അത് നമുക്ക് ഡയറക്റ്റ് ഇവിടെ കാണിക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ 5 മിനിറ്റ് ഒരു ചാർട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ ട്രേഡിംഗ് വ്യൂവിൽ ചാർട്ടിന്റെ കളർ ചിലപ്പം ഗ്രീൻ ആയിരിക്കും ഈ കളർ. പക്ഷെ ആ ചാർട്ട് കംപ്ലീറ്റ് ആയ കഴിഞ്ഞ് മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ആ ചാർട്ട് എങ്ങോട്ടാണ് മാർക്കറ്റ് പോകുന്നത്. പക്ഷെ ഇതിനകത്ത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും എത്ര ബയേഴ്സ് സെല്ലേഴ്സും വരുന്നുണ്ട്. ഈ ചാർട്ടിനകത്ത് പെട്ടെന്നൊരു വോളിയം കയറി വരുവാണെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്യാം. നമ്മൾ മറ്റേടത്ത് ചാർട്ടിന്റെ കളർ കണ്ടിട്ട് എക്സിറ്റ് ആവേണ്ട കാര്യമില്ല. ഇതിനകത്ത് നോക്കും നമുക്ക് വോളിയം വരുന്നുണ്ടോ ഇല്ലയോ നമുക്ക് അറിയാൻ പറ്റും. ഈ വോളിയം നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ എക്സിറ്റ് ആവും. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് നമുക്ക് വരുന്നതെങ്കിൽ നമുക്ക് അന്നേരം എക്സിറ്റ് ആവാം. അപ്പോൾ മറ്റേത് ചാർട്ട് കംപ്ലീറ്റ് ക്യാൻഡിൽ കംപ്ലീറ്റ് ആവുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അതുപോലെ എൻട്രി എടുക്കുമ്പോഴും പുതിയൊരു എൻട്രി എടുക്കുമ്പോഴും നിങ്ങൾക്ക് ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് വോളിയം നോക്കിയിട്ട് നിങ്ങൾക്ക് മുന്നേ എൻട്രി എടുക്കാം. ഇല്ലെങ്കിൽ ട്രേഡിംഗ് വ്യൂവിൽ നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് ആ ക്യാൻഡിൽ കംപ്ലീറ്റ് ആയിട്ട് അടുത്ത ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ താഴെ സ്റ്റോപ്പ് ലോസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എൻട്രി ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ആ കുറച്ച് ടൈം ആ ഒരു ട്രേഡ് നമുക്ക് ആ പോയിന്റ് നമുക്ക് മിസ്സാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടുന്ന് നമുക്ക് ഒരു ഐഡിയ കിട്ടും മാർക്കറ്റ് ഒരു ദശ എങ്ങോട്ടാണ്, എത്ര വോളിയം വരുന്നുണ്ട്, ബയേഴ്സ് ആണോ കൂടുതൽ സെല്ലേഴ്സ് ആണോ കൂടുതൽ, ഇത് വെച്ചിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഇതേ സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഫുട് പ്രിന്റ് ചാർട്ടിലും. ഫുട് പ്രിന്റ് ചാർട്ടിലായാലും ഇത് ബൈ വോളിയം സെൽ വോളിയം ആണ് കാണിക്കുന്നത്. ഇംബാലൻസ് ചാർട്ടിലും കുറച്ചുകൂടെ ഡേറ്റാസ് കൊടുക്കുന്നുണ്ട്. അതിന്റെ ഡിഫറൻസ് ക്യുമുലേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലർ വോളിയം മൈനസ് ബയർ വോളിയം ആണ്. അപ്പൊ ആരാണ് കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ പോസിറ്റീവ് ആണ് മാർക്കറ്റ് അപ് സൈഡിലേക്ക് പോകും. ഇപ്പൊ കണ്ടില്ല ഇവിടെ 900 8K വന്നപ്പോൾ മാർക്കറ്റ് അപ്പ് പോയി. 8K ഡെൽറ്റ മൈനസ് 11K വന്നപ്പോൾ മാർക്കറ്റ് ഡൗൺ വന്നു. -25 വന്നപ്പോൾ മൈനസ് മാർക്കറ്റ് ഡൗൺ. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ സെല്ലേഴ്സ് ഡിഫറൻസ് ബയേഴ്സിന്റെ വോളിയം ആണ്. അപ്പൊ ഈ ഡെൽറ്റ നോക്കിയിട്ട് നമുക്ക് മാർക്കറ്റിന്റെ മൂവ്മെന്റ് അറിയാനും പറ്റും. അപ്പൊ ഇതാണ് ഇതിനകത്തുള്ള അഡീഷണൽ 2 ചാർട്ടുകൾ. ഇത് നിങ്ങൾ ആവശ്യമുള്ളപ്പം നിങ്ങൾക്ക് ക്രൂഷ്യലായിട്ട് നോക്കാൻ എക്സിറ്റ് എൻട്രി എക്സിറ്റ് ഒക്കെ ടൈമിൽ ക്രൂഷ്യലായിട്ട് നോക്കാൻ ടൈമിൽ മാത്രം എടുത്ത് നോക്കിയാൽ മതി. ഇത് ഡയറക്റ്റ് തിരിച്ച് ഇട്ട് കഴിഞ്ഞ് ക്യാൻഡിൽ സ്റ്റിക്സിലേക്ക് പോവുകയും ചെയ്യും. ഓക്കെ, മനസ്സിലായല്ലേ? ഇതിന് വേറെ വോളിയം പ്രൊഫൈൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ക്ലിയർ ആയത്? ഓക്കെ ക്ലിയർ. ക്ലിയർ ആയി. എനിക്കത് മനീഷ് ഇത് പറഞ്ഞു തരത്തില്ല. മനീഷിന് ഇത് അത്ര പിടിയില്ലാത്ത സംഭവം. ചേട്ടാ ഇംബാലൻസ് ചാർട്ടും ക്ലസ്റ്റർ ചാർട്ടും. ഓക്കെ ഓക്കെ. ഇംബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിലുള്ള ബയേഴ്സും സെല്ലേഴ്സിന്റെ ബാലൻസ് ഇംബാലൻസ് ആണ് കാണിക്കുന്നത്, ഡിഫറൻസ് ആണ്. ഇത് പറഞ്ഞാൽ ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ എത്ര ഓർഡേഴ്സ് അക്യുമുലേറ്റ് ചെയ്യുന്നതാണ്. അത് നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് പഠിക്കണമെങ്കിൽ മാത്രമേ ഇതിനകത്ത് പോയാൽ മതി. അല്ലാതെ മിനിമം ട്രേഡ് എടുക്കാൻ മിനിമം നോളജ് മതി. ഒരുപാട് എടുത്തു കഴിഞ്ഞാലും പിന്നെ കൺഫ്യൂഷൻ, ഒരിക്കലും ട്രേഡ് എടുക്കാൻ പറ്റില്ല. ഒരുപാട് പഠിച്ചു കഴിഞ്ഞാൽ പേടി കൂടും. ഓക്കെ. അപ്പൊ ഇതിനകത്ത് ഇനി ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ ക്യാൻഡിൽസ്റ്റിക്സ് ഇടാം. ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇൻഡിക്കേറ്റേഴ്സിന് അവര് ക്യാൻഡിൽസ്റ്റിക്സിന്റെ ഞാൻ പറഞ്ഞില്ലേ, ക്യാൻഡിൽസ്റ്റിക്സിന്റെ പാറ്റേൺ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ തന്നെ ഇട്ട് കൊടുക്കാം. ഡോജി വരുമ്പോൾ ഇത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. അതുകൊണ്ട് ഒന്നും ആവശ്യമില്ല ആക്ച്വലി. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഇതാണ് മൊമെന്റം എന്ന് പറഞ്ഞു കൊടുക്കുന്ന മൊമെന്റം ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഇത് സൈക്കോളജിക്കൽ ലൈൻ, ക്യൂ സ്റ്റിക്സ്, റാൻഡം വാക്ക്, ഇതൊക്കെ കുറെ ക്രിപ്റ്റോയിലും മറ്റേ ഫോറക്സിലും ഒക്കെ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഇതൊന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല മൊമെന്റ് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ. അതൊക്കെ ചെറിയ പോയിന്റ് അല്ലേ ട്രേഡ് എടുക്കുന്നത് ഫോറക്സിലൊക്കെ. നമുക്ക് ഇവിടെ ആവശ്യമുള്ള ഇൻഡിക്കേറ്റർ ഓർഡർ ഫ്ലോയിലുണ്ട്. ഓർഡർ ഫ്ലോ ആണ് അവരുടെ ഒരു ഹൈലൈറ്റഡ് ഐറ്റം. പിന്നെ മാർക്കറ്റ് പ്രൊഫൈലും. ഈ മാർക്കറ്റ് പ്രൊഫൈല് ക്ലിക്ക് ചെയ്യുക. മാർക്കറ്റ് പ്രൊഫൈല് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ ചാർട്ടിൽ മാർക്കറ്റ് പ്രൊഫൈല് ലെവൽസ് വരാൻ തുടങ്ങും. ഇനി മാർക്കറ്റ് പ്രൊഫൈൽ എങ്ങനെ സെറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സെറ്റിംഗ്സിൽ പോവുക. മാർക്കറ്റ് പ്രൊഫൈൽ ഇങ്ങനെയാണ് യൂഷ്വലി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതിന് സെറ്റിംഗ്സിൽ പോയിട്ട് ഇതിനകത്ത് ആവശ്യമില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമില്ലാത്ത ഈ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഡയമെൻഷണൽ ചാർട്ടാണ്. യൂഷ്വലി നമ്മുടെ ട്രേഡിംഗ് വ്യൂല് ചാർട്ടുകളൊക്കെ 2 ഡയമെൻഷനിലാണ്. നമുക്ക്
എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ എനിക്ക് പ്രൈസ് വോയിസ് ഉള്ള വിട്ടു, നെറ്റ്വർക്ക് ഇഷ്യൂ ആണെന്ന് അറിയത്തില്ല. വോയിസ് വിട്ടു. അപ്പൊ റെക്കോർഡിങ്ങിനകത്ത് വോയിസ് ക്ലിയർ ആയിരിക്കത്തില്ലേ? ക്ലിയർ ആയിരിക്കും. എനിക്ക് നിങ്ങൾ നെറ്റിന്റെ ഇഷ്യൂ എന്ന് തോന്നുന്നു. അപ്പോഴേ ഈ മാർക്കറ്റ് പ്രൊഫൈലിനകത്ത് 3 ഡയമെൻഷൻ എന്ന് പറയാൻ കാരണം ഇതിനകത്ത് നമുക്ക് 3 കാര്യങ്ങളാണ്. TPO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം, പ്രൈസ്, ഓപ്പർച്യൂണിറ്റി. ഈ 3 കാര്യങ്ങളാണ് ഇതിനകത്ത്. അതുകൊണ്ട് ഇത് 3 ഡയമെൻഷൻ എന്ന് പറയുന്നത്. മറ്റേത് നമുക്ക് ടൈമും പ്രൈസും മാത്രമേ ഉള്ളൂ നമ്മുടെ ട്രേഡിംഗ് വ്യൂവിൽ. ഈ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഓരോ ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് തരുന്നത്. അത് ഈ ഓപ്പർച്യൂണിറ്റിയുടെ ഓയിൽ വരുന്ന സംഭവങ്ങളാണിത്. അതായത് ഒരു ചാർട്ട് രാവിലെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറുകൾ ഫോം ചെയ്യും. അത് കഴിഞ്ഞിട്ട് ബി എന്ന് പറയുന്ന ബാറുകൾ നെക്സ്റ്റ് ഇപ്പൊ 5 മിനിറ്റ് 1 മിനിറ്റ് ആണെങ്കിൽ ആദ്യത്തെ 1 മിനിറ്റിലെ ക്യാൻഡിൽ ഫുൾ എ ആയിരിക്കും, രണ്ടാമത്തെ ഫുൾ ബി ആയിരിക്കും, മൂന്നാമത്തെ ഫുൾ സി ആയിരിക്കും. അങ്ങനെയാണ് ഇതിന്റെ ഈ ഓപ്പർച്യൂണിറ്റിന്റെ ലെറ്റേഴ്സ് മാർക്കറ്റ് പ്രൊഫൈല് ഫോം ചെയ്യുന്നത്. ഇപ്പൊ എന്നിട്ട് തിരിച്ച് ഈ പ്രൈസിലേക്ക് വരുവാണെങ്കിൽ ഇപ്പൊ രാവിലത്തെ ഈ പ്രൈസിലേക്ക് എയിലേക്ക്, എ എന്ന് പറയുന്നത് രാവിലത്തെ ഫസ്റ്റ് ക്യാൻഡിലാണ്, ഇപ്പൊ 3 മിനിറ്റ് അതിലേക്ക് അടുത്ത പ്രൈസിലേക്ക് വരുവാണെങ്കിൽ അത് ബി എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും, പിന്നെ സി എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും. വീണ്ടും ഈ പ്രൈസിലേക്ക് തിരിച്ചു വരുവാണെങ്കിൽ ഈ ലെറ്റേഴ്സ് വീണ്ടും ആ ലെവലിൽ വന്നിട്ട് റിപ്പീറ്റ് ചെയ്യും. അതാണ് ഇതിനകത്ത് ഇങ്ങനെ ഫോം ചെയ്യുന്നത്. ഇപ്പൊ ഇതിന്റെ സെൻട്രൽ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത ഏരിയ ആണ് ഈ പ്രൈസ്. ഇതാണ് യൂഷ്വലി പോയിന്റ് ഓഫ് കൺട്രോൾ അല്ലെ POC എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൊഫൈലിൽ. അപ്പൊ നമുക്ക് ഈ ലെറ്റേഴ്സ് ഒന്നും കണ്ട് കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. നമുക്ക് ഇതിന്റെ ലെവൽ മാത്രം മതി. ആ ലെവലിൽ മാത്രം കിട്ടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ ഓട്ടോ ഡെയിൽ എടുക്കുക, ഹൈഡ് ലെറ്റേഴ്സ് കൊടുത്തേക്കുക. സെക്ഷന് ഇതാണ്, ഈ പ്രൊഫൈലാണ് ഈ സെക്ഷൻ വരുന്നത്, അതും അങ്ങ് അവോയ്ഡ് ചെയ്തേക്കുക. ഓക്കെ, നമുക്ക് ഇതിന്റെ ഒരു കൗണ്ടും വേണ്ട, സ്റ്റാറ്റിസ്റ്റിക്സ് വേണമെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് കൊടുക്കാം. നിങ്ങൾ ഡീറ്റെയിൽ പതിയെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി. സിംഗിൾ പ്രിന്റ്, വോളിയം പ്രൊഫൈല് ഇതിനകത്ത് ആ പ്രൈസിന് യൂഷ്വലി നമ്മൾ ഇവിടെ കിട്ടുന്ന വോളിയം, ഈ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് എഗനസ്റ്റ് ടൈം ആണ്. ഈ സമയത്ത് എത്ര ബയേഴ്സും സെല്ലേഴ്സും വന്നിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത്. ഇത് ടൈമാണ്. പക്ഷെ നമുക്ക് ഏത് പ്രൈസിൽ എത്ര ബയേഴ്സും സെല്ലേഴ്സും വന്നിട്ടുണ്ടെന്ന് അറിയണമെങ്കിൽ നമുക്കത് വോളിയം പ്രൊഫൈൽ ഉണ്ടെങ്കിൽ മാത്രമേ അറിയാൻ പറ്റൂ. അതിൽ വോളിയം ഹൊറിസോണ്ടലായിട്ട് ടൈമിന് പ്ലോട്ട് ചെയ്താൽ മാത്രമേ ആ പർട്ടിക്കുലർ ടൈമിൽ ഇത്ര വോളിയം വന്നത്. എന്നാൽ മാത്രമല്ല ടൈം വെച്ചിട്ടല്ലല്ലോ FISും DIs ഒന്നും ബൈ ചെയ്യുന്നത്. അവര് പ്രൈസ് വെച്ചിട്ടാണ് ബൈ ചെയ്യുന്നത്. പ്രൈസിന് എഗനസ്റ്റ് നമുക്ക് വോളിയം ഏത് പ്രൈസിലാണ് ഏറ്റവും കൂടുതൽ വോളിയം വന്നിട്ടുള്ളതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ തിരിച്ച് മാർക്കറ്റ് ആ സൈഡിൽ വന്നിട്ട് വീണ്ടും ബൗൺസ് ബാക്ക് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ വോളിയം പ്രൊഫൈൽ എഗനസ്റ്റ് ടൈം എടുത്തത്. അപ്പൊ അത് വോളിയം പ്രൊഫൈൽ എന്ന് പറഞ്ഞ സാധനം ഡയറക്റ്റ് ഇടാം, അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൊഫൈലിൽ തന്നെ അതിനുള്ള ഓപ്ഷൻസും ഉണ്ട്. താഴെ തന്നെ ഇവിടെ മാർക്കറ്റ് പ്രൊഫൈൽ വോളിയം പ്രൊഫൈൽ ഇവിടെ ആക്ടിവേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വോളിയം കാണിക്കും. കണ്ടില്ലേ, മാർക്കറ്റ് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത ഏരിയ ആയിരിക്കും ഏറ്റവും കൂടുതൽ വോളിയം ഉള്ളത്. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ വോളിയം ഈ ഏരിയയിലാണ് വന്നിട്ടുള്ളത്. വേണ്ട, ഈ ഏരിയയിൽ വന്നപ്പോൾ കണ്ടോ മാർക്കറ്റ് പൊങ്ങിയതുണ്ട്, പറഞ്ഞുണ്ട്. ഈ ഏരിയയിലൊക്കെ വോളിയം കുറവാണ് ബേസിക്കലി. ഇത് എഗനസ്റ്റ് പ്രൈസ് ആണ് ഈ വോളിയം കാണിക്കുന്നത്. ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും നമുക്ക് ആവശ്യമുള്ള. ഇല്ലെങ്കിൽ നമുക്ക് ഈ പർട്ടിക്കുലർ പ്രൊഫൈലിന് എഗനസ്റ്റ് കഴിഞ്ഞു പോയതിനകത്താണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ട്രേഡിംഗ് വ്യൂവിനകത്ത് ഒരു ഓപ്ഷൻ ഉണ്ട് വോളിയം നോക്കാൻ വേണ്ടിയിട്ട്, ആങ്കേർഡ് വോളിയം എന്ന് പറഞ്ഞിട്ട്. അത് ട്രേഡിംഗ് വ്യൂവിനകത്തുണ്ട്, അതിട്ട് നോക്കിയാലും മതി. അത് പക്ഷെ കഴിഞ്ഞു പോയ ചാർട്ടിനകത്ത് അറിയാൻ പറ്റും. ഇത് നടന്നുകൊണ്ടിരിക്കുന്ന ചാർട്ടിനകത്ത് അറിയണമെങ്കിൽ ഇത് തന്നെയാണ് ബെസ്റ്റ് മെത്തേഡ്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ചാർട്ടിനകത്ത് വോളിയം ഇൻക്രീസ് ആവുന്നുണ്ടെങ്കിൽ ഏത് ലെവലിൽ ഇൻക്രീസ് ആവുന്നുണ്ടെന്ന് ഇവിടെ നോക്കിയാൽ വോളിയം പ്രൊഫൈൽ ഇട്ട് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പിന്നെ ഇതെല്ലാം കൂടെ തുടക്കക്കാരൊന്നും ഇതെല്ലാം കൊണ്ട് കൺഫ്യൂഷൻ ആക്കണ്ട. പിന്നെ നിങ്ങൾക്ക് ചാർട്ട് കാണാൻ പറ്റില്ല, അതാണ് പ്രശ്നം. ഞാൻ ജസ്റ്റ് പറഞ്ഞപ്പോ എല്ലാം ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ പുവർ ഹൈ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ലെവലുണ്ട്. നമുക്ക് മാർക്കറ്റ് പ്രൊഫൈൽ ഒരു ലെവലുണ്ടോ, അത് കഴിഞ്ഞിട്ട് ഒരു പുവർ ഹൈയും ഒരു പുവർ ലോയും ഉണ്ടാവും. അത് ഏത് സമയവും ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉള്ള ഏരിയ. പക്ഷെ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ശക്തമായിട്ടായിരിക്കും ബ്രേക്ക് ചെയ്യുന്നത്.
ഞാൻ കാണിച്ചു തരാം. ഇപ്പം മാർക്കറ്റ് സെറ്റ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ഇതിന്റെ 70% നമ്മുടെ ഫുൾ ഇന്നത്തെ മൂവ്മെന്റ്, മാർക്കറ്റിന്റെ ഫുൾ മൂവ്മെന്റിന്റെ 70% ആണ് മാർക്കറ്റ് പ്രൊഫൈലായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതായത് പ്രൈസ് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്ത സമയം. ആ 70% എങ്ങനെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് ആക്ച്വലി 65.33% ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 എന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചിട്ടുള്ള പറഞ്ഞത്. 1 സിഗ്മ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 65% ആണ്. 2 സിഗ്മ എന്ന് പറയുന്നത് 95% ആണ്. അപ്പോൾ യൂഷ്വലി മാർക്കറ്റ് സ്പെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1 സ്റ്റാൻഡേർഡ് ഡീവിയേഷനകത്തായിരിക്കും. നമ്മളിപ്പോ ഏതാണ് ബൊളിഞ്ചർ ബാൻഡ്, വേറെ ഇച്ചിമുക്ക് ഏതാണ്ടൊക്കെ അങ്ങനത്തെ ഉള്ള ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബേസ് ചെയ്തിട്ടാണ് അതിന്റെ അപ്പർ ബാൻഡ് ലോവർ ബാൻഡും ഒക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ അപ്പർ ബാൻഡ് നമുക്ക് കറക്റ്റ് അപ്പർ ബാൻഡ് ആണെങ്കിൽ മാർക്കറ്റ് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സിഗ്മ ആയിരിക്കും. +1 സിഗ്മ -1 സിഗ്മ. അത് ആ സിഗ്മ റേഞ്ചിലായിരിക്കും, 1 സിഗ്മ റേഞ്ചിലായിരിക്കും. അതാണ് 65% ആണ് അതിന്റെ ഒരു കാൽക്കുലേഷൻ. അത് വെച്ചിട്ടാണ് ഈ 70% ഇവിടെ എടുക്കുന്നത്. ഇവിടെ യൂഷ്വലി 70% എടുക്കുന്നത്. ആണെങ്കിൽ 65% വേണമെങ്കിൽ കിട്ടി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിരിക്കും. പക്ഷെ നമുക്ക് അതിന്റെ ഒരു വിട്ട് കുറയും. യൂഷ്വലി ഇതിന്റെ ഒരു ടെസ്റ്റിംഗ് ഒക്കെ വെച്ചിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കുവാണെങ്കിൽ മാർക്കറ്റ് മോസ്റ്റ് ഓഫ് ദി ടൈം 70% ആണ് ടച്ച് ചെയ്തിട്ടുള്ളത്. 65% മാർക്കറ്റ് അതിന് പുറത്തോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു ഏരിയ നമുക്ക് ഷെയ്ഡ് ഏരിയ ആയിട്ട് കാണാൻ പറ്റും. ഇത് രാവിലെ മാർക്കറ്റ് തുറന്നാൽ കിട്ടില്ല, വെയിറ്റ് ചെയ്യുക. 10-10:15 ആകുമ്പോഴത്തേക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് ഫോം ആവത്തുള്ളൂ. കറക്റ്റ് അതിന് മുന്നേ ഉണ്ടാവും. കാര്യം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിന്റെ മൂവ്മെന്റ് അനുസരിച്ചാണ് ഇത് ഫോം ആവുന്നത്. ഇത് ഒരു ദിവസം എന്ന് വെച്ചാൽ ഫിക്സഡ് ഒന്നും അല്ല, ഇത് മാറിക്കൊണ്ടിരിക്കും. മാർക്കറ്റ് ഹയർ ഹൈ ഹിയർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ 70%ലേക്ക് ഇത് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ അതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ മാർക്കറ്റ് പ്രൊഫൈലിന് പുറത്തേക്ക് രാവിലെ ഒരു മാർക്കറ്റ് പ്രൊഫൈലിൽ ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് രണ്ടാമത് താഴത്തെ ലെവലിൽ വന്നിട്ട് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുവാണെങ്കിൽ മേലത്തെ ലെവൽ വരെ പോകും. മേലത്തെ ലെവലിൽ നിന്ന് ഇനി ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നല്ലൊരു ഹൈ ബ്രേക്ക് ആയിരിക്കും വരുന്നത്. അപ്പൊ മേളിൽ ടച്ച് ആവുമ്പോൾ ഒന്നീ നിങ്ങൾക്ക് എക്സിറ്റ് ആവും, അല്ലെങ്കിൽ അത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പുതിയ ട്രേഡ് എൻട്രി ചെയ്യാം. താഴെ ആയാലും താഴെ ടച്ച് ആയി കഴിഞ്ഞാൽ ഇറങ്ങാം, അല്ലെങ്കിൽ താഴേന്ന് വീണ്ടും ബ്രേക്ക് ആവുകയാണെങ്കിൽ ഭയങ്കര ശക്തിയായിട്ടായിരിക്കും ബ്രേക്ക് ആവുന്നത്. അതുകൊണ്ടാണ് ഈ മാർക്കറ്റ് പ്രൊഫൈൽ ഏരിയക്ക് അത് വാല്യൂ ഏരിയ എന്ന് പറയുന്നത്. ആ വാല്യൂ ഏരിയക്ക് പുറത്തുള്ള ട്രേഡുകൾ ഹൈലി ഇതായിരിക്കും, സ്ട്രെങ്ത് ഉള്ള ട്രേഡുകളായിരിക്കും. എന്ന് വെച്ചാൽ അതിനകത്ത് ബൾക്ക് ഓർഡറുകളായിരിക്കും അതിനകത്ത് വരുന്നത്. എന്ന് വെച്ചാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓർഡേഴ്സ് ആയിരിക്കും ആ ലെവൽസിൽ വർക്ക് ആവുന്നത്. അപ്പൊ ഇതിന്റെ പ്രൊഫൈൽ വാല്യൂ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഷെയ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ ഷെയ്ഡഡ് പോർഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വാല്യൂ ഏരിയ കിട്ടും. ഇനി POC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത ഏരിയ ആണ്. അതാണ് POC. പല പ്രാവശ്യം POC വന്നിട്ട് റീടെസ്റ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ ആ ഒരു നമ്മൾ ഇത് മാർക്കറ്റിലൊക്കെ താങ്ങുവില എന്നൊക്കെ പറയുന്ന മാതിരി, ഇപ്പൊ ഒരു സാധനത്തിന്റെ അന്നത്തെ ദിവസത്തെ താങ്ങുവില എന്നൊക്കെ പറയുന്ന മാതിരി അത് ഏറ്റവും കൂടുതൽ ട്രേഡ് നടന്ന ഏരിയ ആണ് POC വരുന്നത്. PPOC എന്ന് പറഞ്ഞാൽ പ്രീവിയസ് POC. ഇപ്പൊ പഴയ ഇന്നലത്തെ POC എത്രയാണ്? ഈ POC വളരെ വാല്യുബിൾ ഒരു സോണാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വന്നിട്ട് മാർക്കറ്റ് പലപ്പോഴും സപ്പോർട്ട് എടുക്കാറുണ്ട്. POCയിൽ വന്നിട്ട് പ്രീവിയസ് ഡേ POCകളിൽ സപ്പോർട്ട് റിജക്ഷനും ഒക്കെ എടുക്കാറുണ്ട്. അത് റെസിസ്റ്റൻസ് ഒക്കെ ആയിട്ട്, അതായത് പ്രീവിയസ് ഡേ ഹൈയും ലോയും ഉണ്ട്. അത് കൂടാതെ തന്നെ പ്രീവിയസ് ഡേ POC ഒരു കീ ലെവലാണ്. പിന്നെ ഇനിഷ്യൽ ബാലൻസ് റേഞ്ച്. ഇനിഷ്യൽ ബാലൻസ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഈ യെല്ലോ കളറിലുള്ള ബാറാണ് ഇനിഷ്യൽ ബാലൻസ് റേഞ്ച്. ഇത് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആവുമ്പോൾ ഫോം ചെയ്യുന്നതാണ്. അപ്പൊ ഇത് ഇംബാലൻസ് അല്ലെങ്കിൽ ഇംബാലൻസ് അല്ലെങ്കിൽ ഇനിഷ്യൽ ബാലൻസ് ലൈൻ എന്ന് പറയുന്നത്. ഇപ്പൊ രാവിലെ മാർക്കറ്റ് എവിടുന്നാണ് തുടങ്ങിയത്, എവിടെ ചെന്നാണ് അവസാനിച്ചത്, ഫസ്റ്റ് ക്യാൻഡില് നിങ്ങൾ 1 മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് വ്യത്യാസം ഉണ്ടാവും. 1 മിനിറ്റ് അനുസരിച്ച് പ്ലോട്ട് ചെയ്യും. 5 മിനിറ്റ് ഇട്ട് 5 മിനിറ്റില് ഫസ്റ്റ് ക്യാൻഡില് എവിടെ തുടങ്ങിയുണ്ട്, ഫസ്റ്റ് ക്യാൻഡില് 1 മിനിറ്റ് കണ്ടോ ഫോം ചെയ്തേക്കുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇംബാലൻസ് ലൈൻ ഫോം ചെയ്യുന്നത്. ഈ ഇംബാലൻസ് ലൈനിന്റെ താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നതെങ്കിൽ യൂഷ്വലി ഇംബാലൻസ് ലൈൻ ഇവിടെ വരുവാണ്. ഇപ്പൊ നിങ്ങൾ 5 മിനിറ്റ് ഇട്ട് നോക്കുവാണ്, രാവിലെ മാർക്കറ്റ് ഇംബാലൻസ് ലൈനിന്റെ താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇവിടുന്ന്
മേലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി മേളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റ് യൂഷ്വലി താഴോട്ട് വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇതെല്ലാം ഒരു സാധ്യതകൾ മാത്രമാണ്, ഇതൊന്നും ഉറപ്പല്ല. ഇന്നലെ കഴിഞ്ഞ ആഴ്ച ഗ്രൂപ്പിൽ മാർക്കറ്റ് താഴോട്ട് എന്ന് പറഞ്ഞിട്ട് PE എടുത്ത് ഹോൾഡ് ചെയ്തിട്ട് അവസാനം ലോസ് ഒന്ന് പറയാൻ ആരാണ്ട് മാർക്കറ്റ് താഴോട്ട് പോകുന്നു പറഞ്ഞിരുന്നു. നമ്മള് കുറ്റമാണോ? അങ്ങനെ എടുത്ത് ഹോൾഡ് ചെയ്യുമ്പോൾ ഒന്നീ നമ്മള് ഹെഡ് ചെയ്ത് വെക്കണം, അത്രയും ഹ്യൂജ് ക്വാണ്ടിറ്റി എടുക്കുകയെന്ന് വെച്ചാൽ. നമ്മൾ അത്ര ആത്മവിശ്വാസം ഇല്ലെങ്കിൽ നമ്മൾ ചെറിയ ലോട്ട് എടുക്കുക, നമുക്ക് അഫോർഡ് ചെയ്യാവുന്ന ഒരു ലോസിന്റെ ലോട്ട് എടുക്കുക, 5 4 5 ഒക്കെ എടുക്കുക. അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഹെഡ് ചെയ്ത് വെക്കുക. ഇല്ലാതെ മാർക്കറ്റ് താഴോട്ട് പോകുന്നു പറഞ്ഞിട്ട് ആരെങ്കിലും വിശ്വസിച്ച് അങ്ങനെ എടുക്കാൻ പറ്റും? നമ്മൾ ട്രേഡ് എടുക്കുന്നതല്ല, നമുക്ക് റീസൺ ഉണ്ടായിരിക്കണം. നമ്മൾ ചുമ്മാ ഒരു ട്രേഡ് എടുക്കേണ്ട കാര്യമില്ലല്ലോ, വല്ലവരും പറയുന്നത് കേട്ടിട്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇതെല്ലാം സാധ്യതകൾ മാത്രമാണ്. യൂഷ്വലി സ്റ്റോക്കുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ള ഒരു ബിഹേവിയർ ആണ്, ഇത് മേളിൽ നിന്നാണ് ഇത് മാർക്കറ്റ് ഓപ്പൺ ആവുന്നെങ്കിൽ ഇത് താഴോട്ട് വരും, താഴെ നിന്നാണ് ഇത് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ ഇത് മേലോട്ട് പോകും. അതാണ് ഇതിന്റെ ഒരു സ്വഭാവം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതൊക്കെ ഒരുവിധം മാച്ചായി വന്നിട്ടുണ്ട്. കണ്ടോ, ഇവിടെ മേളിൽ നിന്ന് ഓപ്പൺ ആയി താഴോട്ട് വന്നു, മാർക്കറ്റ് താഴോട്ട് വന്ന് ഇവിടെ ഇത് രാവിലെ ക്രിയേറ്റ് ചെയ്യത്തില്ല. രാവിലെ ഇത് ഈ ലെവലിൽ വന്നാൽ ഇത് ക്രിയേറ്റ് ചെയ്യത്തുള്ളൂ. ഇത് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 10-20 ഒക്കെ ആയപ്പോൾ ക്രിയേറ്റ് ആയി. അപ്പൊ ഇതാണ് ഇതിന്റെ ബോട്ടം ലെവൽ. ഇത് മാർക്കറ്റ് താഴോട്ട് പോയിട്ടില്ല, അന്നേരം ഇവിടെ വന്നിട്ട് റീടെസ്റ്റ് അടിച്ചിട്ട് ഇവിടുന്ന് മാർക്കറ്റ് വീണ്ടും പോവാണ്. ഇവിടുന്ന് ഇനി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേലത്തെ ലെവലോട്ട് രാവിലെ ഫോം ആയിട്ടുണ്ട്. മാർക്കറ്റ് ഉറപ്പായിട്ട് ടൈം എടുത്താലും ഈ ലെവലിൽ പോകും. പക്ഷെ ഒരു പ്രശ്നം, നമ്മളെ ഇൻഡെക്സിൽ ചെയ്യുമ്പോൾ നമുക്ക് DK വരുന്നുണ്ട്. ഇത് കൺസോൾട്ടേറ്റ് ആവുന്നത് നല്ല DK വരും. ഇപ്പൊ ഇവിടെ എത്തിയാലും നമ്മൾ ഇവിടെ എടുത്ത പ്രൈസ് തന്നെ ആയിരിക്കും. അപ്പൊ നല്ല മാർക്കറ്റ്, ട്രെൻഡിങ് മാർക്കറ്റ് ആണെങ്കിൽ രാവിലെ ഇവിടെ വന്നിട്ട് ഒരു റിജക്ഷൻ എടുത്തിട്ട് തിരിച്ച് അപ് ട്രെൻഡിലേക്ക് സപ്പോർട്ട് എടുത്ത് കയറി കഴിഞ്ഞാൽ ഇത് മാർക്കറ്റ് പ്രൊഫൈലിന്റെ മേലത്തെ ലെവലിൽ വന്നിട്ട് ടച്ച് ചെയ്യും, ഉറപ്പാണ്. എന്നിട്ട് പിന്നെ ഇവിടുന്ന് ഒന്നുകിൽ റിജക്ഷൻ അല്ലെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് പോകും. ബ്രേക്ക് ചെയ്ത് പോകണ്ട, ഞാൻ പറഞ്ഞില്ല ശക്തമായിട്ട് ബ്രേക്ക് ചെയ്യുന്നു. ബ്രേക്ക് ചെയ്തപ്പോൾ ഇവിടെ വേറൊരു ക്ലസ്റ്റർ പോയിന്റ് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ഇതൊരു പ്രീവിയസ് സോൺ ആണ്. ഇതൊരു സ്മാർട്ട് മണി കൺസെപ്റ്റ് വെച്ച് നമുക്ക് പറയുകയാണെങ്കിൽ ഇതൊരു ബൈയിങ് സോൺ ആണ്. അപ്പൊ ഇത് ബ്രേക്ക് ചെയ്ത് ഇത് ഈ ഒരു കളറും ഇത് ബ്രേക്ക് ചെയ്യാറൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് ഫോം ചെയ്യും, ഈ ഒരു ഗ്രീൻ കളർ. അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വേണേൽ ഹോൾഡ് ചെയ്യാം. ഇവിടുന്ന് പിന്നെ ഭയങ്കരമായിട്ടായിരിക്കും പോകുന്നത് മേലോട്ട്, പിന്നെ അടിച്ച് കയറുമായിരിക്കും ചെയ്യുന്നത്. അപ്പൊ ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചത്. മാർക്കറ്റ് ഇവിടുന്ന് അടിച്ചു കയറി പോവാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലേ? ഇതാണ് ഞാൻ പറഞ്ഞതിന്റെ ഒരു ലോജിക്ക്. ഇനി താഴോട്ട് പോകുന്ന ഒരു ലോജിക്ക് നിങ്ങൾ നോക്കണം. ഇവിടെ നോക്കുക, മാർക്കറ്റ് ഉണ്ടോ, ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറി മേളിൽ പോയി പ്രൊജക്ഷൻ അടിച്ച് താഴെ വന്നു. ഈ ഒരു മാർക്കറ്റ് പ്രൊഫൈൽ, പക്ഷേ ഈ മാർക്കറ്റ് പ്രൊഫൈല് പുതിയ ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യണ മാർക്കറ്റ് പ്രൊഫൈൽ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഞാൻ പറയുന്നത്, ഞാൻ പറഞ്ഞ ഫിക്സഡ് റേഞ്ച് ആണെന്ന്. ഒരു ദിവസം മാർക്കറ്റ് ഇതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ മാർക്കറ്റിന്റെ വാല്യൂ അപ്പർ റേഞ്ചും ലോവർ റേഞ്ചും കാൽക്കുലേറ്റ് ചെയ്തിട്ട് വരച്ചിടുക. അതും ഈ മാർക്കറ്റ് പ്രൊഫൈൽ മാച്ച് ആവുകയാണെങ്കിൽ യൂഷ്വലി അപ്പർ റേഞ്ചിൽ നിന്ന് റിജക്ഷൻ അടിക്കേണ്ടതാണ്. മാർക്കറ്റ് അധികം പോവാറില്ല. അപ്പൊ ഇത് നോക്ക്, ഇവിടെ കണ്ടോ ബ്രേക്ക് ചെയ്തപ്പോൾ ശക്തമായിട്ട് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയുണ്ടോ? ഇവിടെ കണ്ടോ കയറിയപ്പോൾ മേലോട്ട് ശക്തമായിട്ട് ഇടിച്ച് കയറിയുണ്ടോ? ഇവിടുന്ന് മേലോട്ട് കയറിഞ്ഞാൽ എവിടെ വരെ പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ നമുക്കൊരു മൊമെന്റം ട്രേഡ് മാത്രമേ എടുക്കാൻ പറ്റൂ. ഇത് ഓൺ ഡയറക്ഷണൽ ട്രെൻഡ് ആണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് പോവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മൊമെന്റം ട്രേഡ് എടുത്തിട്ട് മാർക്കറ്റ് പെട്ടെന്ന് റിവേഴ്സ് വരും, ആ മൊമെന്റം ക്യാപ്ചർ ചെയ്യുക. ഇതൊരു ഗാമ ബ്ലാസ്റ്റ് ഉണ്ടാവും, ഈ ഗാമ ബ്ലാസ്റ്റ് ക്യാപ്ചർ ചെയ്യാന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ നോക്കണ്ട, ഇത് മാർക്കറ്റ് പ്രൊഫൈൽ ഇടിച്ചിട്ട് താഴെ വന്നു. ഇതിപ്പോ ഇവിടെ മാർക്കറ്റ് പ്രൊഫൈൽ രാവിലെ ഇവിടെ ആയിരുന്നായിരിക്കും. ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് പോകുന്നതനുസരിച്ച് ഇതിനകത്ത് വോളിയത്തിന് ബേസ് ചെയ്തിട്ടാണ് മാർക്കറ്റ് പ്രൊഫൈൽ ഡെവലപ്പ് ചെയ്യുന്നത്. അല്ലാതെ ഇതുപോലെ പെട്ടെന്ന് പോയിട്ട് വരുവാണെങ്കിൽ ഇത് മാർക്കറ്റ് പ്രൊഫൈൽ ഫോം ചെയ്യത്തില്ല. എന്ന് വെച്ചാൽ ഇതൊരു ഫേക്ക് മൂവ്മെന്റ് മാത്രം. പക്ഷെ ഇതുപോലെ ശക്തമായിട്ട് കുറെ വോളിയം ഉണ്ടെങ്കിൽ മാർക്കറ്റ് പ്രൊഫൈലും വളർന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇതിപ്പോഴേ ഏതാ ബെസ്റ്റ്? 3 മിനിറ്റ് ഇടുന്നതാണ് നല്ലത്, അതോ പിന്നെ 1 മിനിറ്റ് ഇടുന്നതാണ് നല്ലത്? നമ്മുടെ യെല്ലോ ക്യാൻഡിൽ ട്രേഡ് എൻട്രി എടുക്കാൻ 5 മിനിറ്റ് നോക്കിയാണ് എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മോണിറ്റർ ചെയ്യുന്ന 3 മിനിറ്റിലും 1 മിനിറ്റിലുമാണ്. എക്സിറ്റ് 1 മിനിറ്റിൽ നോക്കിയിട്ട് എക്സിറ്റ് ആവുക. മോണിറ്റർ ചെയ്യാൻ 1 മിനിറ്റ് 3 മിനിറ്റ് ആണ് നല്ലത്. യെല്ലോ ക്യാൻഡിൽ നമ്മൾ എടുക്കുന്നത് ഇപ്പം യെല്ലോ ക്യാൻഡിൽ ഞാൻ പറഞ്ഞു, ഇതിനകത്ത് ട്രേഡ് എടുക്കുവാണെങ്കിൽ രാവിലെ 10:30 കഴിഞ്ഞിട്ട് എടുക്കോ, 10 മണി കഴിഞ്ഞിട്ട് എടുക്കോ. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇതൊക്കെ ഒന്ന് സെറ്റിൽ ആവത്തുള്ളൂ. അല്ല, എന്റെ ഡൗട്ട് ചോദിച്ചോട്ടെ, ഇതിപ്പം നമ്മുടെ യെല്ലോ ക്യാൻഡിൽ ഫോം ചെയ്യുന്ന ഒരു 9-8 ആകുമ്പോഴായിരിക്കുമല്ലോ. യെല്ലോ ക്യാൻഡിൽ 9:15 മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോ. മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോ അല്ല, പ്രീ ഓപ്പണിംഗിലല്ലേ? പ്രീ ഓപ്പണിംഗ് അല്ല, മാർക്കറ്റ് നമ്മൾ ഇത് പ്രീ ഓപ്പണിംഗിൽ ഒന്നും തരത്തില്ല. ഇവിടെ നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ആവുന്ന ഫസ്റ്റ് ക്യാൻഡിൽ 1 മിനിറ്റ് ക്യാൻഡിലിന്റെ ബേസ് ചെയ്തിട്ട് 1 മിനിറ്റ് ചാർട്ട് ഇടുന്ന 1 മിനിറ്റ് ക്യാൻഡിലിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇത് കാണിക്കുന്നത്. യെല്ലോ ലൈൻ, ഇനിഷ്യൽ ബാലൻസ് ലൈൻ. ഓക്കെ, അല്ല, അപ്പൊ എങ്ങനെ എനിക്ക് അതൊന്ന് ക്ലിയർ ചെയ്യാവോ? ഒന്ന് ക്ലിയർ ആയിട്ട്. ഇപ്പൊ 1 മിനിറ്റ് ക്യാൻഡിൽ വെച്ചിട്ട് യെല്ലോ ക്യാൻഡിൽ ഫോം ആവും.
ആദ്യത്തെ ക്യാൻഡിലിന്റെ ലെങ്ത് ആണ് ഈ കാണിക്കുന്നത്. കണ്ടോ? ആദ്യത്തെ ക്യാൻഡിലിന്റെ ലെങ്ത് ആണ് ഇനിഷ്യൽ ബാലൻസ് ലൈൻ കാണിക്കുന്നത്. ആദ്യത്തെ ഒരു ക്യാൻഡിൽ അല്ലേ, ഫസ്റ്റ് ക്യാൻഡില്. ഫസ്റ്റ് ക്യാൻഡിലിന്റെ ഒരു ലെങ്ത് ആണ്. ഇതിവിടെ 2 ക്യാൻഡിൽ. ഈ ഒരു ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 ക്യാൻഡിൽ, ഈ ആദ്യത്തെ 2 ക്യാൻഡിൽ, ഈ 2 ഹൈയും ലോയും അല്ലേ ഏട്ടാ? ഏ? എയുടെയും ബിയുടെയും ഹൈയും ലോയും അല്ലേ? എയുടെയും ബിയുടെയും ഹൈയും ലോയും ആണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ ഇതിനകത്ത് ആദ്യത്തെ ക്യാൻഡിൽ എ ആണ്, രണ്ടാമത്തെ ക്യാൻഡിൽ ബി ആണ്, പിന്നെ മൂന്നാമത്തെ ക്യാൻഡിൽ സി, ഡി, ഇ, എഫ്, ജി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആൽഫബറ്റ് പോയി ഇസഡ് കഴിയുമ്പോൾ വീണ്ടും സ്മാൾ ലെറ്റർ ആൽഫബറ്റ് വരും. മാർക്കറ്റ് റിവേഴ്സ് ആവുകയാണെങ്കിൽ ഹാഷ് സിമ്പിൾ വരും. ഇതൊക്കെ 10,000-20,000 രൂപയുടെ കോഴ്സാണ്. ഞാൻ നിങ്ങൾക്ക് മാർക്കറ്റ് പ്രൊഫൈൽ പഠിക്കാൻ പോയി 20,000 രൂപ മേടിക്കുന്നതാണ്. ഞാൻ തന്നെ 20,000 കൊടുത്ത് പഠിച്ചതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇനിഷ്യൽ ബാലൻസ്. ഇവിടെ ഇപ്പൊ കണ്ട ഇനിഷ്യൽ ബാലൻസ് മേളിൽ നിന്ന് തുടങ്ങിയത്. അപ്പം മാർക്കറ്റ് താഴ്ത്ത് വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇപ്പൊ കണ്ടില്ലേ, ഇവിടെ കണ്ടില്ലേ മാർക്കറ്റ് താഴ്ത്ത് പോകണ്ടില്ലേ? ഇതൊക്കെ ഒരു ടിപ്സ് ആണ്. ഇതൊക്കെ അനുഭവത്തിലൂടെ നമ്മൾ പരീക്ഷിച്ച് കണ്ടുപിടിക്കുന്ന ഓരോ കാര്യങ്ങളാണ്. ഞാൻ ഉദ്ദേശിച്ചത് എന്താ പറയാ, ഇപ്പൊ എല്ലാ ദിവസവും ഹീറോ ഉണ്ട്. ആ ദിവസത്തെ ഹീറോ നമുക്ക് അല്ല, ഞാൻ പറഞ്ഞ രാവിലെ അധികം റിസ്ക് എടുക്കാതിരിക്കുന്നല്ലേ. ഹീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിന്റെ കണ്ടീഷൻസ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ അതിന്റെ വിക്സും അതൊക്കെ നോക്കിയിട്ട് ഹീറോ എൻട്രി ചെയ്യുന്നതായിരിക്കും നല്ലത്. അതൊരു ഹീറോ ഒരു 12 മണി കഴിഞ്ഞിട്ടൊക്കെ എൻട്രി ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. രാവിലെ അല്ലാതെ സിയും ബിയും എടുത്തിടുന്നവരുണ്ട്. എന്നിട്ട് അത് സി ബി ഡി കെ ആയി പോത്തേ ഉള്ളൂ. അത് ഡി കെ കൂടുതലല്ലേ. ആൾക്കാർ പറയാം രാവിലെ ഒരു സിയും ബിയും കൂടെ എടുത്തിട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സൈഡ് നല്ലതായിട്ട് കിട്ടുമെന്ന്. ഇല്ല, ഡി കെ ആയി പോത്തേ ഉള്ളൂ. 2 ഡി കെ ആയി പോത്തേ ഉള്ളൂ. അപ്പൊ അതിലും ബെസ്റ്റ് നിങ്ങളൊരു 12 മണിക്കും 2 മണിക്കും ഇടയ്ക്കുള്ള ഒരു സമയത്താണ് ഹീറോ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ്. അപ്പൊ ആ ഒരു സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും. അല്ല, ഞാൻ നമ്മുടെ ഈ യെല്ലോ ക്യാൻ നമുക്ക് ഇത് എങ്ങനെ ഉപയോഗപ്പെടുത്താൻ ചോദിക്കുന്നത്. നമുക്ക് എല്ലാ ക്യാൻഡിൽ രാവിലെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യത്തെ ക്യാൻഡിൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ. ആദ്യത്തെ ക്യാൻഡിൽ ചെറിയ ക്യാൻഡിലാന്ന് വെച്ചോ, ഈ 5 മിനിറ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് യെല്ലോ ക്യാൻഡിലെ ആദ്യത്തെ ഇവിടം വരെ വന്നിട്ടുള്ളൂ. അപ്പൊ ഇവിടുന്ന് മാർക്കറ്റ് അപ്പിലേക്കായിരിക്കും പോകുന്നത്, ഇതിന് മേലോട്ട് പോകുകയാണെങ്കിൽ. അപ്പൊ നിങ്ങൾക്ക് ചെറിയ ട്രേഡുകൾ, സ്കാൽപ്പിംഗ് ട്രേഡുകളൊക്കെ എടുക്കാം. ഇത് ബേസ് ചെയ്ത് കണ്ടില്ലേ ഇവിടെ ഫോം ചെയ്തു. ഇത് 5 മിനിറ്റ് ആണ്. 5 മിനിറ്റിൽ ഇവിടെ ഫോം ചെയ്തില്ലേ? ഇതിന്റെ മേളിലാണ് വന്നേക്കുന്നതെങ്കിൽ ഇവിടുന്ന് താഴോട്ട് വരാനുള്ള പോസിബിലിറ്റി കൂടുതൽ. ഇത് താഴെയാണ്, ഇവിടെ ഇതിന്റെ താഴെയാണ് ഇത് ഫോം ചെയ്തേക്കുന്നത് വെച്ചോ, ഒരു ഗ്രീൻ ക്യാൻഡിൽ. ഇവിടെ മേളിൽ റെഡ് ക്യാൻഡിലാണ് ഫോം ചെയ്തത്. മേളിൽ റെഡ് ക്യാൻഡിൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് വരാനുള്ള സാധ്യതയാണ്. ഇവിടെ താഴെ ഒരു ഗ്രീൻ ക്യാൻഡിലാണ് ഫോം ചെയ്തേക്കുന്നത്, മേലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, ഇതെല്ലാം പോസിബിലിറ്റി. നിങ്ങൾ ചാടിക്കയറി ഒന്നും എടുക്കണം. നിങ്ങൾ 2-3 ദിവസം നോക്കി മനസ്സിലാക്കിയിട്ട് ട്രേഡ് എടുക്കുക. ഓക്കെ. പിന്നെ അതുപോലെ യൂഷ്വലി മാർക്കറ്റിന്റെ ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാല് മാർക്കറ്റ് എപ്പോഴും ഇതൊക്കെ ഹൈ വാല്യുബിൾ ടിപ്സ് ആണ്. മാർക്കറ്റ് എപ്പോഴും രാവിലെ ഓപ്പൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് അതിന്റെ ഒരു ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കും നോക്കുന്നത്. ഇന്നലെ ഇതിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഇത് ഓൾറെഡി ഹൈ ആണ്. പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് മാർക്കറ്റ് നോക്കിയിട്ട് ഒരു കാര്യമില്ല. അല്ലെങ്കിൽ മാർക്കറ്റ് ഇന്നലത്തെ മാർക്കറ്റ് നോക്കാം. ഇന്നലത്തെ മാർക്കറ്റ് ഒരു പ്രോമിസിങ് മാർക്കറ്റ് ആണ്. ഇന്നലെ മാർക്കറ്റ് ഞാൻ ഫോളോ ആവുമെന്ന് പറഞ്ഞ് കൃത്യമായിട്ട് ഫോളോ ആയി. ഇവിടെ കണ്ടോ, മാർക്കറ്റ് ഓപ്പൺ ആയത് ഇവിടെ ആണ്. ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ആയി. ഈ മാർക്കറ്റ് ഓപ്പൺ ആവുമ്പോൾ നമ്മൾ എന്താ ചെയ്യണ്ടേ, ഒരു 2-3 മിനിറ്റ് ക്യാൻഡിൽ ഇട്ടാൽ മതി. 3 മിനിറ്റ് ക്യാൻഡിൽ മാർക്കറ്റ് ഓപ്പൺ ആവുമ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആയത് ഇവിടെ 30-ാം തീയതി ഓപ്പൺ ആയത് ഇവിടെ ഓപ്പൺ ആയി. അപ്പൊ ഈ മാർക്കറ്റിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് മാർക്കറ്റ് നോക്കുക. മാർക്കറ്റിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ പ്രീവിയസ് ഡേയിൽ ഉള്ള ലെവൽസ് ഒന്ന് നോക്കുക. അപ്പൊ പ്രീവിയസ് ഡേയിൽ മാർക്കറ്റ് എന്താ ചെയ്ത്, മാർക്കറ്റ് പ്രീവിയസ് ഡേയിൽ ഇവിടൊക്കെ ആൾക്കാർ ബൈ ചെയ്തിട്ടുണ്ട്. ഇവിടൊക്കെ കണ്ടോ, മാർക്കറ്റ് ഇവിടൊക്കെ ബൈ ചെയ്തിട്ടുണ്ട്. ഇവിടൊക്കെ നല്ല ബൈ വന്നിട്ടുണ്ട്. കണ്ടോ, ഇവിടൊക്കെ ഒരു ബുൾ റൺ വന്നിട്ടുണ്ട്.
ഇവിടൊക്കെ. അപ്പൊ ആൾക്കാർ ഇവിടുന്നൊക്കെ ബൈ ചെയ്തിട്ട് ഇവിടൊക്കെ സ്റ്റോപ്പ് ലോസ് ഇട്ട് വെച്ചിട്ടുണ്ട്. അതാണ് അതിന്റെ ഒരു കൺസെപ്റ്റ്. ആൾക്കാർ ഇവിടുന്നൊക്കെ ബൈ ചെയ്തിട്ട് അല്ലെങ്കിൽ പി സെല് ചെയ്തിട്ട് സെല്ലേഴ്സാണ് പി സെല് ചെയ്തിട്ട് സ്റ്റോപ്പ് ലോസ് ഇവിടൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടൊക്കെ എടുത്തതിന് ഇവിടെ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും, ഇവിടെ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും. ഇങ്ങനെ സ്റ്റോപ്പ് ലോസ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മറ്റൊരു മേജർ ലെവലും ഉണ്ട്. ഇത് ബ്രേക്ക് ചെയ്തില്ല, ഇതൊരു ഓപ്പണിംഗ് ആയിരുന്നു. ഇവിടൊക്കെ നോക്കുവാണെങ്കിൽ ഒരു സ്റ്റോപ്പ് ലോസുകൾ വരാനുള്ള സാധ്യത ഉണ്ട്. കാരണം വെച്ചാൽ ഇവിടൊക്കെ ഒരു ബൾക്ക് ഓർഡറുകൾ വന്നിട്ടുണ്ട്. മാർക്കറ്റ് എന്ന് നോക്കുന്നത് രാവിലെ ഒന്ന് ഓപ്പൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി മാർക്കറ്റ് ലെഫ്റ്റ് സൈഡിൽ ഏതെങ്കിലും ലെവലിൽ സ്റ്റോപ്പ് ലോസ് എടുക്കാനുണ്ടോ, ഏതെങ്കിലും ലെവലിൽ സ്റ്റോപ്പ് ലോസ് എടുക്കാനുണ്ടോ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ആദ്യം ചെയ്യുന്നത് എന്തോ, ആദ്യം പതിയെ ഒന്ന് കൺസോൾട്ടേറ്റ് ആയിട്ട് കുറെ ബയേഴ്സിനെ വിളിക്കും. ബയേഴ്സിനെ വിളിച്ചിട്ട് മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് മേലോട്ട് പോകും. എന്നിട്ട് എന്താ ചെയ്യുന്നത്, അപ് ട്രെൻഡ് കാണിക്കും. അപ് ട്രെൻഡ് കാണിച്ചിട്ട് നമ്മൾ ഇതിനകത്ത് ട്രാപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇതിനകത്ത് ട്രാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് നേരെ സഡൻ ആയിട്ട് താഴോട്ട് വന്നിട്ട് ഈ മേലെ എടുത്തോണ്ട് സ്റ്റോപ്പ് ലോസ് എടുക്കും. ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിലുള്ള സകലമാനം വേറെ പ്രീവിയസ് ഡേയിലുള്ള സകലമാനം വേറെ സ്റ്റോപ്പ് ലോസ് എടുക്കുക എന്ന ഒറ്റ സ്ട്രാറ്റജി ഉള്ളതാണ്. ഈ സ്റ്റോപ്പ് ലോസ് എടുത്തു, ആ സ്റ്റോപ്പ് ലോസ് എടുത്ത് കഴിയുമ്പോൾ അതിനടുത്ത സ്റ്റോപ്പ് ലോസിലേക്ക് പോകും, അതിനടുത്ത സ്റ്റോപ്പ് ലോസിലേക്ക് പോകും. ഇത് ഇന്നലെ ഞാൻ കറക്റ്റ് ഈ കൺസെപ്റ്റിൽ പ്രഡിക്റ്റ് ചെയ്ത് ഈ ഫോളോ എനിക്ക് കിട്ടി. ഞാൻ ഇവിടുന്ന് പിന്നെ ഒരു ബൈ ഇട്ടു. കറക്റ്റ് ഈ ഫോള് ഇവിടം വരെ ഞങ്ങൾ എടുത്തു ഗ്രൂപ്പിൽ. അത് കഴിഞ്ഞിട്ട് ഇത് താഴോട്ട് പോയി, താഴെ ഇവിടുന്ന് തിരിച്ച് ഞാൻ ഈ ഇവിടം വരെ എടുത്തപ്പോൾ ഞാൻ അടുത്ത ബൈക്കോൾ ഇട്ടു. ഇവിടുന്ന് ബൈക്കോൾ വന്നു. ഈ ബൈക്കോള് ഇവിടുന്ന് കൃത്യം ഇവിടം വരെ വന്നിട്ട് ഇത് നല്ലതായിട്ട് താഴെ പോയി പിന്നെ തിരിച്ചു വരത്തെന്ന് ചോദിച്ചു. പക്ഷെ ഇവിടെ തിരിച്ചു കയറി വന്നിട്ട് ഈ ലെവൽ വന്നപ്പോ ഇവിടുന്ന് അടുത്ത ഗാമ ബ്ലാസ്റ്റ് ഉണ്ടായി. ഒറ്റ സെക്കൻഡ് കൊണ്ട് ഈ സാധനം 40 പോയി, ഇരട്ട കോളെ. അപ്പൊ ഈ രണ്ട് ക്യാപ്ചർ കാര്യം എന്ന് പറഞ്ഞാൽ വേറെ കാര്യം നോക്കി കഴിഞ്ഞാൽ 1 മിനിറ്റ് 3 മിനിറ്റിൽ ഫോൾ ഉണ്ടായി കഴിഞ്ഞാൽ 50% റീട്രേസ്മെന്റ് ചെയ്യും. ഈ രണ്ട് കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ അത്യാവശ്യം ട്രേഡ് എടുക്കാൻ പറ്റും. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിൽ വെച്ചിരുന്നാൽ മതി. എന്നും പറഞ്ഞ് ചാടിക്കയറി ട്രേഡ് എടുക്കുന്നു. വെയിറ്റ് ചെയ്തിട്ട് നോക്കി നല്ലതായിട്ട് നോക്കിയിട്ട് ട്രേഡ് എടുത്തത്. ഇപ്പൊ ഇവിടെ നോക്കുക, മാർക്കറ്റ് ഇവിടെ പോയി ഇവിടുത്തെ സ്റ്റോപ്പ് ലോസ് അടുപ്പിച്ച് വീണ്ടും ബയേഴ്സിനെ വിളിച്ചു, മേളിൽ കൊണ്ടുപോയി. ഇപ്പൊ പ്രീവിയസ് ഡേ ഹൈ ആയി, പ്രീവിയസ് ഡേ ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല. ഇപ്പൊ പല കാര്യങ്ങളും മൈൻഡ് വരണം. പ്രീവിയസ് ഡേ ഹൈ ആണ്, പ്രീവിയസ് ഡേ ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല, പ്രീവിയസ് ഡേ ഹൈ ചെന്നു, അവിടുന്ന് ഒറ്റ ഇടിയിൽ താഴോട്ട്, ഇവിടുന്ന് വീണ്ടും താഴെ വന്നിട്ടുണ്ട്, വീണ്ടും ബുള്ളിഷ് ആണെന്ന് കാണിക്കാൻ വേണ്ടി ആൾക്കാരെ കൂട്ടി. ഈ ഒരു സ്വഭാവം കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇത് പൊളിയാനുള്ള, ഈ സൈഡിലെ ലെവൽസ് നോക്കുക, പൊളിയാനുള്ള ഒരു പരിപാടിയാണെന്ന്. അപ്പൊ ഇവിടുന്ന് പൊളിഞ്ഞു, ഇത് ഇവിടുന്ന് ഇവിടം വരെ എനിക്ക് കിട്ടി, ഇവിടുന്ന് പിന്നെ ബാക്കി കിട്ടിയില്ല. ഇവിടുന്ന് തിരിച്ച് ഞാൻ ഇവിടെ ലെവല് കൊടുത്തു, ഈ ലെവല് വന്നപ്പോൾ ഭയങ്കരമായിട്ട് തിരിച്ച് ആക്ടിവേറ്റ് ചെയ്ത് പോയി. അപ്പൊ സഡൻ ആയിട്ട് ഒരു റീട്രേസ്മെന്റ് 1 മിനിറ്റ് ക്യാൻഡിലും 5 മിനിറ്റ് ക്യാൻഡിലൊക്കെ നിങ്ങൾക്ക് ഫോള് കിട്ടുവാണെങ്കിൽ തിരിച്ച് നിങ്ങൾക്ക് താഴേന്ന് വേണമെങ്കിൽ ഒരു ട്രേഡ് എടുക്കാം. ഇത് തിരിയുന്ന സമയത്ത് താഴേന്ന് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ 50% മിനിമം 50% റീട്രേസ്മെന്റ് ഉണ്ടാവും. സഡൻ ഫോളിന് സ്ലോലി പോകാനില്ല, സഡൻ ഫോളുകൾക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഈ സഡൻ ഫോൾ ഉണ്ട്, ഇവിടെ സഡൻ ഫോൾ ഉണ്ട്, തിരിച്ചു കയറിയണ്ട. സഡൻ ഫോളുകൾക്ക് നിങ്ങൾക്ക് ഒരു റീട്രേസ്മെന്റ് കിട്ടും. അത് ലെസ് ദാൻ 5 ബ്ലൂ ലൈനിലെ ലോ ഓട്ടോമാറ്റിക്കായിട്ട് വന്നേക്കണോ മാർക്ക് ചെയ്തേക്കുന്നതാണോ പ്രീവിയസ് ഡേ വെച്ചിട്ട്? അത് ഇൻഡിക്കേറ്റർ ഇത് ആഡ് ചെയ്താൽ മതിയല്ലോ, അതിനകത്ത് ഇത് ചെയ്താൽ മതിയല്ലോ. സെറ്റിംഗ്സിലെ നിങ്ങൾക്ക് ഇതിനകത്ത് സെറ്റിംഗ്സ് കിട്ടുമല്ലോ. സെറ്റിംഗ്സിൽ സ്കെയില് ലോയും ഹൈ ഇതിനകത്ത് മാർക്ക് ചെയ്യാൻ പറ്റും സ്റ്റാറ്റസ് ലൈനിൽ. ഓക്കെ, ഇതിനകത്ത് OHLC വാല്യൂസ് ഉണ്ട്, ഓപ്പൺ ഹൈ ലോ ക്ലോസ്, ഓപ്പൺ മാർക്കറ്റ് സ്റ്റാറ്റസ്. ഇതിനകത്ത് ടൈറ്റിൽ ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇതിനകത്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ലോയും ഹൈ സെറ്റ് ചെയ്യാൻ പറ്റും സിമ്പിൾസിൽ. ഇത് ഓട്ടോമാറ്റിക് വരുന്ന, അത് ഓരോ ദിവസത്തെയും നമ്മൾ ടൈം മൂവ് ചെയ്യുന്നതനുസരിച്ച് ആ ലോ കാണിച്ചുകൊണ്ടേയിരിക്കും, ഹൈ കാണിച്ചുകൊണ്ടിരിക്കും. ഇത് ട്രേഡിംഗ് വ്യൂ ആണ്. അപ്പൊ ഇത് ഒരു ലോജിക്കാണ്. അപ്പൊ അത്യാവശ്യം ട്രേഡ് എടുക്കാനുള്ള സ്ട്രാറ്റജി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ സബ്ജക്റ്റിന്റെ ഭാഗം അല്ലെങ്കിലും അപ്പൊ ഇതാണ് മാർക്കറ്റ് പ്രൊഫൈല്. ഈ ഒരു ലെവലാണ് മാർക്കറ്റ് പ്രൊഫൈല്. മാർക്കറ്റിന്റെ 70% നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഏത് പ്രീവിയസ് ചാർട്ട് എടുത്ത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. മാർക്കറ്റ് 70% സമയം സ്പെൻഡ് ചെയ്ത ഏരിയ ആണ് ഈ ഒരു ഏരിയ. അതുകൊണ്ടാണ് ഇതിന് മാർക്കറ്റ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഇത് ഫിക്സഡ് അല്ല, ഇത് റിയൽ ടൈം ആണ്, ഇത് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇതാണ് മാർക്കറ്റ് പ്രൊഫൈൽ വെച്ചിട്ട് നിങ്ങൾ ട്രേഡ് നോക്കുക. ഒന്ന് ഇത് ബ്രേക്ക് ചെയ്യുമ്പോൾ
ഇത് അപ്പർ ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു ട്രേഡ് എടുക്കുക. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് പ്രീവിയസ് ലെവൽസ് അല്ല ഇതിനകത്ത് ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. പ്രീവിയസ് ഹൈ, പ്രീവിയസ് ലോസ് അല്ല. എന്നാണ് അത് അവിടെ ടൈം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഡേറ്റും ടൈമും ഉൾപ്പെടെ, ഡേറ്റും ലെവലും ഉൾപ്പെടെ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. പ്രീവിയസ് POC, പ്രീവിയസ് വാല്യൂ ഏരിയാസും എല്ലാം നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. ഇനിഷ്യൽ ബാലൻസിന്റെ ഒരു 25% ഡൗൺ, 25% അപ്പുമാണ് കൂടെ കൊടുത്തേക്കുന്നത്. അതിന് മുകളിലായിരിക്കും നമ്മുടെ പുവർ ഹൈയും പുവർ ലോയും. പുവർ ലോ, ഇവിടെ ഒരു പുവർ ലോ ഉണ്ടാവും. ആ പുവർ ഹൈയും പുവർ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് ആണ്. ഇവിടെ ഒരു പുവർ ലോ ഉണ്ടല്ലോ. ഇത് ബ്രേക്ക് ചെയ്യുന്ന പുവറും ലോയും പുവർ ഹൈ ആണ്. അതുകൊണ്ടാണ് പുവർ ലോ പുവർ ഹൈ എന്ന് പറയുന്നത്. സ്ട്രോങ് ലോ സ്ട്രോങ് ഹൈ അല്ല. അപ്പൊ അതാണ് പുവർ ലോ പുവർ ഹൈ എന്ന് പറയുന്നത്. അപ്പൊ ഇത് മാർക്കറ്റ് പ്രൊഫൈലിന്റെ ഒരു സ്ട്രക്ചറാണ്. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുന്ന മാർക്കറ്റ് പ്രൊഫൈൽ ഇത് നോക്കിയാൽ മതി. പിന്നെ ABCD ഒന്നും നോക്കേണ്ട കാര്യമില്ല. ABCD നോക്കിയിട്ട് കോംപ്ലിക്കേറ്റ് ആക്കി ചെയ്ത് അറിയാൻ പറ്റും. മാർക്കറ്റ് തിരിയുന്ന സമയത്ത് ഹാഷ് ഫോം ചെയ്യും, ലെറ്റർ. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും അത് തിരിയാൻ പോവാണ്. പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ ഫ്ലോ. ഇപ്പൊ മാർക്കറ്റ് നമുക്ക് ഞാൻ ഈ സ്മാർട്ട് മണി കൺസെപ്റ്റ് കുറച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിനകത്ത് 15 മിനിറ്റ് ടൈം ഫ്രെയിം ഇട്ടിട്ടാണ് നമ്മൾ അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് എടുക്കുന്നത്. അപ്പൊ ഈ ലൈൻ വെച്ചിട്ട് നമുക്ക് ആ സിസ്റ്റം ഇത് ചെയ്യാൻ പറ്റുമോ? ഇതിനകത്ത് സ്മാർട്ട് മണിയുടെ ഇൻഡിക്കേറ്റേഴ്സ് ഒന്നുമില്ല. ഡയറക്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന നോളജ് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കാം ട്രേഡ്. ഇപ്പൊ ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ 15 മിനിറ്റ് ക്യാൻഡിൽ ഇട്ടിട്ട് അതിന്റെ അതിനെ CP എന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ എടുത്തിട്ട് അങ്ങനെ ചെയ്യുന്നത്. അപ്പം ആ സംഭവം ഇതൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിന്റെ ലോവർ ഹൈ ഒക്കെ വെച്ചിട്ട് നമുക്ക് സപ്പോർട്ടിംഗ് സോൺ ആയിട്ടും അതുപോലെ തന്നെ സെയിം തന്നെയാണ്. നിങ്ങളെ ചാർട്ട് എല്ലാം സെയിം അല്ലേ. ചാർട്ടിനകത്ത് ഒരു വ്യത്യാസമില്ല. ഇതിനകത്ത് നമ്മൾ കുറച്ച് വെറൈറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്യുന്നേ ഉള്ളൂ. ക്യാൻഡിലും ടൈമും പ്രൈസും എല്ലാം സെയിം തന്നെ അല്ലേ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ലോജിക്കിനകത്ത് അപ്ലൈ ചെയ്യുന്നതിന് ഒരു പ്രശ്നമില്ല. പക്ഷെ ഇതിന് നമുക്ക് ഡയറക്റ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഒന്നുമില്ല സ്മാർട്ട് മണി. നിങ്ങൾ ആ കൺസെപ്റ്റുകൾ വരച്ചിട്ടിട്ട് നിങ്ങൾ ചെയ്യേണ്ടി വരും. ബാക്ക് ടെസ്റ്റ് എടുത്ത് ചെയ്യേണ്ടി വരും. ബാക്കി സെയിം ചാർട്ട് തന്നെയാണ്. ട്രേഡിംഗ് വ്യൂ കിട്ടുന്ന ചാർട്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെയും കിട്ടുന്നത്. ഇതിനകത്ത് യാതൊരു വ്യത്യാസവും ഇല്ല. ഓക്കെ. അപ്പൊ ബാക്കി ലെവൽസ് ഒക്കെ നിങ്ങൾ തന്നെ ഐഡന്റിഫൈ ചെയ്യേണ്ടി വരും. അത്രേ ഉള്ളൂ. ഇതിനകത്ത് അടുത്ത് വരുന്നത് മൊമെന്റം. ഓക്കെ, ഓർഡർ ഫ്ലോ, മാർക്കറ്റ് പ്രൊഫൈല്. ഇനി നമുക്ക് ഇതിനകത്ത് വിവാപ്പ് വേണമെങ്കിൽ വിവാപ്പ് ഇടാം. വിവാപ്പ് നമുക്ക് ഡെയിലി വിവാപ്പാണ് ഇപ്പൊ നമ്മൾ ഇട്ടേക്കുന്നത്. വിവാപ്പ് രാവിലെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫിക്സഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. വിവാപ്പ് നോക്കി ട്രേഡ് എടുക്കാം. വിവാപ്പ് ബ്രേക്ക് ചെയ്യുമ്പോൾ ട്രേഡ് എടുക്കാം. വിവാപ്പ് മേലോട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അപ് ട്രേഡ് എടുക്കാൻ പറ്റും. അത് വിവാപ്പ് ഒരു കൺസെപ്റ്റ് ആണ്. പിന്നെ ഇതിനകത്ത് നമുക്ക് വേണ്ട ബാർ സ്റ്റാറ്റിസ്റ്റിക്സ്. ബാറിനകത്തുള്ള കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. ബാറിലല്ല, നമ്മുടെ ഈ ക്യാൻഡിൽസ്റ്റിക്സിനകത്ത്. ഇപ്പൊ ഇത് ഇങ്ങനെ ഒരു ടേബിൾ ആണ് കിട്ടുന്നത്. ഈ ടേബിൾ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം. നിങ്ങൾക്ക് അറിയാമെങ്കിൽ, നിങ്ങൾക്ക് ആവശ്യമുള്ള ഡേറ്റ വേണമെങ്കിൽ. ഇത് കുറച്ച് സൂം ചെയ്താലേ കിട്ടത്തുള്ളൂ. ചുമ്മാ കിട്ടത്തില്ലേ. മൗസ് സൂം ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് സൂം ചെയ്യുക ചെയ്യേണ്ടി വരും. അപ്പൊ ഇതാണ്. ഇത് നമ്മൾ നേരത്തെ ഇംബാലൻസ് അല്ലെങ്കിൽ ക്ലസ്റ്റർ ചാർട്ടിൽ കണ്ട മാതിരി ഈ ഒരു ക്യാൻഡിലില് എത്ര ഓർഡേഴ്സ് വന്നിട്ടുണ്ട്. ബയേഴ്സ്, സെല്ലേഴ്സ്, നമ്മൾ സെൽ വോളിയം, ബൈ വോളിയം. ഈ സെൽ വോളിയം ആണ് റെഡിൽ കാണിക്കുന്നത്, സെൽ വോളിയം, ബൈ വോളിയം ഗ്രീനിൽ കാണിക്കുന്നത്. അതാണ് ഇവിടെ കാണിക്കുന്നത്. അത് അതിന്റെ ഡെപ്ത് അനുസരിച്ച് ഇതിന്റെ കളർ ഡാർക്ക് ആയിക്കൊണ്ടേയിരിക്കും. ചെറിയ ബൾക്ക് ഓർഡറുകളൊക്കെ ഉള്ളെങ്കിൽ ഇപ്പം ഈ ഒരു സമയത്ത് നല്ല ഓർഡർ വന്നു, അത് നല്ല ക്യാൻഡിൽ ഫോം ചെയ്ത്. അപ്പൊ അവിടെ സെല്ലേഴ്സിന്റെ വോളിയം 68 ഉണ്ട്, ബയേഴ്സിന്റെ വോളിയം 132. അപ്പൊ അതുണ്ട്, ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പൊ ഇതിന്റെ ഡിഫറൻസ് ആണ് നമ്മൾ ഡെൽറ്റ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞാല് ബയേഴ്സ് മൈനസ് സെല്ലേഴ്സ്. ബയേഴ്സും സെല്ലേഴ്സ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹലോ 64K കിട്ടും. കേൾക്കുന്നുണ്ട്. ഇതാണ് ഡെൽറ്റ. ഈ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ബയേഴ്സിന്റെ സെല്ലേഴ്സിന്റെ ഡിഫറൻസ് ആണ്. ഈ ഡെൽറ്റ ആണ് ഈ ക്യാൻഡിൽ. കാര്യം എന്ന് പറഞ്ഞാൽ ബയറിന്റെ വോളിയം കഴിച്ചു, സെല്ലറിന്റെ വോളിയം കഴിച്ചിട്ട് ഇന്ന് അടുത്ത് നിൽക്കുന്ന ബോഡി, ഈ ക്യാൻഡിലിന്റെ ബോഡി എന്ന് പറയുന്നതാണ് ഈ ഡെൽറ്റ.
ഈ വിക്കാണ് വേണമെങ്കിൽ എക്സസ് വന്ന ബയേഴ്സിന് സെല്ലേഴ്സിന് കംപ്രസ് ചെയ്തിട്ട് ഡെൽറ്റയാണ് ഈ ഇതായിട്ട് ഫോം ചെയ്തത്. ഇപ്പൊ ഡെൽറ്റ 64K ഉണ്ട്, അതാണ് ഈ ഒരു ക്യാൻഡിൽ. ഇപ്പൊ ഇവിടെ ഡെൽറ്റ 125K വന്നു, ആ ക്യാൻഡിൽ വലുതല്ലേ, 61K. അപ്പൊ ഇതാണ് ഒരു ക്യാൻഡിലിനകത്തുള്ള ട്രേഡ് നമുക്ക് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ക്യുമുലേറ്റീവ് ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തൊട്ട് മാർക്കറ്റ് തുടങ്ങിയപ്പോൾ ഉള്ള ഡെൽറ്റകൾ ആഡ് ചെയ്ത് വന്നതാണ് ക്യുമുലേറ്റീവ് ഡെൽറ്റ. ഇന്ന് മാർക്കറ്റ് തുടങ്ങിയപ്പോൾ ഇവിടുന്നാണ് ഫോം ചെയ്തേക്കുന്നത്. ഫസ്റ്റ് ക്യാൻഡിലില് ഇവിടെ നേരത്തെ ഇന്നലത്തെ 232 ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഇന്ന് മാർക്കറ്റ് തുടങ്ങി ഇവിടുന്നാണ്. അവിടുന്ന് പുതിയ ഡെൽറ്റ ആണ് വന്നേക്കുന്നത്. ഇവിടുന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഇപ്പൊ ഡെൽറ്റ ഉണ്ടോ -60 രാവിലെ ക്യാൻഡിൽ ഡൗൺ ആയിരുന്നു, മാർക്കറ്റ് ഡൗൺ ആയിരുന്നു. അപ്പോൾ -6, അതായത് 53K ബയേഴ്സേ ഉള്ളൂ, പക്ഷെ 130K സെല്ലേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതാണ് 60Kയുടെ ഡെൽറ്റ വന്നേക്കുന്നത്. അത് കഴിഞ്ഞ് ക്യുമുലേറ്റീവ് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഡെൽറ്റയുടെ കൂടെ ഇപ്പോഴത്തെ ഡെൽറ്റ ആഡ് ചെയ്ത് കിട്ടുന്നതാണ് ക്യുമുലേറ്റീവ് ഡെൽറ്റ. ഇപ്പൊ ക്യുമുലേറ്റീവ് ഡെൽറ്റ ഡാർക്കായി വരുന്നതോറും മാർക്കറ്റ് താഴോട്ട് വീണുകൊണ്ടേ ഇരിക്കുകയാണെന്ന് വെച്ചാൽ കീപ്പ് ഓൺ ആഡിങ് ദ സെല്ലേഴ്സ്. അതാണ് ക്യുമുലേറ്റീവ് ഡെൽറ്റയുടെ ഇത്. ഇപ്പൊ ഈ ഡെൽറ്റയുടെ വാല്യൂ നോക്കി നമുക്ക് മാർക്കറ്റിന്റെ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ഡയറക്ഷൻ നമുക്ക് മനസ്സിലാക്കി ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് മെയിൻ ആയിട്ട് നമുക്ക് പറ്റും. ഇപ്പൊ ഡാർക്ക് ആയിക്കൊണ്ടേ ഇരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും മാർക്കറ്റ് ഫോൾ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പൊ ഇവിടുന്ന് ഇത് റിക്കവർ ആയിട്ട് ഗ്രീൻ ആയി തുടങ്ങിക്കഴിഞ്ഞാൽ, നല്ല ഗ്രീൻ ആയി തുടങ്ങിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ബുള്ളിഷ് ആയി. ഇവിടെ കണ്ടോ വീക്കായി വന്നിട്ട് മാർക്കറ്റ് ഇവിടെ വന്നാൽ ബുള്ളിഷ് ആയിട്ടുണ്ടോ, മാർക്കറ്റ് ഇവിടുന്ന് ബുള്ളിഷ് ആണ്. മേ ബി ഇന്ന് ഗ്യാപ്പ് അപ്പ് വന്നതിന് ശേഷം ഇന്നത്തെ മാർക്കറ്റ് ഉണ്ടോ ബുള്ളിഷ് ആയിരുന്നു. മാർക്കറ്റ് മേലോട്ട് പോകുന്നതനുസരിച്ച് ഡെൽറ്റ ക്യുമുലേറ്റീവ് ഡെൽറ്റ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മാർക്കറ്റ് ബുള്ളിഷ് ആണ്. മാർക്കറ്റ് ഉണ്ടോ ഡെൽറ്റ കൂടിക്കൊണ്ടിരിക്കും, ഡെൽറ്റ ഗ്രീൻ കുറഞ്ഞിട്ടില്ല. അപ്പൊ ഇതാണ് ഡെൽറ്റ ബാറിൽ. ഇനി ഡെൽറ്റ ബാറിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫർദർ ഇത് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് മാക്സിമം ട്രേഡ്, മിനിമം ട്രേഡ്, ബൈ സെൽ, ബൈ പ്രൈസ്, മാക്സിമം, ഇത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം. വോളിയം അറിയാൻ വേണ്ടിയാണ് ബൈ സെല്ല് വോളിയം കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആണ് അറിയണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഇതിന്റെ സെറ്റിംഗ്സിൽ പോയിട്ട് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം. മാക്സിമം ഡെൽറ്റ, മിനിമം ഡെൽറ്റ, POC വാല്യൂ എത്ര ആണെന്ന് വെച്ചാൽ. ഇനി വിവാപ്പിന്റെ വാല്യൂ ആണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വിവാപ്പ് യൂസ് ചെയ്യുന്ന വിവാപ്പിന്റെ വാല്യൂ, ആ പർട്ടിക്കുലർ ടൈമിൽ വിവാപ്പിന്റെ വാല്യൂ എത്ര ആയിരുന്നു അത് വേണമെങ്കിൽ അത് ആഡ് ചെയ്യാൻ പറ്റും. POC വാല്യൂ ഏതാണെന്ന് വെച്ചാൽ POC വാല്യൂ ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇത് യൂഷ്വലി ട്രേഡ് എടുക്കും നമ്മൾ ഈ ചാർട്ടിൽ എടുക്കുവാണെങ്കിൽ, നമ്മുടെ ഓപ്ഷൻ ചാർട്ടിൽ എടുക്കുവാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ സ്ട്രൈക്കിനകത്തുള്ള വോളിയം നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ ഇത്? അപ്പൊ ഇതാണ് ഓർഡർ ഫ്ലോയും മാർക്കറ്റ് പ്രൊഫൈലും ഉള്ളത്. ഇനി വോളിയം പ്രൊഫൈലാണ്. വോളിയം പ്രൊഫൈൽ ഞാൻ നേരത്തെ പറഞ്ഞാണ്, അത് കാര്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ആക്ച്വലി വോളിയം പ്രൊഫൈൽ ഇതാണ്. വോളിയം പ്രൊഫൈൽ ഞാൻ പറഞ്ഞില്ലേ, ബയർ, സെല്ലർ, വോളിയം. ഇവിടെ കണ്ട സെല്ലേഴ്സ് കൂടുതലാണ്. ഇത് കസ്റ്റമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് രീതി വേണമെങ്കിലും ചെയ്യാം. ടോട്ടൽ വോളിയം വേണോ, ബിഡ് ആൻഡ് ആസ്ക് വോളിയം വേണോ, ബിഡ് ആൻഡ് ആസ്ക് വോളിയം ഇങ്ങനെ വരും. ഇനി ഹിസ്റ്റോഗ്രാം വേണോ, ലീനിയർ വേണോ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വേണോ, ഇതെന്ത് വേണമെങ്കിലും നമുക്കിവിടെ ഇത് ചെയ്യാം. ഓക്കെ, ജോബിച്ചേട്ടാ, അപ്പൊ നമുക്ക് ബേസിക് ആയിട്ട് ഓർഡർ ഫ്ലോയും മാർക്കറ്റ് പ്രൊഫൈലും മാത്രം മതി. എനിക്കൊന്നും മനീഷ് ഓർഡർ ഫ്ലോ യൂസ് ചെയ്യാറില്ല, മാർക്കറ്റ് പ്രൊഫൈലും മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ പുള്ളി. അതെ അതെ അതെ, പുള്ളി മാർക്കറ്റ് പ്രൊഫൈലും വിവാബും, പുള്ളി 3 വിവാബ് ഒക്കെ ഇട്ടിട്ടാ ചെയ്യുന്നത്. അത് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. RSI ഉപയോഗിക്കാറുണ്ട്. RSI ഞാൻ വരാം, RSIയിലേക്ക് വരാം. അപ്പൊ ഇത് രണ്ടും ക്ലിയർ ആയില്ലേ നിഷാദ് ബ്രോ? ക്ലിയർ ആണുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ ഇതിനകത്ത് ഒരു പ്രൊഫൈൽ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഇതെല്ലാം പരീക്ഷിച്ച് നോക്കുക. അടുത്ത ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓസിലേറ്റേഴ്സ് ആണ്. ഓസിലേറ്റേഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓസിലേറ്റേഴ്സ് ഒക്കെ ചെക്ക് ചെയ്ത്, ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കമ്മോഡിറ്റിയുടെയും മറ്റ് ഫോറക്സിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഓവർലേ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർട്ടിന് മേളിൽ വരുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഓവർലേ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് സൂപ്പർ ട്രെൻഡ് ഉണ്ട്. സൂപ്പർ ട്രെൻഡ് കുറവാണ്, ഇൻഡിക്കേറ്റേഴ്സ് അധികമൊന്നുമില്ല, പക്ഷെ അത്യാവശ്യമുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഉണ്ട്. സൂപ്പർ ട്രെൻഡ് ഉണ്ട്, ഇച്ചിമുക്കോ ഉണ്ട്,
ഗപ്പി മൂവിങ് ആവറേജ് അറിയാലോ, 5-6 ഒന്നിച്ച് ഇത് ചെയ്യുന്നത്. മൂവിങ് ആവറേജ്, എൻവലപ്പ് തന്നെ ക്ലൗഡ് ആയിട്ട് വരുന്നതാണ്. അതൊക്കെ നമുക്ക് ഏതാണ് നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ, പിന്നെ പിവറ്റ് പോയിന്റ്സ് ഉണ്ട്. പിവറ്റ് പോയിന്റ്സ് ആണെങ്കിൽ ആഡ് ചെയ്യാം. നമുക്ക് ആവശ്യമില്ലാത്ത സാധനമാണ് എന്ന് വെച്ചാൽ ഒരുപാട് ലൈൻസ് വരും. അതുണ്ടെങ്കിൽ ഇത് ചെയ്താൽ മതി. പിവറ്റ് പോയിന്റ്സ് കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് ആഡ് ചെയ്ത്, ഇപ്പൊ ഓൾറെഡി വന്നു R3 R4 എന്നൊക്കെ പറഞ്ഞിട്ട് പിവറ്റുകൾ വന്നു. പിവറ്റ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈഡ് ചെയ്താൽ മതി. ഓക്കെ. എന്നിട്ട് ഇത് ഇങ്ങനെ കാണണ്ടെങ്കിൽ ഇത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തിരിച്ചങ്ങ് മേളിൽ കയറി പോയിക്കോളും, ഇതിന്റെ ആവശ്യമില്ലെങ്കിൽ. അതൊക്കെ ട്രേഡിംഗ് വ്യൂലുള്ള സെയിം ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ്. ഇപ്പൊ പിവറ്റ് വേണമെങ്കിൽ പിവറ്റ് ഇട്ടു. ഇനി യൂഷ്വലി ഞാൻ ഉപയോഗിക്കുന്ന മറ്റൊരു ഇൻഡിക്കേറ്റർ ആണ് RSI, സ്റ്റൊക്കാസ്റ്റിക് RSI. അത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചില ഉള്ള ഇൻഡിക്കേറ്റർ ഒക്കെ ആണെങ്കിൽ കിട്ടും. ഇപ്പൊ MACD വേണമെങ്കിൽ MACD കിട്ടും. ഇതൊക്കെ ഇവിടെ ഏതിനകത്തെങ്കിലും കാണും, MACD ഒക്കെ. ഇല്ല, നിങ്ങൾക്ക് അതിൽ കൂടുതൽ ഉള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണ് വേണമെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ ഉണ്ടെങ്കിൽ കിട്ടും. സ്മാർട്ട് മണി ഒന്നും ഇല്ല. സിമ്പിൾ മൂവിങ് ആവറേജ്. ഓക്കെ. ഇനി സ്റ്റൊക്കാസ്റ്റിക് RSI വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇത് സെയിം ഇത് തന്നെ. സെറ്റിങ്സ് അപ്പർ ബാൻഡ് 75, മിഡിൽ 50, 75 35 ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 70 30 ആക്കാം. അല്ലെങ്കിൽ 80-20 ആക്കാം. 80-20 കൂടുതലാണ്. 70-20 മതി. 70-20 കറക്റ്റ് ആയിരിക്കും. RSI പീരീഡ് 14, D ലൈൻ 3 9. ഓക്കെ. പീരീഡ് 14. ഓക്കെ. 12. അപ്പിയറൻസ്. ഓക്കെ. ഇത് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ. അപ്പൊ ഇനി RSI നോക്കിയിട്ട് റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് ആണെങ്കിൽ RSI നോക്കിയിട്ട് ട്രേഡ് എടുക്കുന്നതിന് കുഴപ്പമില്ല. RSI താഴെ വരുവാണെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് മേലോട്ട് വരണം. ഇപ്പോൾ താഴെ വന്നിട്ട് ടേൺ ആവുമ്പോൾ എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഇപ്പോൾ ഇവിടെ വന്ന് താഴെ വന്നിട്ട് തിരിയുമ്പോൾ ഇവിടെ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇവിടം വരെ ധൈര്യമായിട്ട് പിടിച്ചോണ്ടിരിക്കാം. ഇത് കഴിഞ്ഞിട്ട് ഇതിന് പുറത്തേക്ക് എന്ത് സംഭവിക്കാം. ഇവിടുന്ന് ഇവിടം വരെ ഉള്ള ട്രേഡുകൾ ചെറിയ ട്രേഡ് കിട്ടും. പക്ഷെ ഭയങ്കര റേഞ്ച് ബൗണ്ട് നല്ല വോളറ്റിലിറ്റി ഇല്ലെങ്കിൽ DK ആയി പോകും. അതൊരു ഇഷ്യൂ ആണ്. അതുകൊണ്ട് മാക്സിമം സ്കാൽപ്പ് ചെയ്യാം. ഇവിടുന്ന് കയറി ഇവിടെ ഇറങ്ങാം. അപ്പം 1 മിനിറ്റിലൊക്കെ ആണെങ്കിൽ RSI നല്ലതായിട്ട് വർക്ക് ചെയ്യും. 1 മിനിറ്റിലാണ് ഇവിടുന്ന് കയറി കണ്ട ഈ ഒരു ക്യാൻഡിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ പെട്ടെന്ന് ഇറങ്ങുക, ഇവിടുന്ന് കയറി ഇവിടെ ഇറങ്ങുക. അങ്ങനെ സ്കാൽപ്പിങ്ങിന് 1 മിനിറ്റിൽ നമുക്ക് യൂസ് ചെയ്യാം, നല്ല ക്വാണ്ടിറ്റി ഇട്ടിട്ട്. ഓക്കെ. 1 മിനിറ്റിൽ ബാർ വർക്ക് ചെയ്യത്തില്ല കേട്ടോ. ബാർ നല്ലതായിട്ട് സൂം ചെയ്താലേ വരത്തുള്ളൂ. 1 മിനിറ്റിൽ ഈ ബാർ സ്റ്റാറ്റിസ്റ്റിക്സ് 1 മിനിറ്റ് നോക്കാതിരിക്കും നല്ല. ഇത് 5 മിനിറ്റ് ആണ്, അല്ലെങ്കിൽ 15 മിനിറ്റ് ആണ് ഇതിന്റെ ബെസ്റ്റ് ടൈമിങ്. ഓക്കെ. അപ്പൊ ഇത് RSI. നിങ്ങൾക്ക് വേണ്ടുന്ന ഇൻഡിക്കേറ്ററുകൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കിട്ടും. പിവറ്റ്, സൂപ്പർ ട്രെൻഡ് ഉണ്ട്. ഓക്കെ. ബുള്ളിഷ് ആൻഡ് ക്രൂസിംഗ്. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റർ RSIയും ഈ VWAP-ഉം ഈ മാർക്കറ്റ് പ്രൊഫൈലുമാണ്. പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ ഓർഡർ ഫ്ലോ, ഇല്ലെങ്കിൽ ഇത് ഹൈഡ് ചെയ്ത് കിട്ടുന്നാൽ മതി. അല്ല, ഇത് മേലോട്ട് താഴ്ത്തു വെക്കുന്നത് ഹൈഡ് ചെയ്തിട്ട് ഇത് താത്തു വെച്ചിരുന്നാൽ മതി. അപ്പൊ അത് ആവശ്യമുള്ളപ്പോൾ മാത്രം എടുത്ത് വെച്ച് നോക്കിയാൽ മതി. അപ്പൊ ഇത് ക്ലിയർ ആയില്ലേ? POC ലൈനുകളെല്ലാം വേണ്ടാത്ത ഇൻഡിക്കേറ്ററുകൾ ഇവിടെ ഹൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ഹൈഡ് ചെയ്യാം. ഓക്കെ. നമ്മൾ ഈ സ്റ്റോക്ക് എടുക്കുന്നത് ഇതൊക്കെ തന്നെയാണ് നല്ല ഇൻഡിക്കേറ്റേഴ്സ് ആണ്. സ്റ്റോക്ക് ഞാൻ ഫിൽട്ടർ ചെയ്ത് എടുത്തിട്ടാണ് ഇവിടെ വന്നിട്ട് നോക്കുന്നത്. ഞാൻ എന്റെ ഒരു സ്റ്റോക്ക് ഫിൽട്ടർ ചെയ്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. വാച്ച് ലിസ്റ്റ്, നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റ്. അപ്പൊ സ്റ്റോക്ക് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇന്ന് തന്നെ ഞാൻ ഇത് വെച്ചിട്ട് ഒരു സ്റ്റോക്ക് ചെയ്തായിരുന്നു. ഇപ്പൊ ITC മാർക്കറ്റ് പ്രൊഫൈൽ വെച്ചിട്ട് ഞാനൊരു ട്രേഡ് എടുത്തായിരുന്നു. ഞാൻ ട്രേഡ് എടുത്തത് ഇവിടുന്ന ട്രേഡ് എടുത്തത് ഇത് ബ്രേക്ക് ചെയ്തപ്പോ ഇവിടെ നല്ലല്ലോ. ഇവിടുന്ന് ഞാൻ ട്രേഡ് എടുത്തത് മാർക്കറ്റ് പ്രൊഫൈൽ ഈ ലെവലിൽ നിന്ന് ട്രേഡ് എടുത്തു. ഈ ലെവലിൽ ട്രേഡ് എടുത്ത് എനിക്ക് ഇവിടെ വന്നിട്ട് പക്ഷെ ഞാൻ ഇറങ്ങിയില്ല. പക്ഷെ അത് വീണ്ടും തിരിച്ചടിച്ചു. പക്ഷെ ഇവിടുന്ന് വീണ്ടും കിട്ടി. ഇവിടുന്ന് കിട്ടിയപ്പോൾ കണ്ടോ, അത് നല്ല രീതിയിൽ പോയി.
പക്ഷെ ഇത് ഓപ്ഷൻ ചാർട്ടിനാന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയായിരുന്നു. ഇത് ഇവിടുന്ന് മേലോട്ടെ TC ഏതായിരുന്നു ലെവല്? TC 450C 450C. ഓക്കെ, 450C നോക്കുന്നത് മനസ്സിലാവും. ആ കറക്റ്റ് കണ്ട, ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് പോയണ്ട. ഞാൻ 450Cയുടെ ചാർട്ട് മോണിറ്റർ ചെയ്തോണ്ടിരിക്കുവായിരുന്നു. ഞാൻ ഇവിടുന്ന് എടുത്ത് ഞാൻ 8:40 എടുത്തത്. 8:40 ഇവിടുന്ന് എടുത്തു. 8:40 ഇവിടുന്ന് എടുത്തു. ഈ സാധനം പിന്നെ താഴോട്ട് പോയിട്ട് 790 വരെ പോയി. പക്ഷെ ഈ POC സപ്പോർട്ട് എടുത്തേക്കുന്നുണ്ടോ? POC സപ്പോർട്ട് എടുത്തിട്ട് കയറി. ഞാൻ പറഞ്ഞു ഇത് ബ്രേക്ക് ചെയ്താൽ നല്ലതായിട്ട് ബ്രേക്ക് ചെയ്യുന്നു. എനിക്ക് ഇവിടം വരെ കിട്ടി. എനിക്ക് 9:45 വരെ കിട്ടി. ഞാൻ അതിനിറങ്ങി. പിന്നെ 10 വരെ പോയത്. അപ്പൊ ഇത് നല്ലൊരു ട്രേഡ് ആയിരുന്നു. ലാസ്റ്റ് മൊമെന്റിൽ ഈ 3 മണിക്ക് ഞാൻ എടുത്ത 3 മണി കഴിഞ്ഞിട്ട് എടുത്ത സ്റ്റോപ്പ് ലോസ് ഏതായിരുന്നു ഇപ്പൊ? സ്റ്റോപ്പ് ലോസ് ഞാൻ വെച്ചിരുന്നത് ഇവിടാണ്, ഇതിന്റെ താഴെ ഈ ഒരു ഏരിയ. യൂഷ്വലി ഞാൻ എടുക്കുമ്പോ, ഞാൻ ചെറിയ സ്റ്റോക്കുകൾ എടുക്കുമ്പോൾ യൂഷ്വലി എന്റെ സ്റ്റോപ്പ് ലോസ് 3000 രൂപയാണ്. ഞാൻ അത് വരുമ്പോൾ കട്ട് ചെയ്യും, ലോസ് ആയാലും പ്രോഫിറ്റ് ആയാലും. മനസ്സിലല്ലേ? അത് കൂടുതൽ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. ഞാനിപ്പോ ഇത് നോക്കും, സ്റ്റോപ്പ് ലോസ് ഇവിടെ നോക്കും. ഇല്ല ഇത് കൂടുതലാണെങ്കിൽ ഞാൻ 3000 രൂപ കട്ട് ചെയ്ത് ഇറങ്ങും. ഇവിടെ വന്നപ്പോ കറക്റ്റ് 3000 രൂപയ്ക്ക് അടുത്ത് വന്നായിരുന്നു. 3200 കണ്ടെടുത്ത് വന്നായിരുന്നു. പക്ഷെ ഞാൻ നോക്കി ഇവിടെ സപ്പോർട്ട് എടുത്തു. അതുകൊണ്ട് ഞാൻ പിന്നെ ഹോൾഡ് ചെയ്തേ. കണ്ടില്ലേ പോയ പോക്ക്? കണ്ടില്ലേ ഇവിടുന്ന്? ഉണ്ടോ? ഇവിടെ ഞാൻ എന്റെ സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഏരിയ ആയിരുന്നു. ഈ ഒരു പക്ഷെ ഇവിടെ 3200 വരെയൊക്കെ വന്നു. 790 ആയിരുന്നു എന്റെ സ്റ്റോപ്പ് ലോസ് 8:40. പക്ഷെ ഇത് ഇവിടെ 770 വരെയൊക്കെ വന്നെങ്കിലും ഇത് റീട്രേസ് ചെയ്യുന്നു. കാരണം എന്താ പറഞ്ഞാൽ ഞാനൊരു റീട്രേസ്മെന്റ് ട്രേഡ് എടുത്തത് ഇവിടെ. മനസ്സിലായില്ലേ? മേളി ഇവിടെ ഓൾറെഡി ഒരു ഹൈ ലെവൽ ഉണ്ട്. ഹൈലി ബുള്ളിഷ് ആയിരുന്നു. റീടെസ്റ്റ് ചെയ്ത ലെവലാണ് ഞാൻ എടുത്തത്. അപ്പൊ ഇത് 499 ആയിരുന്നു. ഇത് 499 ആയിരുന്നു. അല്ല 498 അല്ല 93 ആയിരുന്നു. ഏതായാലും ലെവലൊന്നും ഓർമ്മയില്ല. ITC 448 ആയിരുന്നു. 448. 48 ഇവിടെ വന്നപ്പോ ഞാൻ എടുത്തത് 446. അപ്പൊ 448 തിരിച്ചു വരുമെന്ന് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു. 448, 450, 452 വരെ പോയത്. ഈ ഒരു റീട്രേസ് തന്നെ ഞാൻ നോക്കിയത്. പക്ഷെ ഇവിടെ താഴോട്ട് വന്നെങ്കിലും ഇവിടുന്ന് തിരിച്ച് സപ്പോർട്ട് എടുത്തിട്ട് പോയ പോക്കുണ്ട്. ഇത് ബ്രേക്ക് ചെയ്ത പോയ പോക്കുണ്ട്. ഇത് ഞാൻ നോക്കിയിരിക്കുവായിരുന്നു. ഇതെനിക്ക് കിട്ടുമെന്ന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതോടെ ഈ ലെവലിൽ കിട്ടി എനിക്ക്. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ഇറങ്ങി. ഞാൻ 10 വരെ ഞാൻ വെയിറ്റ് ചെയ്തു. ഞാൻ 9:40 ആയപ്പോൾ ഇറങ്ങി. ഞാൻ 940 ഒക്കെ 840, 940 ഒരു പോയിന്റ് എടുത്തു. അത് മതി നമുക്ക്. അങ്ങനത്തെ മൊമെന്റം ട്രേഡുകൾ കിട്ടിയാൽ മതിയല്ലോ. നമുക്ക് ഇൻഡെക്സിൽ എത്ര നേരം കാത്തിരുന്നിട്ടായിരിക്കും ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിച്ചു പോകും, അല്ലെങ്കിൽ റിവേഴ്സ് അടിച്ചു പോകും. ഇൻഡെക്സ് ഭ്രാന്താ എനിക്ക്. പിന്നെ റിവഞ്ച് ട്രേഡ് ആവും. അതാണ് പ്രശ്നം. ഇൻഡെക്സ് അത് ചെയ്യാറില്ല. പക്ഷെ എനിക്ക് കൈകൊള്ളുന്ന സ്റ്റോക്കിനകത്ത് സ്റ്റോക്ക് എനിക്ക് കുറച്ച് കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ നേരത്തെ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ടേ, ഞാൻ ഇൻട്രാഡേ മറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ച് സ്റ്റോക്കിന്റെ ഒരു ലെവൽസ് ഒക്കെ വരും. നമുക്ക് അത്യാവശ്യം ഒരു ഇതുണ്ട്. പിന്നെ വോളിയം കൂടെ നോക്കും. വോളിയം ITCയിൽ വോളിയത്തിന് ഒരു കുറവുമില്ല. അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ സെറ്റിംഗ്സിൽ വോളിയം വേണമെങ്കിൽ വോളിയം മാറ്റാം കേട്ടോ. ഫസ്റ്റ് കോളം ലാസ്റ്റ് ട്രേഡ് പ്രൈസ് ബിഡ് ആസ്ക് വോളിയം വേണം ഇടാം, അല്ലെങ്കിൽ തേർഡ് കോളം വേണമെങ്കിൽ വോളിയം ഇടാം. അപ്പോൾ വോളിയം നമുക്ക് ITC നല്ല വോളിയം 30 ബില്യൺ ഉണ്ട്. അപ്പൊ എന്തായാലും ഒരു ബുള്ളിഷ് ട്രെൻഡാണ്. പെട്ടെന്ന് തിരിച്ചു വരത്തുമില്ല. അപ്പൊ ഇവിടെ സെറ്റിംഗ്സിൽ നിങ്ങൾക്ക് ഇത് മാറ്റാം കേട്ടോ. ഞാൻ പെർസെന്റേജ് ചേഞ്ച് ചെയ്ത് ഡിഫോൾട്ട് 3 ഇടാൻ പറ്റും. അതുകൊണ്ട് ഇപ്പൊ ഡിഫോൾട്ട് ഇട്ടേക്കുന്നത്. പെർസെന്റേജ് ഓഫ് ചേഞ്ച് മൂന്നാമത്തെ കോളം എന്തുവായിരുന്നു? ഇത് ലാസ്റ്റ് ട്രേഡ് പ്രൈസ്. രണ്ടാമത്തെ കോളം ലാസ്റ്റ് ട്രേഡ് പ്രൈസ് NTP. ഓക്കെ. ഇപ്പൊ നിങ്ങക്ക് വാച്ച് ലിസ്റ്റ് കയറ്റി ഇവിടെ വന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ക്രിയേറ്റ് ന്യൂ വാച്ച് ലിസ്റ്റ്. ഇവിടെ പേര് കൊടുക്കുക. റിൻഷാദ് എന്നല്ലേ? റിൻഷാദ് കൊടുക്കുക. ഇപ്പൊ നിങ്ങക്ക് നിഫ്റ്റി വേണം. നിഫ്റ്റി ഫ്യൂച്ചർ 1 ഇട്ട് കഴിഞ്ഞിട്ട് സേവ് കൂടെ ചെയ്താണെങ്കിൽ ചിലപ്പോൾ വർക്ക് ചെയ്തില്ല. സേവ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ എറർ കാണിക്കും. സേവ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ വാച്ച് ലിസ്റ്റ് സേവ് ആയി കഴിഞ്ഞു. പിന്നെ ഇവിടെ വന്ന് പോയി കഴിഞ്ഞാൽ രണ്ട് വാച്ച് ലിസ്റ്റിലൂടെ ഉണ്ട്. ഇൻഡെക്സ് ട്രേഡ് എടുക്കേണ്ടവർ ഇൻഡെക്സിൽ എടുത്തിട്ട് നോക്കിയാൽ മതി. ഞാൻ ബാങ്ക്സിന്റെ സെപ്പറേറ്റ് ഇട്ടു. ബാങ്കുകളെല്ലാം കൂടെ
ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്റ്റോക്കുകൾ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് എടുത്ത് ട്രേഡ് എടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഇവിടെ ഇത് ഫുൾ സ്ക്രീൻ, ഈ ബട്ടൺ ലെഫ്റ്റ് സൈഡ് കോർണറിലെ ഈ ബട്ടൺ എന്റെ തീം ചേഞ്ച് ചെയ്യാനാണ്. ലൈറ്റ് തീം ആണെങ്കിൽ ലൈറ്റ് തീം, ഡാർക്ക് തീം. ഈ തീമൊക്കെ ചേഞ്ച് ചെയ്താൽ നിങ്ങൾ നിങ്ങളുടെ ഇതിൽ ലേഔട്ടിൽ സേവ് ചെയ്ത് വെക്കും കേട്ടോ. ഓരോരുത്തർക്കും ഓരോ തീമല്ലേ വേണ്ട. അവരവരുടെ ലേഔട്ട് എടുത്ത് മോഡിഫൈ ചെയ്യുക, അല്ലെങ്കിൽ പുതിയ ലേഔട്ട് എടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ഇത് ഫിനാൻഷ്യൽസ് എന്ന് പറയുന്നത് നമ്മൾ ഇതിന്റെ എനിക്ക് തോന്നുന്നു ആ പർട്ടിക്കുലർ കമ്പനി, ഇപ്പൊ നമ്മൾ ITC ഇട്ടേക്കുന്നത്, ITCയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ, കോർപ്പറേറ്റ് ഇവന്റ്സ്, ഷെയർ ഹോൾഡർ പാറ്റേൺസ്, ഇതൊക്കെയാണ് ആ പർട്ടിക്കുലർ സ്റ്റോക്കിന്റെ ഡീറ്റെയിൽസ് ആണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ വരുന്നത്. ലെഡ്ജർ ആണെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഡയറക്റ്റ് ഓർഡർ എടുക്കുവാണെങ്കിൽ വരുന്ന ലെഡ്ജറിലായിരിക്കും. അല്ല പേപ്പർ ട്രേഡ് എടുക്കാം. അപ്പൊ പേപ്പർ ട്രേഡ് എടുക്കുകയാണെങ്കിൽ പേപ്പർ ട്രേഡ് ഇവിടെ വന്ന് കിടക്കും. ഓക്കെ, അതിനു വേണ്ടിയിട്ടാണ് ഈ ലെഡ്ജർ വരുന്നത്. പിന്നെ ട്രേഡ്സ് നമ്മുടെ എടുക്കാനുള്ള ട്രേഡ് എടുക്കണമെങ്കിൽ ഇവിടുന്ന് ഡയറക്റ്റ് ട്രേഡ് എടുക്കാം. ഇതിപ്പോ എടുത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേപ്പർ ട്രേഡിലേക്കാണ് പോകുന്നത്. പോയെന്നറിയില്ല, ക്ലോസ് ആണ്ടായിരിക്കും. അല്ലെങ്കിൽ ബ്രോക്കർ സെലക്ട് ചെയ്തിട്ട് ബ്രോക്കർ സെലക്ട് ചിലപ്പോൾ എനിക്കിത് ഹാങ് ആവുന്നു. അത് ബ്രോക്കർ സെലക്ട് ചെയ്തിരിക്കുന്നല്ലേ നിങ്ങൾ. കാര്യം നിങ്ങൾ ട്രേഡ് എടുത്തോണ്ട് മറ്റേ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമല്ലേ, ഹാങ് ആവും. ബ്രോക്കർ എടുക്കാതിരിക്കും നല്ലതെന്ന്. നമുക്ക് പ്രീമിയം ചാർട്ട് എടുത്തിട്ട് പിന്നെ നമുക്ക് ബ്രോക്കർ ചെയ്താണെങ്കിൽ നമുക്ക് പോയിന്റ് എടുത്താൽ മതി. ബ്രോക്കർ നമ്മൾ നമ്മുടെ ഓൺ ഇത് തന്നെ ചെയ്താൽ മതി. ഇത് ഡയറക്റ്റ് ഞാനിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇതിനകത്ത് ഇത് ഡിഫോൾട്ട് കുറച്ച് സെറ്റിങ്സ് ആണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഒരു ലേഔട്ട് ഞാൻ ഇവിടെ ഡിഫോൾട്ട് കൊടുത്തിട്ടുണ്ട്, ഈ 6 എന്ന് പറഞ്ഞിട്ട്. ഇതാണ് ഞാൻ ആ ഡിഫോൾട്ട് കൊടുത്തിരുന്നത്. റെസിലിയൻസ് സെറ്റപ്സ് എന്ന് പറഞ്ഞിട്ട് ഡിഫോൾട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യാൻ, ഡൗൺലോഡ്, എക്സൽ ഡൗൺലോഡ് ചെയ്യാൻ, പിന്നെ റീപ്ലേ ഓപ്ഷൻ ഉണ്ട്. ബാർ റീപ്ലേ വേണമെങ്കിൽ ട്രേഡിംഗ് വ്യൂലെ കണക്ക് തന്നെ റീപ്ലേ ചെയ്ത് നോക്കാവുന്നതാണ്. ഇവിടെ വെച്ചിട്ട് പ്ലേ കൊടുത്താൽ മതി. റീപ്ലേ കൊടുത്തിട്ട് പ്ലേ കൊടുത്താൽ മതി, റിപ്ലൈ ആക്റ്റീവ് ആവും. ഇത്രയാണ് ഇതിനകത്തുള്ളത്. ഇത് ക്ലിയർ അല്ലേ? ഇനി നിങ്ങൾ പരീക്ഷിക്കുക. ഇനി ഇതിനകത്ത് ഒരു കാര്യമുണ്ട്, ഒരു കാര്യം ഇവിടെ. അതിന് നിങ്ങൾ എക്സ്ട്രാ ഫീസ് ഒക്കെ തരേണ്ടി വരും. ഇത് കോച്ചാട്ടിങ്ങിന്റെ കമ്പനിക്കാർ പോലും ഇല്ലാത്ത ട്രെയിനിങ് ആണ് ഞാൻ തരുന്നത്. ഇതിനകത്ത് OI പൾസ് നമുക്ക് ഡയറക്റ്റ് കാണാൻ പറ്റും. ITC എടുത്തിട്ട് കാര്യമില്ല, അതിനകത്ത് OI നമുക്ക് കണ്ടിട്ട് കാര്യമില്ല. നമുക്ക് ഇൻഡെക്സിന്റെ OI അല്ലേ വേണ്ടത്. ഡിലേ ഉണ്ടോ? അത് സ്പോട്ട് ആണോ? ഡിലേ ഒന്നുമില്ല. അത് നമ്മളെ ഈ സെൻസിബിൾ ഒക്കെ പറഞ്ഞ 3 മിനിറ്റ് ഡിലേ എന്ന് പറയുന്നത്. എല്ലാ ഇതിനകത്ത് മിനിറ്റ് ഒന്നും ഇല്ല, ഒരു 100 മില്ലി സെക്കൻഡ് ഡിലേ ഒക്കെ കാണും. അത് 100 മില്ലി സെക്കൻഡ്, 200, അതിപ്പോ ട്രേഡിംഗ് വ്യൂ ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. എല്ലാത്തിലും ഉണ്ട്. അത് 100 to 500 മില്ലി സെക്കൻഡ് ഡിലേ എല്ലാത്തിലും വരും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ചേഞ്ചിൽ നിന്ന് ഡേറ്റ എടുത്തിട്ടല്ലേ അവര് നമുക്ക് തന്നിട്ട് ഇതിനകത്ത് ചാർട്ടിനകത്ത് ഡിസ്പ്ലേ ആവത്തുള്ളൂ. അപ്പൊ എക്സ്ചേഞ്ചിൽ ഡേറ്റ എടുത്ത് എന്ത് ഫൈബർ വെച്ച് യൂസ് ചെയ്താലും മില്ലി സെക്കൻഡ്സിന് ഡിലേ വരുമല്ലോ. അത്രേ ഉള്ളൂ. 3 മിനിറ്റ് ഡിലേ ഒക്കെ പറഞ്ഞാൽ ചോദിച്ചത്. അത് സെൻസിബിൾ ഒരു ഇതല്ലല്ലോ, സെൻസിബിൾ ഒരു ഇതല്ലല്ലോ, പ്ലാറ്റ്ഫോം അല്ല. 3 മിനിറ്റ് ഡിലേ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻഡെക്സ് ട്രേഡ് എടുക്കാൻ പറ്റുമോ? ഞാൻ എടുക്കുന്ന ട്രേഡ് ടിക്ക് എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. അതിൽ നിന്നാണ് ഞാൻ മറ്റേ ഇതെടുക്കുന്നത്. ഏതാ ചാർട്ടോ? അല്ല, നമ്മുടെ ഇത് ഓയുടെ ഡേറ്റ, ചാർട്ടിന്റെ ഡിലേ ആണ് ഇതിനകത്ത്. അത് ഡിലേ കാണും, ഡിലേ കാണും. ഡിലേ ആക്ച്വലി ഓയെ കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ആവണമെന്നില്ല. എൻഡ് ഓഫ് ദി ഡേ ആണ് മനസ്സിലായില്ലേ? എൻഡ് ഓഫ് ദി ഡേ ആണ് പ്രത്യേകിച്ച് കറക്റ്റ് ഡേറ്റ കിട്ടത്തുള്ളൂ മാർക്കറ്റ്. പിന്നെ ഒരു
മാർക്കറ്റിൽ കിട്ടുന്ന ഒരു റോ ഡേറ്റയാണ് നമ്മൾ OI യൂസ് ചെയ്യുന്നത്. OI 100% ഡിപ്പെൻഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല. പറ്റത്തില്ല. നമ്മള് ഒരു മാത്രം നോക്കി ട്രേഡ് എടുത്താൽ പൊട്ടിപ്പോകും. ഉം. അത് വേറെയും കാര്യമുണ്ട്. നമ്മൾ ഏതാണോ മറ്റേ ഫോക്കസ് അതിൽ നിന്ന് ഇവര് നമ്മളെ ട്രാപ്പ് ചെയ്തോണ്ടിരിക്കും. ഫസ്റ്റ് അതാണ്. എല്ലാവരും OA ആയിരുന്നു. അപ്പൊ അവര് OA ട്രാപ്പ് ചെയ്ത്, പിന്നെ എല്ലാവരും RSIയിലേക്ക് പോയി, RSI ട്രാപ്പ് ചെയ്ത്, ഇപ്പൊ എല്ലാവരും SMCയിലേക്ക് നിൽക്കുക. ഇപ്പൊ SMCയിൽ ഇപ്പൊ ട്രാപ്പ് ഇപ്പൊ ഞാൻ നോക്കുമ്പോ തന്നെ അല്ലേ, നമ്മളെല്ലാം സിസ്റ്റം എല്ലാം കറക്റ്റ് ആയിരിക്കും, പക്ഷേ ലിക്വിഡിറ്റി നമ്മൾ എടുക്കുന്ന പോയിന്റ് മാർക്ക് ചെയ്യും, പക്ഷെ അവിടെ നിങ്ങളുടെ കുറച്ച് താഴെ പോയിട്ട് നമ്മളെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് ഇമറി കയറ്റും. അതാ ഞാൻ പറഞ്ഞേ, മാർക്കറ്റ് നമ്മുടെ പ്രീവിയസ് ആര് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ട് അത് എടുക്കുക എന്ന ഒറ്റ ഒരു ഉദ്ദേശമുള്ളൂ മാർക്കറ്റിന്. എനിക്ക് മനസ്സിലാകും. നമ്മള് ഇപ്പം നമ്മൾ അവരെ ഐഡന്റിഫൈ ചെയ്യുമ്പോഴേക്കും അവർ നമ്മളെ ട്രാപ്പ് ചെയ്യും. ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ക്രൂഡ് ഓയിൽ ചാർട്ട് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. മാർക്കറ്റ് US മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ നമ്മുടെ മാർക്കറ്റ് രാവിലെ എവിടെ നിൽക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് അടിച്ച് താഴെ കൊണ്ടുവന്നിട്ട് താഴത്തെ ഒരു പുതിയ ലെവലിൽ നിന്ന് മാത്രമേ അവര് ട്രേഡ് എടുക്കത്തുള്ളൂ. അപ്പൊ നമ്മുടെ മാർക്കറ്റ് രാവിലെ ഇത് പൊങ്ങി നിൽക്കാന്ന് വെച്ചോ, ക്രൂഡ് ഓയിൽ നല്ല ഹൈല് ഒരു 100 പോയിന്റ് മേളിൽ കയറിയിരിക്കും, അല്ലെ 200 പോയിന്റ് മേളിൽ കയറിയിരിക്കാന്ന് വെച്ചോ, ആ 200 പോയിന്റ് അടിച്ച് താഴെ കൊണ്ടുവന്നിട്ട് അവിടുന്ന് ഫ്രഷ് എൻട്രി ആണ് അവർ കൊണ്ടുവന്നത്. അപ്പൊ അവരെന്ന് പറഞ്ഞാൽ എടുക്കുമ്പോൾ ഫ്രഷ് എൻട്രി താഴെ നേരത്തെ നിന്ന് എല്ലാം അടിച്ചിട്ടിട്ടാണ് കൊണ്ടുവന്നത്. അപ്പൊ ഇവിടെ നിൽക്കുന്നവന്റെ എല്ലാം ബുക്ക് ചെയ്യാത്തവന്റെ എല്ലാം അടിച്ചു പോകും, സ്റ്റോപ്പ് ലോസ് അടിച്ചു പോയി താഴെ പോയി പുതിയൊരു ലെവലിൽ നിന്ന് എടുത്തിട്ട് ആ ദിവസം ആ പ്രീവിയസ് ലെവൽ തന്നെ വരും. 7 മണിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും ഈ ഒരു സംഭവത്തിലേക്ക് തിരിച്ച് ആ ലെവലിൽ വരും, തിരിച്ച് ആ ലെവലിൽ വന്നിട്ട് ചിലപ്പോൾ ആ ലെവലിന് മേളിലും പോയെന്നിരിക്കും. അതാണ്. അപ്പൊ ഈ റീറ്റെയിലേഴ്സ് എവിടെ കൂടുതൽ വരുന്ന അവിടെ അവരുടെ സ്റ്റോപ്പ് ലോസ് അടിപ്പിക്കുക, അത് തന്നെ ഉദ്ദേശം. അവര് ഹ്യൂജ് ഓർഡർ ഇടുക, അടിച്ചിട്ട് എടുത്തിട്ട് പോവുക, അത് തന്നെയാണ് അവരുടെ ഉദ്ദേശം. നമ്മളേതാണ് ഫോക്കസ് ചെയ്യുന്നത് അവർ ട്രാപ്പ് ചെയ്ത് തുടങ്ങും. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലിംഗ് ആണ് കൂടുതൽ ചെയ്യുന്നത്, നമ്മളാണ് ഈ ബൈയും ചെയ്യുന്നത്. അവര് അവരുടെ അനലൈസ് വെച്ചിട്ട് അവര് സെല്ല് ചെയ്തിട്ടാണ് കാശ് ഉണ്ടാക്കുന്നത്. അപ്പൊ അവർക്ക് ലോസ് ഇല്ല. എന്ന് വെച്ചാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് ട്രേഡ് എടുക്കുമ്പോൾ അവർക്ക് ലോസ് അവരുടെ പുസ്തകത്തിലേ ഇല്ല. അത് മെഷീൻസ് ആണ് എടുക്കുന്നത്, അല്ല മനുഷ്യനൊന്നും അല്ല ട്രേഡ് എടുക്കുന്നത്. അപ്പൊ അവന്റെ അതിന്റെ ലോജിക്സ് ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് എടുക്കുമ്പോ അത് അടിച്ചെടുത്തിട്ട് പോയിക്കോളൂ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വെച്ചിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീൻസ് വെച്ച് നമ്മൾ അതിന്റെ ഇടയ്ക്ക് കിട്ടുന്ന ഒരു ഗ്യാപ്പിൽ കയറി ഇറങ്ങുക മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. നമുക്ക് അല്ലാതെ അവരോട് കോമ്പീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ DA അവരോട് കോമ്പീറ്റ് ചെയ്യണം. DA കോമ്പീറ്റ് ചെയ്യത്തില്ല, DA ഓൺലി ബാലൻസ് ചെയ്യത്തുള്ളൂ. DAക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം DA മാർക്കറ്റിൽ DAയുടെ ക്യാരക്ടർ എന്താണ്, DA ഓൺലി സ്റ്റോക്ക് മാത്രമേ ബൈ ചെയ്യത്തുള്ളൂ. പക്ഷെ FIs എന്തൊക്കെയാണ് ചെയ്യുന്നത്? FIs ക്യാഷ് മാർക്കറ്റ് സ്റ്റോക്ക് പർച്ചേസ് ചെയ്യും, സ്റ്റോക്ക് ഫ്യൂച്ചർ ചെയ്യും, ഇൻഡെക്സ് ചെയ്യും, ഇൻഡെക്സ് ഫ്യൂച്ചർ ചെയ്യും, ഇൻഡെക്സ് ഓപ്ഷൻ ചെയ്യും. അവർക്കെല്ലാം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. DAs എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ മ്യൂച്വൽ ഫണ്ടുകാരാ, അവർ ഓൺലി സ്റ്റോക്ക് വാങ്ങിയിടേ വിൽക്കത്തേ ഉള്ളൂ. മനസ്സിലല്ലേ? അതാണ് അതിന്റെ ഡിഫറൻസ്. പക്ഷെ FIs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അക്കൗണ്ടിൽ അവർക്ക് സ്റ്റോക്ക് ഇൻട്രാഡേ ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അടുത്ത കഴിഞ്ഞിട്ട് അവര് ഫ്യൂച്ചേഴ്സ് ബൈ ചെയ്യാം, ഫ്യൂച്ചേഴ്സ് സെല്ല് ചെയ്യാം, ഓപ്ഷൻ ബൈ ചെയ്യാം, ഓപ്ഷൻ സെല്ല് ചെയ്യാം, ഫ്യൂച്ചറിന്റെ ഓപ്ഷൻ സെല്ല് ചെയ്യാം, ഇൻഡെക്സിന്റെ ഓപ്ഷൻ സെല്ല് ചെയ്യാം. അത് നിങ്ങൾ കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ മണി കൺട്രോളിൽ പോയിട്ട് FIsന്റെ ഡേറ്റാസ് എടുത്ത് നോക്കിയാൽ മതി, FIsന്റെ ആക്ടിവിറ്റീസ് അറിയണമെങ്കിൽ. മാർക്കറ്റ് FIDA ആക്ടിവിറ്റി ഞാനിത് കൃത്യമായിട്ട് പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അക്കൗണ്ട് NRI അക്കൗണ്ടാണ്, NRO അക്കൗണ്ടാണ്. അപ്പൊ എനിക്കുള്ള പ്രിവിലേജുകളെല്ലാം അവർ ചെയ്യുന്നുണ്ട്. എനിക്ക് സ്റ്റോക്ക് ഇൻട്രാഡേ ചെയ്യാൻ പറ്റില്ല. ഞാനെന്ന് വെച്ചാൽ ഫോറിൻ അക്കൗണ്ട് ഉള്ളവർക്കെല്ലാം ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇത് ചെയ്യുന്നത്. FI ഉണ്ടോ, ക്യാഷ് മാർക്കറ്റ്, ഇത് സ്റ്റോക്ക് വാങ്ങി വിൽക്കുകയും ചെയ്യുന്നതാണ്, കണ്ടില്ലേ? ക്യാഷ് മാർക്കറ്റ് DI ചെയ്യുന്നുണ്ട്, സ്റ്റോക്ക് വാങ്ങി വിൽക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ അവർ മ്യൂച്വൽ ഫണ്ടിലേക്ക് സ്റ്റോക്ക് വാങ്ങുന്നു, മ്യൂച്വൽ ഫണ്ട് സ്റ്റോക്ക് റീബാലൻസ് ചെയ്യുമ്പോൾ സ്റ്റോക്ക് വിറ്റ് ഒഴിവാക്കിയിട്ട് വേറെ സ്റ്റോക്ക് വാങ്ങുന്നു. അത് DIs ചെയ്യുന്നുണ്ട്. DIs ഇൻട്രാഡേ ചെയ്യുന്നില്ല, FIs ഇൻട്രാഡേ ചെയ്യുന്നില്ല സ്റ്റോക്കിൽ. ഓക്കെ, അവർ രണ്ടും ഇൻവെസ്റ്റ്മെന്റ് ആണ് ക്യാഷ് മാർക്കറ്റ് ചെയ്യുന്നത്. F&O നോക്കിയോ, DIs എവിടെ? DIs ഇല്ല. ഇൻഡെക്സ് ഫ്യൂച്ചർ ചെയ്യുന്നുണ്ട്, ഇൻഡെക്സ് ഓപ്ഷനും ചെയ്യുന്നുണ്ട് FI. മനസ്സിലായല്ലേ? ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറും വാങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ നിഫ്റ്റി ഫ്യൂച്ചർ വാങ്ങുന്നുണ്ട്, ഓപ്ഷൻസും ചെയ്യുന്നുണ്ട്. സ്റ്റോക്ക് FI സ്റ്റോക്കും വാങ്ങുന്നുണ്ട്, ഫ്യൂച്ചർ സ്റ്റോക്ക് ഓപ്ഷനും വാങ്ങുന്നുണ്ട്, സ്റ്റോക്ക് ഫ്യൂച്ചർ വിൽക്കുകയും ചെയ്യുന്നുണ്ട്, വാങ്ങുകയും ചെയ്യുന്നുണ്ട്. FIയുടെ ആക്ടിവിറ്റി ഉണ്ടോ? ഇവിടെ എങ്ങും DIയുടെ ആക്ടിവിറ്റി ഇല്ല.
മനസ്സിലായില്ലേ? അത്രയും ഡിഫറൻസ് ഉണ്ട്. ഡി ഐക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഡി ഐ ഒള്ളി ചെയ്യുന്ന FIs ഒരുപാട് ലോസിൽ വിറ്റ് ഒഴിവാക്കുവാണെങ്കിൽ ഡി ഐ വാങ്ങി ബാലൻസ് ചെയ്യുമെന്ന് മാത്രം. അത് എനിക്ക് തോന്നുന്നു അതൊരു ബാലൻസിങ്ങിന് വേണ്ടിയിട്ട്, ഇൻഡെക്സ് ബാലൻസ് മാനേജ്മെന്റിന് വേണ്ടിയിട്ട് NSE തന്നെ ചെയ്തു വെക്കുന്ന പരിപാടിയാണെന്നാ തോന്നുന്നത്. അവര് ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ടുകാരെ ഇനിഷ്യേറ്റ് ചെയ്ത് ട്രേഡ് എടുക്കുന്നതായിരിക്കും. ഇല്ലെങ്കിൽ DIs പർച്ചേസ് ചെയ്തില്ലെങ്കിൽ മാർക്കറ്റ് താഴെ പോകത്തില്ലേ? FIs വിറ്റു 6000 കോടി വിറ്റെന്ന് വെച്ചു, DIs അതിന് ഇക്വലന്റ് ആയിട്ട് ബാലൻസ് ചെയ്തില്ലെങ്കിൽ മാർക്കറ്റ് 26,000 കോടി വിറ്റു ഡിസംബറിൽ. DIs 20,000 കോടി വാങ്ങി. അവർ വാങ്ങിയില്ലെങ്കിലും ഇൻഡെക്സ് താഴെ പോകും. അത് മാർക്കറ്റിനെ മോശം എക്കണോമി ബാധിക്കത്തില്ലേ? പിന്നെ പുറത്തുനിന്ന് പിന്നെ പുതിയ ആൾക്കാരൊന്നും ഇൻവെസ്റ്റ് ചെയ്യത്തില്ലല്ലോ. ഇല്ല, ശരി. അത് നമ്മുടെ രാജ്യത്തിന് തന്നെ പ്രശ്നമാവും. അതുകൊണ്ടാണ് ഇതൊരു ബാലൻസിങ് കളിയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. അല്ലാതെ നമ്മള് വേറെ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. ഇപ്പൊ DIs തിരിച്ചു വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ ഒരു നല്ല വാങ്ങൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു FIs ഇന്നലെ നല്ല വാങ്ങൽ വാങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ അത് ഡിസംബർ വരെ ഒരു 15-ാം തീയതി വരെയൊക്കെ വാങ്ങും. അത് കഴിഞ്ഞ് അവർ ഇവിടെ എല്ലാം അടയ്ക്കുമല്ലോ. ഡിസംബർ 15 തൊട്ട് ജനുവരി 5 വരെയൊക്കെ അടവാ എല്ലാ കമ്പനികളും. അപ്പൊ അവരുടെ പർച്ചേസ് ഡിസംബർ 15 തൊട്ട് ജനുവരി 5 വരെയൊക്കെ ഇവിടെയൊക്കെ മൊത്തത്തിൽ ആക്ടിവിറ്റി ഒക്കെ കുറവാണ്. ഹോളിഡേ അല്ലേ? അപ്പൊ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ പുറത്തുള്ളവരല്ലേ, അവരെന്താ അവരുടെ ആക്ടിവിറ്റി കുറയ്ക്കും. വോളിയം കാണത്തില്ലല്ലേ മാർക്കറ്റ് വോളിയം കാണത്തില്ല, കുറവായിരിക്കും. അധികം ട്രെൻഡ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഈ ഒരാഴ്ചക്കകം കൊണ്ട് 21 ടച്ച് ചെയ്തിട്ട് തിരിച്ചിറങ്ങാനുള്ള പണിയാണെന്നാ തോന്നുന്നത് പോക്ക് കണ്ടിട്ട്. എനിക്കാണല്ലേ ഈ ഇലക്ഷൻ നിൽക്കുന്നുണ്ട് 21 എത്തുമെന്നുള്ള ഭയങ്കര ഡൗട്ട് ഉണ്ട്. ഇലക്ഷൻ ഫെബ്രുവരിയിലല്ലേ? ഫെബ്രുവരി മെയ്യിലാണ് ഇലക്ഷൻ. പക്ഷെ ഇലക്ഷൻ കറക്ഷൻ വരണമല്ലോ. കറക്ഷൻ വരുന്ന എപ്പോഴാ വരുന്നത്? ജനുവരിയില്, ഈ ഡിസംബർ ജനുവരിയിൽ വരും. പക്ഷെ ഡിസംബർ ഇപ്പൊ പൊങ്ങുന്നത് എന്തിനാണ്? ഇലക്ഷന് മുന്നേ ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോടെ എത്രായിരം കോൺട്രാക്ടുകൾ റിലീസ് ചെയ്യുന്നറിയാം. ചപ്പ് ചവറ് പോലെ എല്ലായിടം പ്രൊജക്ട് റിലീസ് ചെയ്തോണ്ടേ ഇരിക്കും. ആ പ്രൊജക്ട്, ഈ പ്രൊജക്ട്, മറ്റേ പ്രൊജക്ട്, റോഡ്, ഹൈവേ, റെയില്, മറ്റേത് മറിച്ചെന്ന് പറഞ്ഞ എല്ലാ പ്രൊജക്ടുകളും ഭരണം വിടുന്നതിന് മുന്നേ റിലീസ് ചെയ്തോണ്ടിരിക്കുകയാണ് മാർക്കറ്റിലേക്ക്. കണ്ടില്ലേ? ആണ്, ശരി. അപ്പൊ ആൾക്കാർ HAL ഓർഡർ പോയി, മറ്റേ പുതിയ റെയിൽവേയുടെ പദ്ധതികൾ, റോഡിന്റെ പദ്ധതികൾ വന്നു. മാർക്കറ്റിലേക്ക് പ്രൊജക്ടുകൾ പമ്പ് ചെയ്യാണ് അവർ പോകുന്നതിന് മുന്നേ. മാക്സിമം പ്രൊജക്ടുകൾ പമ്പ് ചെയ്തിട്ട് പോകും. എന്തിനാണ്? ഇലക്ഷന് പ്രചരണം നടത്താനാണ് ഇത്രയും പ്രൊജക്ടുകൾ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പൊ ഈ പ്രൊജക്ടുകൾ ഇത്രയും വരുമ്പോ എല്ലാരും ഷെയർ വാങ്ങിക്കൂട്ടുമല്ലേ കമ്പനികൾക്ക് പ്രോജക്ട് കിട്ടുന്നതനുസരിച്ച്. അപ്പൊ മാർക്കറ്റ് ഇപ്പൊ നല്ലൊരു ബുള്ളിഷിലേക്ക് പോകും. ബുള്ളിഷിൽ പോയിട്ട് ഒരു 21 വരുമ്പോൾ മാർക്കറ്റ് നല്ല കൺസോൾട്ടേഷൻ വരും. എന്നിട്ട് അവിടുന്ന് പിന്നെ മാർക്കറ്റ് ഇടിയാൻ തുടങ്ങും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. എന്റെ ഒരു ഇത് വെച്ചിട്ട്, അല്ലാതെ ഇത് വെച്ചിട്ട് മറ്റേ ഗ്രൂപ്പിൽ ട്രേഡ് എടുത്തവരെ എടുക്കരുത്. അല്ലാതെ നിങ്ങള് മന്ത്ലി ചാർട്ട് എടുത്തിട്ടിട്ട് ട്രേഡിംഗ് വ്യൂവിൽ നോക്കിക്കോ. യൂഷ്വലി ഒക്ടോബർ തൊട്ട് മാർച്ച് നവംബർ തൊട്ട് മാർച്ച് വരെ മാർക്കറ്റ് കുറച്ച് ഡള്ളാണ്. മാർച്ച് കഴിഞ്ഞിട്ടാണ് മാർക്കറ്റ്, മാർച്ച് തൊട്ട് സെപ്റ്റംബർ വരെയാണ് മാർക്കറ്റ് ബുള്ളിഷ് എല്ലാ വർഷവും ഉള്ളത്. പലപ്പോഴായിട്ട് നിങ്ങൾ ചുമ്മാ കിട്ടുമ്പോ ഓരോന്നൊക്കെ എടുത്ത് അനലൈസ് ചെയ്താൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. മന്ത്ലി ചാർട്ട് ഇട്ടിട്ട് നോക്കിയാൽ മതി. അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഇപ്പൊ നമ്മള് ഇനി OA അല്ലേ നമ്മൾ നോക്കേണ്ടത്. OA ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് OA അറിയാൻ പറ്റും. ഇപ്പം ഇതിന്റെ OA ഇപ്പം ഇൻഡെക്സ് എടുക്കാനല്ലേ പോയി. ഇൻഡെക്സിന്റെ OA ആണ്. ഇൻഡെക്സിന്റെ OA മാത്രം നോക്കിയാൽ മതി. ഇതൊന്നും OA വർക്ക് ചെയ്യത്തില്ല. ലോഗിൻ ഇറങ്ങിയാലോ. ഇപ്പൊ ഇൻഡെക്സ് ഓക്കെ, ഇൻഡെക്സിന്റെ ചാർട്ട് വന്നു കഴിഞ്ഞാൽ ഇൻഡെക്സിൽ നമുക്ക് ഇതൊക്കെ ഞാൻ ഹൈഡ് ചെയ്യണം.
എല്ലാം കൂടെ ആകുമ്പോൾ ഒരു ക്ലസ്റ്റർ മാതിരിയായി പോകും, ഭയങ്കരമായിട്ട് ക്ലൗഡഡ് ആയിട്ട്. ഇവിടെ OA ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് OA ഇവിടെ എനേബിൾ ചെയ്യാൻ പറ്റും. എനേബിൾ OA പ്രൊഫൈൽ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ ലൈവ് OA കാണാൻ പറ്റും. ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഓപ്പൺ ഇൻട്രസ്റ്റ്, OA ചേഞ്ച്, ഓപ്പൺ ഇൻട്രസ്റ്റ്, ക്യുമുലേറ്റീവ്, പുട്ട് ഓർഡർ, കോൾ ഓർഡർ, ഷോ ലേബിൾസ്. ഇപ്പൊ ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വലുതായിട്ട് കാണും. കോമ്പാക്റ്റോട് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടാണ്. ഫിൽറ്റർ ടോപ്പ് 5 ആദ്യത്തെ 5 എണ്ണം മതി നമുക്ക്. മേലോട്ടും താഴോട്ടുള്ള 5 എണ്ണം, ഏറ്റവും കൂടുതൽ OA ഉള്ളത് മതി, ചെറിയ OA ഉള്ളത് വേണ്ട. പിന്നെ ഒരു പരിധിക്ക് മേളിലുള്ള OA നമുക്ക് ആവശ്യമില്ല. ആദ്യത്തെ 10 സ്ട്രൈക്കിന്റെ OA മേലോട്ടും താഴോട്ടുള്ള നമുക്ക് മതി. 10 സ്ട്രൈക്കിന്റെ വേണമെന്നില്ല, 7 സ്ട്രൈക്കിന്റെ ആയാലും മതി. ഇവിടുന്ന് 1, 2, 3, 4, 5, 6. ഓക്കെ, ഇവിടുന്ന് ഒരു 4-5 സ്ട്രൈക്ക് മേലോട്ട്, ഇവിടുന്ന് ഒരു 4-5 സ്ട്രൈക്ക് താഴോട്ടും. ആ 2 ഇതിന്റെ OA നമുക്ക് മതി. കാര്യം എന്ന് പറഞ്ഞാൽ ബാക്കി OA വരുന്നത് എന്താണെന്നറിയാം? സത്യത്തിൽ നിഫ്റ്റിക്കാണ് പറയണെങ്കിൽ ഒരു 3 വേർഡ് ആവശ്യമുള്ളൂ. ബാക്കിയുള്ള OA എന്താ എടുക്കാത്തെന്നറിയാം? 20-200 20-200 വേണം. ബാക്കിയുള്ള OA എടുക്കാത്ത പറഞ്ഞാൽ ബാക്കിയുള്ള OA ഹെഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന OA ഇതാ, കോൺട്രാക്ട്സുകളാ. മനസ്സിലായില്ലേ? ഹെഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫാർ OTM എടുത്തിട്ട് ഹെഡ് ചെയ്യത്തില്ലേ സെല് ചെയ്യുമ്പോ? അങ്ങനെ ഹെഡ് ചെയ്യാൻ വേണ്ടി ഉള്ളതാണ് ഫാറിൽ കിടക്കുന്നത്. അപ്പൊ അതെടുത്തു കഴിഞ്ഞാൽ ചുമ്മാ നമുക്ക് മിസ്ഗൈഡ് ചെയ്യത്തുള്ളൂ. അതിന്റെ ആവശ്യമില്ല. നമുക്ക് മാർക്കറ്റിന്റെ റേഞ്ചിനോട് ക്ലോസ് ആയിട്ടുള്ള OA ആവശ്യമുള്ളൂ. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടോ OA 6 പോയിന്റ്. ഇതിപ്പോ മേജർ OA എടുത്തിട്ടുള്ളൂ. ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. മേജർ ഫിൽറ്റർ ടോപ്പ് 5 എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം ഉള്ള 5 എണ്ണം കിട്ടുന്നുള്ളൂ. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കോൾ OA 7.57, ഇത് പുട്ട് OA. ഇത് OA എന്ന് പറയുമ്പോൾ ഇത് സെല്ലേഴ്സിന്റെ ഡേറ്റയാണ്. അപ്പൊ ഇത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്റ്റീവ്, കോള് സെല് ചെയ്ത് വെച്ചേക്കാണ്, ഇത് പുട്ട് ബൈ ചെയ്ത് വെച്ചേക്കാണ്, ഇത് സപ്പോർട്ടായിട്ട് ആക്റ്റീവ്. ഓക്കെ, അപ്പൊ മാർക്കറ്റ് പോയാലുണ്ട്, ഇവിടെ കണ്ട റിജക്ട് ആയുണ്ട്, ഇത് സെല് ചെയ്ത് വെച്ചേക്കും, ഇവിടെ റിജക്ഷൻ വന്നുണ്ട്, സപ്പോർട്ട് എടുക്കുന്നത് ഇവിടെ ഫിൽറ്റർ ടോപ്പ് 5 പോയുണ്ട്. സപ്പോർട്ട് എടുക്കുവാണെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഇവിടെ ഉണ്ട്, മാർക്കറ്റ് ഉണ്ട്, ഇവിടെ തട്ടി നിൽക്കും. ഇത് അത്യാവശ്യം 4.27 മില്യൺ ഉണ്ട്. ഇപ്പൊ മാർക്കറ്റ് നല്ലതായിട്ട് താഴ്ത്ത് വരുവാണെങ്കിൽ ഇവിടെ സപ്പോർട്ട് എടുത്താണ് പോയേക്കുന്നുണ്ടല്ലേ. ഇത് പുട്ട് സെല് ചെയ്ത് വെച്ചേക്കാണ്. അപ്പൊ ഇത് സപ്പോർട്ടായിട്ട് ആക്റ്റീവ് എന്ന് വെച്ചാൽ നമ്മൾ ഗോൾ ബൈ ചെയ്യുന്നതിന് ഇക്വലന്റ് ആണ്. അപ്പൊ ഇത് സപ്പോർട്ടായിട്ടും ഇത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്റ്റീവ്. അപ്പൊ ഈ OA നമുക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്. ഇത് ഈ ഹൈലൈറ്റഡ് കളർ OA ചേഞ്ച് ആണ്. ഇപ്പോൾ OA കട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ ഹൈലൈറ്റഡ് കളർ കൂടി വരും. ഇൻക്രീസ് ആവുകയാണെങ്കിൽ ഹൈലൈറ്റഡ് കളർ വരും. കട്ട് ചെയ്യുകയാണെങ്കിൽ മാറിപ്പോകും. ഓക്കെ, ഇത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ചെക്ക് ചെയ്യാം. ഓക്കെ, OA ഇത്രയൊക്കെയാണ് ചാർട്ട് റിലേറ്റഡ്. ഇനി കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ്. അത് പിന്നെ ഒരു ദിവസം സമയം കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇനി ഇതിനകത്ത് ഗോ ചാർട്ടിങ്ങിൽ നിങ്ങൾ ആദ്യം ഇത് ഫെമിലിയർ ആവും, എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവണ്ട. ഗോ ചാർട്ടിങ്ങില് നിങ്ങൾ ആദ്യം വന്നപ്പോ ഒരു വിൻഡോ കണ്ടില്ലേ? അവിടുന്ന് പ്രൊഡക്ട്സിനകത്ത് ഓപ്ഷൻ ഡെസ്ക് ഉണ്ട്. ഓപ്ഷൻ ഡെസ്കിനകത്ത് നമ്മൾ ഈ ഓബ്സ്ട്രയിലും സെൻസിബിളിലും ഒക്കെ നമ്മൾ സിമുലേറ്റ് ചെയ്യത്തില്ലേ സ്ട്രാറ്റജീസ്, അത് നമുക്ക് ഇവിടെ വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, അതാണ് ആ ഓപ്ഷൻ ഡെസ്കിനകത്തുള്ള. ഇപ്പൊ ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നിങ്ങൾക്കിനി ഇത് OA വേറെ ഇതിനകത്ത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OA പൾസ്. നിങ്ങൾക്ക് ഏതാണ് ഇപ്പൊ കറണ്ട് മാർക്കറ്റിന്റെ കണ്ടീഷൻ എന്താണെന്ന് അറിയാം. ഇതിനകത്ത് OA പൾസ് ഉണ്ട്. OA പൾസ് ഓർഡർ ഫ്ലോയ്ക്കകത്ത് OA സെൻസ്, സോറി OA പൾസ് അല്ല, OA സെൻസ്. പേപ്പേഴ്സ് മറ്റേ ശിവയുടെ ആണ്. OA സെൻസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, ലോങ് ബിൽഡപ്പ് ആണോ, ഷോർട്ട്സ് കവറിങ് ആണോ, ഷോർട്ട്സ് ആണോ,
ലോങ് അൺവൈൻഡിങ് ആണോ, ഷോർട്ട് കവറിംഗ് ആണോ, ഷോർട്ട് ബിൽഡപ്പ് ആണോ, ഏതാണ് മാർക്കറ്റിന്റെ സിറ്റുവേഷൻ എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, അത് ഈ OI സെൻസ് ഇട്ട് കൊടുത്താൽ മതി, വേണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഓക്കെ, OI സെൻസ് OI പൾസ് തന്നെ അത് വരുന്നത്. OI പൾസ് താഴത്തെ OI പൾസ് തന്നെ. OI പൾസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്കറ്റിന്റെ ഒരു പൾസ് അറിയാൻ പറ്റും. ഓക്കെ, ഇവിടെ വന്ന് ഓപ്ഷൻ ഡെസ്കിനകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പേ ഓഫ് ചാർട്ടിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സ്ട്രാറ്റജീസ് ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. സ്ട്രാറ്റജീസ് ഇതല്ലല്ലോ, പ്രൈസ് ചാർട്ട്, സ്ട്രാറ്റജി ചാർട്ട്. ഓക്കെ, ചെയിന്, സ്ട്രാറ്റജി ബിൽഡർ. ഓക്കെ, താഴെ ഉണ്ട്, താഴെ കോർണറിൽ. ഇപ്പൊ ഈ ഒരു ചാർട്ടിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഓരോ ഇതിലുള്ള ചേഞ്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഏത് സ്ട്രൈക്കിലും, ഇപ്പൊ നിഫ്റ്റി ആണെങ്കിൽ നിഫ്റ്റിയുടെ എല്ലാ സ്ട്രൈക്കിലും ഉള്ള ചേഞ്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്താണ്, ലോങ് ബിൽഡപ്പ് ആണോ, അതിന്റെ ഷോർട്ട് കവറിംഗ് ആണോ, ഷോർട്ട് ബിൽഡപ്പ് ആണോ, എന്താണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. പിന്നെ ഇവിടെ പ്രൈസ് ഉണ്ട്, പ്രൈസ് ഓപ്ഷൻ നോക്കിയാൽ പ്രൈസ് റിലേറ്റഡ് ആയിട്ടുള്ളത് കിട്ടും. പിന്നെ ഗ്രീക്സ് അറിയണമെങ്കിൽ ഗ്രീക്സ്, ഡെൽറ്റ, ഗാമ, റോ, തീറ്റ ഒക്കെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മോണിറ്റർ ചെയ്യാൻ പറ്റും. സ്ട്രൈക്കിന്റെ അത് ഏത് സ്റ്റോക്ക് ആയാലും ഏതിന്റെ ആണെങ്കിലും എടുക്കാം. പിന്നെ എക്സ്പയറി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഏത് എക്സ്പയറിയുടെ വേണമെന്ന് വെച്ചാൽ 6 ആണോ 13 ആണോ 20 ആണോ, ഏത് ഓപ്ഷൻ ചെയ്യാനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഇതിനകത്ത് പേ ഓഫ് ചാർട്ട്, പേ ഓഫ് ചാർട്ടിനകത്ത് വന്നു കഴിഞ്ഞാൽ കസ്റ്റം സ്ട്രാറ്റജി ഉണ്ട്. കസ്റ്റം സ്ട്രാറ്റജി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ട്രാറ്റജി കസ്റ്റം ചെയ്യാം. ഇപ്പൊ ബൈ വേണമെങ്കിൽ ഒരു ബൈയും ഒരു സെല്ല് കൊടുക്കാം. കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാം. അഡ്വാൻസ് ഇല്ലെങ്കിൽ പിന്തുണ പറഞ്ഞല്ല, എല്ലാം തലകോട്ട് കയറത്തില്ല. ഇല്ലെങ്കിൽ പ്രീ ഡിഫൈൻഡ് സ്ട്രാറ്റജിയിൽ പോയി കഴിഞ്ഞാൽ ലോങ് കാൾ വേണോ, നേക്കഡ് പുട്ട് വേണോ, ഓട്ടോമാറ്റിക് സിസ്റ്റം സെലക്ട് ചെയ്തിട്ട് നമുക്ക് തരും. ഓക്കെ, ഇതാണ് ഓപ്ഷൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത, ഇപ്പൊ ആവശ്യമില്ല, നിങ്ങൾ സെല്ലേഴ്സ് ആണെങ്കിൽ ഇത് യൂസ് ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഇതൊരു മഹാസാഗരമാണ്. ഇപ്പൊ തന്നെ നിങ്ങൾക്കൊരു 10-15,000 രൂപയുടെ കോഴ്സ് കഴിഞ്ഞു. ഓക്കെ, ഇനി 10 രൂപ വെച്ചോണ്ടല്ലേ. ഇനി 10 രൂപയുടെ വെച്ചു, ഇനി 5 രൂപ ഉള്ളു. 25 രൂപ, ഇനി 10 രൂപ ഉണ്ട്. 10 രൂപ വെച്ച്. അപ്പൊ ഇതൊരു ഒരുപാട് കാര്യങ്ങളുണ്ട്, നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പൊ ശരിയെന്നാ, നിങ്ങൾ നോക്കുക. ഞാൻ റെക്കോർഡിങ് ഒരു ടെലിഗ്രാം ചാനൽ ഇട്ട് അതിനകത്ത് എടുത്തിട്ടേക്കാം. ഓക്കെ, ഓക്കെ ഏട്ടാ, താങ്ക് യു. താങ്ക്സ് അലോട്ട്. ചേട്ടാ എന്റെ പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്ത് തരണേ ചേട്ടാ. പ്രൊഫൈല് ഇപ്പൊ നിങ്ങക്ക് എന്താ വേണ്ടത്, ഇപ്പൊ ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താ വേണ്ടത് വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്ത് വേണ്ടയില്ലെങ്കിൽ അത് പറ. അല്ല, എനിക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം മതി. ഇപ്പം ഇത് ആരാണ്, ഏതാണോ, സോണിയാണോ? സോണി. നിങ്ങക്ക് എന്തൊക്കെയാ വേണ്ടത്? എനിക്ക് RSIയും വിവാപ്പും പ്രൊഫൈലും ഉണ്ട്. പിന്നെ ഓർഡർ ഫ്ലോ ബാർ സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ, OI ഞാൻ എടുക്കുവാണ്. OI വേണ്ട. പിവട്ട് ആവശ്യമില്ല. അത് വേണമെങ്കിൽ ആഡ് ചെയ്ത് നോക്കിയാൽ മതി. ഈ ഓഡിയോ കട്ട് ചെയ്തേക്കാം. ഇനി നിങ്ങൾക്ക് ബാർ സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ, ബാർ സ്റ്റാറ്റിസ്റ്റിക്സ് ഓൾറെഡി ഇവിടെ ഉണ്ട്. ബാർ സ്റ്റാറ്റിസ്റ്റിക്സ് സൂം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരും. ഇത് നിങ്ങളുടെ പ്രൊഫൈലിൽ സേവ് ചെയ്തേക്കാം. സോണി സേവ് ലേഔട്ട്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ അതിൽ പോയി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് തന്നെ ആയിരിക്കും വരുന്നത്. ഓക്കെ, റിൻഷാദ് സെറ്റ് ചെയ്യാട്ടോ. ഞാൻ സെറ്റ് ചെയ്യാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം ചേട്ടനെ. ഓക്കെ, ശരി. മെസ്സേജ് കുറച്ച് ഡിലേ ആയിട്ടായിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നത്. കുഴപ്പമില്ല, തിരക്കല്ലേ. ഉറങ്ങാൻ പോകും ഞാൻ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ രാവിലെ ഇപ്പൊ ഇവിടെ ഇപ്പൊ എത്രയായി? ഇവിടെ ഇപ്പൊ 12 മണി. രാവിലെ 3 മണിക്ക് എഴുന്നേക്കുന്നേ. രാത്രി 12 മണിയായി.
അല്ല, രാവിലെ 12 മണി, ഉച്ചയ്ക്ക് 12 മണി. ഉച്ചയ്ക്ക് 12 അപ്പൊ നിങ്ങൾ നമ്മുടെ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എത്ര മണിക്കാ അവിടുത്തെ? രാവിലെ 3:45 ഞാൻ 3 മണിക്ക് എഴുന്നേക്കും. അതൊന്ന് സ്റ്റാർട്ട് ചെയ്യും, പിന്നെ 12 മണി വരെ അല്ലേ? 10 മണി വരെ, രാവിലെ 10 മണി വരെ. 10 മണി വരെ. നേരത്തെ കമ്മോഡിറ്റി ചെയ്തോണ്ട് ഇപ്പൊ ചെയ്യുന്നില്ല. എക്സോസ്റ്റഡാ ഭയങ്കരമായിട്ട്. ഇത്രയും നേരം ഇരുന്നിട്ട് പിന്നെ കമ്മോഡിറ്റിന്റെ വൈകുന്നേരം വരെ ഇരിക്കാൻ പറ്റത്തില്ല. മൊത്തത്തിൽ ഡിസ്ട്രായി പോകും. ആ, ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ ഒരു 3:30 വരെ ഇരിക്കും. അത് കഴിയുമ്പോഴേക്കും ഒന്ന് വെളിയിലൊക്കെ ഇറങ്ങി ഒന്ന് ഫ്രീ ആയാലും എനിക്ക് ഇതിന്റെ പരിപാടിയാണ്, സിമ്മിന്റെ പരിപാടിയാണ്, ഓക്കെ. ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു 7 മണിയാകുമ്പോൾ കയറും. അപ്പൊ ആ ടൈമിലാണ് ചെറിയൊരു അനക്കമുള്ള ടൈം. 7 മണിക്ക് ഇതുവരെ ഒരു market 3 മണി കഴിഞ്ഞ് കാണത്തില്ല. കഴിഞ്ഞാ ഇത് കിട്ടും. ഒരു 7 മണി മുതൽ 9 മണി വരെ ഇരിക്കും. എന്തെങ്കിലും കിട്ടണ ഒരു 20